നന്ദിയുണ്ട് സഹോദരൻ നെവിലെ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സ്നേഹിതരെ, നിങ്ങൾക്ക് സന്ധ്യാവന്ദനം. ഇന്ന് രാത്രിയിൽ വീണ്ടും ഈ കൂടാരത്തിലായിരിക്കുന്നത് വളരെ നല്ലതായിരിക്കുന്നു. അത് നമ്മുടെ കർത്താവും രക്ഷിതാവുമായവനെ കുറിച്ച് വീണ്ടും സംസാരിക്കുന്നതിനാണ്. അവനുമായിട്ട് നാം എല്ലാവരും സ്നേഹത്തിലാണെന്ന് എനിക്ക് തീർച്ചയാണ്. അല്ലാത്ത പക്ഷം, അതായത് നാം അവനെ സ്നേഹിക്കുന്നില്ലെങ്കിൽ ഈ ചൂട് പിടിച്ച കെട്ടിടത്തിനുള്ളിൽ ഇതുപോലെ തിങ്ങി നിറഞ്ഞ് നാം ഇരിക്കുകയില്ലായിരുന്നു. എന്തുകൊണ്ടെന്നാൽ നാം അവനെ സ്നേഹിക്കുന്നുവെന്ന് നാം അവനോട് വ്യക്തമാക്കുന്നതാണ് നമ്മുടെ ഉദ്ദേശം. കൂടാതെ നമ്മുടെ പ്രതീക്ഷകൾ അവന്റെ സമീപന സമയത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ വളരെയധികമായിട്ട് ഇളകുന്നു. അവന്റെ വരവിന്റെ അടയാളങ്ങൾ പ്രത്യക്ഷമാകുന്നത് നാം കാണുമ്പോൾ, നാം അവനെ കാണുമ്പോഴുള്ളതായ ആ മഹത്തായ നാഴികയ്ക്ക് വേണ്ടി നാം കാത്തിരിക്കുന്നു. കഴിഞ്ഞ ഞായറാഴ്ച തൊട്ട് ഒരാഴ്ചയോളമായി ഞാനിവിടെ ആയിരിക്കെ കൂടുതൽ പേർ അവനെ കണ്ടുമുട്ടുന്നതിനായി പോയി കഴിഞ്ഞിരിക്കുന്നു. ഒന്ന് ശ്രീമതി ഫോർഡ്, ശ്രീമതി ലെവി ഫോർഡ് ആയിരുന്നു. അവർക്ക് 80 വയസ്സ് പ്രായമുള്ള ഒരു വിലയേറിയ മഹിളയായിരുന്നു. കുറച്ചു സമയങ്ങൾക്ക് മുമ്പ് അവരുടെ ഭർത്താവ് കടന്നുപോയിരുന്നു. അദ്ദേഹം സ്പാനിഷ് അമേരിക്കൻ യുദ്ധത്തിലെ ഒരു പോരാളിയായിരുന്നു. അവരുടെ പുത്രന്റെ പേര് ഞാൻ എന്റെ ജീവകഥയിൽ പ്രസ്താവിച്ചിട്ടുണ്ട്. അവനായിരുന്നു ആ കുപ്പായം തന്നെ രക്ഷിക്കാൻ പോയിരുന്നത്. അതിനെക്കുറിച്ച് നിങ്ങൾക്കറിയാമല്ലോ. അത് ഉപയോഗിച്ചു കഴിഞ്ഞതായിരുന്നു. ആ കുപ്പായം അതൊരു സ്കൗട്ടിന്റെ വസ്ത്രമായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിന്റെ മറ്റേ ഭാഗം എടുക്കുന്നതിന് വേണ്ടി ഞാൻ പോയപ്പോൾ അതിന്റെ ഒരു കാലുറകൾ മാത്രമേ അവശേഷിച്ചിരുന്നുള്ളൂ. ആ കുട്ടി തന്നെ ലോയിഡ്സ് ഒരുപക്ഷെ ഇന്ന് രാത്രിയിലൂടെ ഉണ്ടായിരിക്കാം. കഴിഞ്ഞ ദിവസം അവന്റെ അമ്മയുടെ ശവോടക്കം ഞാൻ നടത്തിയിരുന്നു. അവൻ എന്നോട് പറഞ്ഞു, ബില്ലി, എന്റെ അമ്മ വീണ്ടും ഉയർത്തെഴുന്നേൽക്കും എന്നുള്ളതിന് തെളിവാക്കുന്ന എന്തെങ്കിലും പ്രസംഗിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി കർത്താവ് ഒരു സന്ദേശം എനിക്ക് തന്നിരുന്നു. തിരുവെഴുത്തും പ്രകൃതിയും ദൈവം സൃഷ്ടിച്ചതായ എല്ലാ കാര്യങ്ങളും അവൾ വീണ്ടും ഉയർത്തെഴുന്നേൽക്കും എന്നുള്ളതിനെ കുറിച്ച് ഉറപ്പായി പറയുന്നു. എങ്കിൽ പിന്നെ അതിനെതിരായിട്ട് ആരാണ് പറയുക? ദൈവം അപ്രകാരം പറയുകയും അവന്റെ പ്രകൃതിയാൽ അത് തെളിയിക്കുകയും തന്റെ വചനത്താൽ അത് തെളിയിക്കുകയും അവളുടെ ജീവിതത്താൽ അത് തെളിയിക്കുകയും അങ്ങനെ എല്ലാ കാര്യങ്ങളാലും അവൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന് തെളിയിക്കുന്നു. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എന്നാൽ അത് തെറ്റിപ്പോകുകയില്ല. അവർക്ക് വീണ്ടും കടന്നു വരേണ്ടിയിരിക്കുന്നു. അതിനുശേഷം മിനിഞ്ഞാന്ന് എന്റെ കൂടെ പ്രവർത്തിച്ചിരുന്ന ഒരു മാനേജറായ ശ്രീമാൻ ബാക്സ്റ്റർ, നിങ്ങളിൽ പലരും അദ്ദേഹത്തെ ഓർക്കുന്നുണ്ടാകും. അദ്ദേഹം ഈ പ്രസംഗപീഠത്തിൽ നിന്ന് സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യ പെട്ടെന്ന് ഹൃദയത്തിന് അസുഖം പിടിപെട്ട് മരിച്ചുപോയി. അദ്ദേഹം വളരെ അസ്വസ്ഥനും ദുഃഖിതനുമായിരിക്കുന്നു. സഹോദരൻ ബാക്സ്റ്ററിനെ നിങ്ങളുടെ പ്രാർത്ഥനകളിൽ നിങ്ങൾ ഓർക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അദ്ദേഹം നമ്മുടെ ഒരു സഹോദരനാണ്. അദ്ദേഹം വാൻകൂവർ, ബ്രിട്ടീഷ് കൊളംബിയയിൽ വസിക്കുന്നു. വളരെ വർഷങ്ങളോളമായിട്ട് അദ്ദേഹം എന്റെ കൂടെ ആയിരിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ഏതോ തരത്തിൽപ്പെട്ട നാഡീസ്തംഭനമോ മറ്റെന്തോ ഉണ്ടായിരുന്നു എന്ന് ഞാൻ കേട്ടിരുന്നു. അതിനുശേഷം പെട്ടെന്ന് ഹൃദയസ്തംഭനം ഉണ്ടാകുകയും അവർ പോയി കഴിയുകയും ചെയ്തു. എപ്പോഴാണ് വിളിക്കപ്പെടുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് അവൻ വിളിക്കുമ്പോൾ നാം തയ്യാറായിരിക്കണം. ആ കാരണത്താലാണ് ഇന്ന് രാത്രിയിൽ നാം ഇവിടെ ആയിരിക്കുന്നത്. ഞാൻ എന്റെ ഓഫീസിൽ ഇരുന്നുകൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അല്ലെങ്കിൽ ശ്രീമാൻ മോറയുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയുന്നതാണ് ശരി. ഞാൻ കൃതജ്ഞതാ പ്രകടനത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുകയായിരുന്നു, എന്നാൽ അദ്ദേഹം എന്നെ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് കൃതജ്ഞതാ പ്രകടനത്തിന്റെ ദിവസം ഞാനിവിടെ ഒരു യോഗം വെക്കാൻ ആഗ്രഹിക്കുന്നു. അതിനുശേഷം ഷിരോപോർട്ടിലേക്ക് തുടരാനും ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും എനിക്ക് കഷ്ടിച്ച് മാത്രമേ കഴിയുകയുള്ളൂ. അങ്ങനെ അവസാനം അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ ഇവിടെ 3 യോഗങ്ങളും അതിനുശേഷം പിന്നീട് 7 മുദ്രകളും എടുക്കുകയാണെങ്കിൽ പിന്നെ എങ്ങനെയൊക്കെ ആയാലും ഒരു ദിവസം ഞങ്ങൾക്ക് തരാൻ കഴിയും. അങ്ങനെ അവസാനം ഞാൻ വെള്ളിയും ശനിയും ഞായറും അതിനുവേണ്ടി തരികയാണ്. അതുകൊണ്ട് വ്യാഴവും വെള്ളിയും ശനിയും ഞായറും ഞാൻ അദ്ദേഹത്തിന് വാഗ്ദത്തം ചെയ്തിരുന്നു. കൃതജ്ഞതാ പ്രകടനത്തിന്റെ ദിവസം അത് ലൂയിസിയാനയിൽ പെന്തിക്കോസ്ത് 50 വർഷങ്ങളായി കഴിഞ്ഞിരിക്കും. അത് 50 വർഷങ്ങൾക്ക് മുമ്പ് ലൂയിസിയാനയിൽ വീണിരുന്നു. നാളെ രാവിലെ സൺഡേ സ്കൂളിൽ പങ്കെടുക്കാത്തവരായിട്ടുള്ളവരെയെല്ലാം ഞങ്ങൾ ഒരുവിധം നിർബന്ധിക്കാൻ പോവുകയാണ്. നമ്മുടെ വിലയേറിയ സഹോദരനായ റൂഡലിനെ ഞാനിവിടെ കാണുന്നു. അദ്ദേഹത്തിന് രാവിലെ സൺഡേ സ്കൂൾ ഉണ്ട്. ഒരുപക്ഷെ നമ്മുടെ സമീപസ്ഥരായ ഇവിടെ കൂടിയിരിക്കുന്ന മറ്റുള്ള ശുശ്രൂഷകന്മാർക്കും സൺഡേ സ്കൂൾ ഉണ്ടായിരിക്കാം. അങ്ങനെ നിങ്ങൾക്കൊരു സൺഡേ സ്കൂൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഇതിലേക്ക് തന്നെ പോയിക്കൊള്ളുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ നിങ്ങൾക്കൊരു സൺഡേ സ്കൂൾ ഇല്ലാതെയും കൂടാതെ നിങ്ങൾ ഞങ്ങളോടൊപ്പം ആയിരിക്കാനും ആഗ്രഹിക്കുന്നെങ്കിൽ ഞാൻ നാളെ രാവിലെ സമയം സംസാരിക്കാനും കൂടാതെ ബ്ലാക്ക് ബോർഡിൽ ഉപയോഗിച്ചുകൊണ്ട് ഒരു സമ്പൂർണ്ണ മനുഷ്യന്റെ തികഞ്ഞ പ്രതിമ എന്നതിനെ കുറിച്ച് പഠിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കൂടാതെ അതിന്റെ പടം ബ്ലാക്ക് ബോർഡിൽ വരയ്ക്കുന്നതുമാണ്. അതിൽ കൂടെ ദൈവം മുമ്പാകെ എപ്രകാരം നാം ഒരു സമ്പൂർണ്ണ മനുഷ്യന്റെ തികഞ്ഞ പ്രതിമയിലേക്ക് ദൈവം എന്താണ് ആവശ്യപ്പെടുന്നതെന്നും നമുക്കറിയാൻ കഴിയുന്നതാണ്. അതിനുശേഷം നാളെ രാത്രിയിൽ കർത്താവ് അനുവദിക്കുന്ന പക്ഷം എന്റെ വഴികാട്ടി എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങളിൽ ആരെങ്കിലും നഗരത്തിന് പുറത്തുനിന്നും വരുന്നവരാണെങ്കിൽ ഞങ്ങൾ യോഗങ്ങൾ കുറിച്ച് നേരത്തെ തുടങ്ങാൻ ശ്രമിക്കുന്നതാണ്. ഞാൻ അതിനെക്കുറിച്ച് പാസ്റ്ററുമായിട്ട് ഇതുവരെ സംസാരിച്ചിട്ടില്ല.
എന്നാൽ സൺഡേ സ്കൂൾ അത് രാവിലെ തന്നെ നിങ്ങൾ തുടങ്ങുന്നതാണെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കൂടാതെ നാളെ രാത്രിയിലത്തെ സഭായോഗം കഴിയുമെങ്കിൽ 6:30 മറ്റോ തുടങ്ങുന്നതാണ്. അവർ നിൽക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതിനുവേണ്ടി ജനങ്ങൾക്ക് അതൊരവസരം നൽകുന്നതാണ്. അതിനാൽ 8:30 നമുക്ക് പിരിഞ്ഞു പോകാൻ കഴിയും. അതിനുശേഷം അവരിൽ കുറച്ചുപേർ ഏകദേശം 3-4 മണിക്കൂറുകളോളം യാത്ര ചെയ്യുന്ന ഒരു മഹിളയുമായിട്ട് ഞാൻ കണ്ടുമുട്ടിയിരുന്നു. 8 മണിക്കോ അല്ലെങ്കിൽ 8:30 കൂടിയോ ഞങ്ങൾക്ക് പോകാൻ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അടുത്ത ദിവസം രാവിലെ 2:30 അല്ലെങ്കിൽ 3:30 മണിയോടുകൂടി ചെന്നെത്താൻ കഴിയും. കൂടാതെ അവരുടെ ഭർത്താവിന് ജോലിക്ക് പോകേണ്ടതായിട്ടുമുണ്ട് എന്നവർ പറഞ്ഞു. അതുകൊണ്ട് നാം വളരെ വലിയ ശ്രേഷ്ഠമായ കാര്യമൊന്നും തന്നെ ചെയ്യാതെ തന്നെ നമുക്ക് നേരത്തെ പള്ളിയിൽ എത്തിച്ചേരാൻ ഇടയാകട്ടെ. നിങ്ങൾക്കറിയാമോ, നമുക്കിതിനെപ്പറ്റി ഒരു ആചാരമൊന്നുമില്ല. വേദപുസ്തക പ്രകാരം ദൈവം ഒരാചാരപരമായ കാര്യമല്ല. അതുകൊണ്ട് ഇതിന് കഴിയുന്നവരായി നിങ്ങൾ എല്ലാവരും ഇവിടെ ആയിരിക്കുമെന്ന് ഞാൻ ആശിക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളുടേതായ യോഗമുണ്ടെങ്കിൽ തന്നെയും ഇതൊരു സഭാ സംഘടനകളിൽ ഉൾപ്പെടാത്ത കൂടാരമായിട്ട് ജനങ്ങൾ ഇവിടേക്ക് വരുന്നു. ഇവിടെ കൂടി വരുന്നവരിൽ അധികം ജനസമൂഹങ്ങളും നഗരത്തിന് പുറത്തുള്ളവരാണ്. ഇവിടെ അപരിചിതരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം നിങ്ങൾക്ക് കാണിച്ചു തരാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പ്രസംഗപീഠത്തിലേക്ക് പോവുകയാണെങ്കിൽ എനിക്കറിയാവുന്നവരായ 10 പേരെ പോലും ഞാൻ കാണുന്നില്ല. ജെഫേഴ്സൺവിലെ നഗരത്തിൽ നിന്നും പുറത്തായിട്ടുള്ളവർ അവരുടെ കൈകളെ ഉയർത്തുക. 99% ആളുകളും പുറത്തുള്ളവരാണ്. അവർ നമ്മുടെ സ്നേഹിതരാണ്. ഇവിടെ നിന്നും 100 മൈലുകൾ ദൂരത്തായിട്ടുള്ളവർ കൈകളെ ഉയർത്തുക. 50% ആളുകളും 100 മൈൽ ദൂരത്തു നിന്നുമുള്ളവരാണ്. 200 മൈലുകൾ ദൂരത്തായിട്ടുള്ളവർ കൈകളെ ഉയർത്തുക. 300 മൈലുകൾ ദൂരത്തായിട്ടുള്ളവർ കൈകളെ ഉയർത്തുക. 400 മൈലുകൾ ദൂരത്തായിട്ടുള്ളവർ കൈകളെ ഉയർത്തുക. 500 മൈലുകൾ ദൂരത്തായിട്ടുള്ളവർ കൈകളെ ഉയർത്തുക. അവിടേക്ക് നോക്കൂ. ഈ സഭയുടെ 3/4 ഭാഗവും 500 മൈലുകൾക്ക് അപ്പുറത്തു നിന്നുമുള്ളവരാണ്. ഇത് നമ്മുടെ സ്നേഹിതരാണ് ഇവിടെ ഒത്തൊരുമിച്ച് കൂടുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ നന്ദിയുള്ളവരാണ്. കൂടാതെ നിങ്ങളെ സഹായിക്കുന്നതിനായിട്ട് ഞങ്ങൾ ഇവിടെ ആയിരിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളാൽ കഴിയുന്നതെല്ലാം ചെയ്യാൻ ആയിട്ട് ഞങ്ങൾ ഇവിടെ ആയിരിക്കുന്നു. ഞാനിപ്പോൾ എന്റെ മകൻ തന്നതായ ഒരു കത്ത് പിന്നിലിരുന്ന് വായിക്കുകയായിരുന്നു. അതൊരു മഹിളയുടെ കത്തായിരുന്നു. പ്രാർത്ഥിക്കപ്പെടുന്നതിന് വേണ്ടിയുള്ള ആശയോടെ ഈ പ്രാവശ്യം അവർ വരുന്നത് അവരുടെ 35ാമത്തെ യാത്രയാണ് എന്ന് ആ മഹിള അതിൽ പറഞ്ഞിരുന്നു. 100ഓളം മൈലുകൾ അവർ 35 വട്ടം യാത്ര ചെയ്തിരിക്കുന്നു. അതുകൂടാതെ ലോകത്തെങ്ങു നിന്നുമായിട്ട് ഒരു കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടിയായിട്ട് ഏകദേശം 600ഓളം പേർ കാത്തിരിക്കുന്നു. നോക്കൂ, ആകെപ്പാടെ സങ്കീർണാവസ്ഥയാകുന്നു. അതിനെക്കുറിച്ച് ഇവിടെ വെച്ച് നാം ചിന്തിക്കുമ്പോൾ അത് വലിയ കാര്യമല്ല. എന്നാൽ ഇത് ലോകത്തെല്ലായിടത്തു നിന്നുമാണ്. അതുകൊണ്ട് ഞങ്ങൾ 35 വട്ടം യാത്ര ചെയ്തിരുന്ന മകൾ ഇവിടെ ഉണ്ടോ എന്നറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവർ നാളെ ഇവിടെ എത്തുമെന്ന് കത്തിൽ എഴുതിയിരുന്നു. പ്രാർത്ഥിക്കപ്പെടാൻ കഴിയാതെ അവർ 35 വട്ടമായിട്ട് ഇവിടെ ആയിരുന്നു. അവർ ഈ കെട്ടിടത്തിനുള്ളിലില്ല. ഒരുപക്ഷെ അകത്ത് കടക്കാൻ കഴിഞ്ഞില്ല എന്ന് ഞാൻ ഊഹിക്കുന്നു. എന്നാൽ അവരുടെ കത്ത് ഞാൻ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാനിവിടെ വരുമ്പോഴെല്ലാം ഇതിനു വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. എന്തെങ്കിലും വെറുതെ സംസാരിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ജനങ്ങളെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടിയോ അല്ല. എന്തെങ്കിലും ദൈവത്തെ പ്രീതിപ്പെടുത്തുന്നതും കൂടാതെ ജനങ്ങളെ സഹായിക്കുന്നതിനു വേണ്ടി ഞാൻ സംസാരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിനാൽ നമുക്ക് എല്ലാവർക്കും, നാം ഏത് സഭയിൽ ഉൾപ്പെട്ടിരുന്നാലും ഏത് സംഘടനയിലായാലും അതൊരു കാര്യമല്ല. അത് ദൈവത്തോട് കൂടുതൽ അടുത്തായി നടക്കുന്നതിന് നിങ്ങളെ സഹായിച്ചിരിക്കും. നാം ഇവിടെ ആയിരിക്കുന്നതിന്റെ കാരണവും അത് തന്നെയാണ്, ദൈവത്തോട് കൂടുതൽ അടുത്തായിട്ട് നടക്കുക. അതുകൂടാതെ ഈ ദിവസങ്ങൾ വളരെ താമസിച്ചിരിക്കുകയും കർത്താവിന്റെ വരവ് അടുത്തുകൊണ്ടിരിക്കുകയും ആകുന്നുവെന്ന് നാം കാണുന്നു. എനിക്ക് എവിടെയെങ്കിലും ഒരു ഉണർവ് കിട്ടുന്നില്ലെങ്കിൽ ഞാൻ നശിച്ചു പോകും എന്ന് ഞാൻ എന്റെ ഭാര്യയോട് പറഞ്ഞിരുന്നു. എനിക്കതിന് കഴിയുന്നില്ല. എന്തോ ഒന്ന് എന്റെ ഹൃദയത്തിൽ കത്തിക്കൊണ്ടിരിക്കുന്നു. 1000ഓളം ജനങ്ങൾ പങ്കെടുത്തിരുന്നത് തുടർച്ചയായ ഒരു യോഗത്തിൽ കൂടെ നാം കടന്നു വന്നിരിക്കുന്നു. 1 കോടി ജനങ്ങൾ ഉണ്ടായിരുന്നാലും അതൊരു കാര്യമല്ല. അവിടെ ഒരു ഉണർവില്ലെങ്കിൽ പിന്നെ അത് കെന്റുക്കിയിൽ ഞങ്ങൾ സാധാരണയായി പറയാറുള്ള ഒരു ദീർഘിപ്പിക്കപ്പെട്ട യോഗം എന്ന പോലെയാണ്. ഇതുപോലെ പറയപ്പെടുന്ന ദീർഘിപ്പിക്കപ്പെട്ട യോഗത്തിൽ നാം എല്ലാവരും പോകുമെന്ന് നമുക്കറിയാം. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു ഉണർവാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. അങ്ങനെ ജനങ്ങൾ രക്ഷിക്കപ്പെടുകയും ദൈവരാജ്യത്തിന്റെ നിർവഹണത്തിന് വേണ്ടി എന്തെങ്കിലും വലിയ കാര്യങ്ങൾ നടക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ പ്രാർത്ഥനയുടെ യോഗങ്ങളിൽ സാധാരണയായിട്ട് ഒരു പ്രാർത്ഥനയുടെ നിരയെ നമുക്ക് ഇവിടെ എടുക്കാൻ കഴിയാത്ത എന്താണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇവിടെ അത്രമാത്രം തിങ്ങി ഞെരുങ്ങിയിട്ട് നിങ്ങൾക്കത് ചെയ്യാൻ കഴിയുകയില്ല. എന്നാൽ സാധാരണയായി പ്രാർത്ഥനയുടെ നിരയിൽ വെച്ച് ദൈവം വാസ്തവമാണെന്ന് അതിൽ കൂടി കടന്നു വരുന്ന ജനങ്ങൾ മനസ്സിലാക്കുന്നു. കർത്താവായ യേശു ഒരംശം പോലും മാറിയിട്ടില്ലെന്ന് നാം മനസ്സിലാക്കുന്നു. അവൻ എന്തായിരുന്നോ അതിൽ നിന്നും അവൻ ഇന്നും എല്ലായ്പ്പോഴും അതുപോലെ തന്നെയായിരിക്കുന്നു. എബ്രായർ 13:8 അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണെന്ന് തിരുവെഴുത്ത് പറയുന്നു.
അവനെ കേൾക്കുന്നതിനു വേണ്ടി ആ ദിവസങ്ങളിൽ ഒരുമിച്ച് കൂടിയ ജനങ്ങളുടെ സഭയോട് ഒരുപക്ഷെ അവർ പ്രാർത്ഥനയുടെ നിരയിൽ ആയിരുന്നില്ലെന്ന് വരാം, എന്നാൽ വിശ്വസിക്കുന്നതിനു വേണ്ടി അവരിൽ വിശ്വാസമുണ്ടായിരുന്നു. അങ്ങനെ അവരുടെ വിശ്വാസം അവരെ തൊടുമ്പോൾ നമ്മുടെ കർത്താവ് തിരിയുമായിരുന്നു. അങ്ങനെ അവൻ തിരിഞ്ഞിട്ട് ഇന്ന കുഴപ്പങ്ങൾ അവർക്കുണ്ടായിരുന്നുവെന്നും അത് പോയി കഴിഞ്ഞിരിക്കുന്നുവെന്നും അവരോട് പറയുമായിരുന്നു. കൂടാതെ അവരോട് പോയി സൗഖ്യം പ്രാപിച്ചു കൊള്ളുക എന്നോ അല്ലെങ്കിൽ പോയിട്ട് എന്തെങ്കിലും ചെയ്യുക എന്നോ എന്തെങ്കിലും ശരിയാക്കുക എന്നോ അവരോട് പറഞ്ഞിരുന്നു. കിണറ്റുകരയിലെ സ്ത്രീയെക്കുറിച്ചും രക്തസ്രാവമുള്ള സ്ത്രീയെക്കുറിച്ചും നമുക്കറിയാം. കൂടാതെ വളരെ പേരുണ്ട്, കുരുടനായ ബർത്തലോമിയയും. അങ്ങനെ അവരുടെ വിശ്വാസം അവനെ തൊട്ടിരുന്നു. ഇന്ന് രാത്രിയിലും അവൻ ഇതിനു മുമ്പ് എത്രമാത്രം മഹാനായിരുന്നുവോ അത്രയും തന്നെ മഹാനതയോട് ഇപ്പോഴും നമ്മുടെ പശ്ചാത്താപത്തിന്റെ മഹാപുരോഹിതനാകുന്നു. ഇപ്പോൾ നമുക്ക് തന്നെ നമ്മെ തന്നെ അവന്റെ ദാസന്മാരാക്കേണ്ടിയിരിക്കുന്നു. അവൻ ജീവന്റെ ഉറവിടമായ മുന്തിരിവള്ളിയാകുന്നു. നാം ആ ജീവനെ സ്വീകരിക്കുന്ന അവന്റെ ശാഖകളാകുന്നു. കൊമ്പുകൾ ഫലങ്ങളെ പുറപ്പെടുവിക്കുന്നു, മുന്തിരിയല്ല. ക്രിസ്തു തന്റെ സഭയിൽ കൂടി പ്രവർത്തിക്കുന്നു. അവനു വേണ്ടി നമുക്ക് ആ രീതിയിൽ വഴങ്ങിക്കൊടുക്കാൻ കഴിയുമെങ്കിൽ ക്രിസ്തുവിലുള്ള നമ്മുടെ വിശ്വാസത്തിന്റെ പൂർണ്ണമായ നിയന്ത്രണവും പരിശുദ്ധാത്മാവിന് എടുക്കാൻ കഴിയും. അവൻ അതേ കാര്യം തന്നെ ചെയ്യും, കാരണം അവൻ ക്രിസ്തുവാകുന്നു. ഞങ്ങളോടൊപ്പം നിങ്ങൾ ഒരു അപരിചിതനാണെങ്കിൽ, സാധാരണയായി ഈ കൂടാരത്തിൽ രോഗികളായിട്ടുള്ളവർക്ക് വേണ്ടി നമ്മുടെ പാസ്റ്റർ എല്ലാ രാത്രിയിലും പ്രാർത്ഥിക്കാറുണ്ട്. നമ്മുടെ കൃപാലവും പ്രിയപ്പെട്ടവനുമായ പാസ്റ്ററായ സഹോദരൻ നെവിലയാൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കപ്പെടാൻ കഴിയും. സഹോദരൻ ഓർബൻ നെവിലെ ദൈവം കേൾക്കുകയും അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകപ്പെടുന്ന ഒരു മനുഷ്യനുമാകുന്നു. കൂടാതെ സഹോദരൻ ഡോൺ റൂഡലും മറ്റുള്ള സഹോദരന്മാരും രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. കൂടാതെ നമ്മുടെ മറ്റൊരു സഭയായ ഹോവാർഡ് പാർക്കിലെ സഹോദരൻ ജാക്സണും ഇവിടെ എവിടെയോ ആയിട്ട് ഉണ്ടെന്ന് ഞാൻ ഊഹിക്കുന്നു. ഈ പ്രാവശ്യം അത് അത്രമാത്രം തിരക്കേറിയിരിക്കുകയും നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്തായിരുന്നാലും നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുകയാണെങ്കിൽ, നിങ്ങൾ ഒരു അപരിചിതനാകുന്നു, ഞാൻ നിങ്ങളെ അറിയുന്നില്ല, നിങ്ങൾ ദൈവത്തോട് ചോദിച്ചിട്ട് അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണോ എന്ന് നോക്കുക. അവന് നിങ്ങളോട് സംസാരിക്കാൻ കഴിയുന്നില്ല എങ്കിലും അവൻ നിങ്ങളെ അറിയുന്നു. നിങ്ങൾക്ക് എന്താണ് കുഴപ്പമെന്നും അവൻ അറിയുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഒരു കാര്യം മാത്രമാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ അവൻ നിങ്ങളെ ഒരു ഉപകരണമായും എന്നെ വേറൊന്നായിട്ടും ഉപയോഗിക്കും. വിശുദ്ധ യോഹന്നാൻ 14:7 യേശു അത് പറഞ്ഞിരിക്കുന്നു. ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ എന്നിൽ വിശ്വസിക്കുന്ന ഏവനും ചെയ്യുന്നു. ഇപ്പോൾ അതൊരു വഴങ്ങിയ പാത്രമാകുന്നു. നാളെ രാത്രിയിൽ നിങ്ങൾ എങ്ങനെയാണ് ആ പാത്രമാകുന്നതെന്ന് നാം പഠിപ്പിക്കാൻ പോകുന്നതാണ്. അതായത് ദൈവമായ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ കൂടി പ്രവർത്തിക്കുന്നു. അതുപോലെ നോക്കൂ, ദൈവം അഗ്നിസ്തംഭത്തിലായിരുന്നു. അതിനുശേഷം തന്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ വസിക്കുകയും ഇപ്പോൾ തന്റെ സഭയിലുമാകുന്നു. ഒരിക്കൽ അവൻ പിതാവെന്ന് വിളിക്കപ്പെടുകയും പിന്നെ പുത്രനെന്നും ഇപ്പോൾ പരിശുദ്ധാത്മാവെന്നും വിളിക്കപ്പെടുന്നു. അത് ദൈവം സ്വയമായിട്ട് ലോകത്തിന് വെളിപ്പെടുത്തുകയാണ്. അവന്റെ സഭയിൽ അവന് കടക്കുന്നതിനുള്ള ഏക വഴിയെന്നത് ആദ്യം തന്റെ സഭയെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി മരിക്കുക എന്ന കാര്യത്തിലാണ്. അതിനാൽ അവന് സ്വയമായിട്ട് തന്റെ സഭയിൽ കൂടി വെളിപ്പെടുത്താൻ കഴിയും. അതിനുശേഷം യോഹന്നാന്റെ 15 അവൻ പറഞ്ഞു, ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. കൊമ്പുകൾ ഫലങ്ങളെ പുറപ്പെടുവിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ ഇന്ന് രാത്രിയിലേക്കുള്ള പാഠത്തിന് മുമ്പായിട്ട് ഞാൻ നിങ്ങളെ അധികം നേരം ഇരുത്താൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ജനങ്ങൾ നിൽക്കുകയും ഒരാൾ ഇരിക്കുകയും മറ്റേയാൾ എഴുന്നേറ്റ് തന്റെ സ്ഥാനത്തെ കൊടുക്കുകയും പിന്നെ വേറൊരാൾ ഇരിക്കുന്നതായും മറ്റും ഞാൻ കാണുന്നു. ഏകദേശം 300 അല്ലെങ്കിൽ 400 ആളുകൾക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടത്തിന്റെ അനുവാദത്തിനായി ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഈ നഗരം ആ കാര്യത്തിൽ നമ്മെ പിന്നിലാക്കുന്നതായി കാണുന്നു. കാരണം നമുക്ക് അത്രമാത്രം വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യമില്ല. നമുക്ക് അതിനുള്ള അനുവാദം ഇന്ത്യാനാപോളിസിൽ നിന്നും കിട്ടും. എന്നാൽ നമുക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനുള്ള സ്ഥലം ആവശ്യമായിരിക്കുന്നു. നാം 4 പേരെ ഇവിടേക്ക് അനുവദിക്കുമ്പോൾ നമുക്കിവിടെ കാറുകൾ ഇടുന്നതാണ് ധാരാളം സ്ഥലം വേണ്ടിയിരിക്കുന്നു. കൂടാതെ ഇവിടെയുള്ള പാർക്കിംഗ് സ്ഥലം വാസ്തവത്തിൽ നഗരത്തിന് അവകാശപ്പെട്ടതാകുന്നു. നമ്മുടെ സഭ പട്ടണത്തിന്റെ നിരയിൽ നിന്നും ഏകദേശം 1 അടി മാത്രം മാറിയിരിക്കുന്നു. വാസ്തവത്തിൽ ഹൈവേയുടെ കാരണത്താലാണ് ഇത് അവിടെ പണിതിരിക്കുന്നത്. കാരണം നിങ്ങളിൽ പല ആളുകളും കൂടാതെ ചെറുപ്പക്കാരായിട്ടുള്ളവരും ഇത് മനസ്സിലാക്കുകയില്ല. എന്നാൽ ഈ സ്ഥലം ഒരു കുളമായിരുന്നു. ഞാനൊരു ബാലനായിരിക്കുമ്പോൾ ഞങ്ങൾ ഇവിടെ കൂടി വരുമായിരുന്ന കാര്യം ഞാൻ ഓർക്കുന്നു. അവിടെയുള്ളതായ പാടത്തേക്ക് പോകുന്നതിന് വേണ്ടി ഈ കുളത്തിന് ചുറ്റുമായി പോകേണ്ടിയിരുന്നു. ഈ കുളത്തിന് ചുറ്റുമായിട്ട് അവർ വഴിയുണ്ടാക്കിയിരുന്നു. ഇവിടെയുള്ളതായ ഈ ഭാഗം ഞാൻ വാങ്ങിയിരുന്നു. ഈ ഭവനമായിരിക്കുന്ന സ്ഥലത്ത് ഞാൻ പ്രാർത്ഥിക്കുകയും ഏകദേശം 30-32 വർഷങ്ങൾക്ക് മുമ്പാണെന്ന് തോന്നുന്നു ഇത് വാങ്ങിക്കുന്നതിന് വേണ്ടി കർത്താവിനോട് പറയുകയും ചെയ്തത്. ഈ സ്ഥലത്ത് ഒരു വലിയ ചതുപ്പ് നിലവും എന്റെ തലയ്ക്ക് ഉയരത്തിലായി കാട്ടുപുല്ലുകളുമായിരുന്നു. $160 ഞാൻ ഈ മൂലയ്ക്കായിട്ടുള്ള സ്ഥലം വാങ്ങുകയും ഈ പള്ളി പണിയുകയും ചെയ്തു. ഇപ്പോൾ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ പാഠത്തെ സംബന്ധിച്ചുള്ള ചില പാഠങ്ങൾ ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു.
ഇന്ന് രാത്രിയിൽ ഞാൻ ശ്രോതാക്കളോട് മറ്റൊരാളുടെ സ്വാധീനം എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. നാം സംസാരിക്കുന്നതിന് മുമ്പായും തിരുവെഴുത്ത് വായിക്കുന്നതിന് മുമ്പായി നമ്മുടെ തലകളെ ഈ തിരുവെഴുത്തിന്റെ ഗ്രന്ഥകാരനോട് സംസാരിക്കുന്നതിനായിട്ട് നമുക്ക് വണങ്ങാം. നമ്മുടെ തലകളെ വണങ്ങിക്കൊണ്ടും നമ്മുടെ ഹൃദയങ്ങളെയും അവന്റെ വിശുദ്ധിയോടുള്ള ആദരവിൽ വണങ്ങാം. ഇന്ന് രാത്രിയിൽ ആരുടെയെങ്കിലും ഹൃദയത്തിൽ ഒരപേക്ഷ ജ്വലിക്കുന്നതായിട്ടുണ്ടോ എന്നറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങളുടെ കൈകളെ ദൈവത്തിങ്കിലേക്ക് ഉയർത്തിയിട്ട് അവനോട് പ്രാർത്ഥിച്ചുകൊണ്ട് പറയുക, കർത്താവ് യേശുവേ, ഞാൻ ആവശ്യക്കാരനാകുന്നു. ഇന്ന് രാത്രി എന്നോട് സംസാരിക്കണമേ, എന്നെ സുഖപ്പെടുത്തണമേ, എന്റെ സാമ്പത്തികമായ ആവശ്യങ്ങളെ എനിക്ക് തരണമേ, അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തു തന്നെയായാലും ചോദിക്കുക. അവൻ നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും തരുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ സഭയുടെ ഏകദേശം 90% ആളുകളും ആവശ്യക്കാരാകുന്നു. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങയെ സമീപിക്കുന്നു. ഞങ്ങൾ വസിക്കുന്നതായ മണ്ണുകൊണ്ടുള്ള ഈ ചെറിയ കൂടാരത്തെ ഞങ്ങൾ വിടുമ്പോൾ ഈ ചെറിയ കപ്പൽ ജീവിതത്തിന്റെ ഗംഭീര വാരിധിയിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയും വിശ്വാസത്താൽ ഞങ്ങൾ മാഴ്സിനും ജൂപ്പിറ്ററിനും വീനസിനും നക്ഷത്രങ്ങൾക്കും ചന്ദ്രനും നക്ഷത്രപംക്തികളുടെ വീതികൾക്കും ഉപരിയായിട്ട് വിശ്വാസത്താൽ പിതാവിന്റെ സിംഹാസനത്തെങ്കിലെത്തുന്നു. അവന്റെ തുളയ്ക്കപ്പെട്ട കൈകളും കാലുകളും അവിടെ ആയിരിക്കുന്നു. അവന്റെ സിംഹാസനത്തിന് ചുറ്റുമായുള്ള സ്വർണ്ണവേദിയിൽ നമ്മുടെ വഴിപാടുകളെ ഞങ്ങൾ വയ്ക്കുമ്പോൾ ആ രക്തം ഇപ്പോൾ മധ്യസ്ഥത വഹിക്കാനിടയാക്കണമേ. ആദ്യമായിട്ട് യേശുവിന് വേണ്ടി ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. ഞങ്ങൾ അപേക്ഷിക്കാൻ പോകുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങളുടെ വിശ്വാസത്തിൽ കൂടി അവൻ ഞങ്ങൾക്ക് സാധ്യമാക്കി തന്നിരിക്കുന്നു. ഈ കരങ്ങളെ അവിടുന്ന് കണ്ടിരിക്കുകയും ഈ ജനങ്ങളുടെ ഹൃദയങ്ങളിൽ എന്താണ് മിടിക്കുന്നതെന്ന് നീ അറിയുകയും ചെയ്യുന്നു. ദൈവത്തിന്റെ മഹത്തായ സ്വർണ്ണവേദിയിലുള്ള ബലിയിൽ കർത്താവെ, ഞാൻ എന്റെ വിശ്വാസത്തെ വെക്കുന്നു. അവിടെ സുഗന്ധദ്രവ്യം എന്നും കത്തിക്കൊണ്ടിരിക്കുന്നു. നീ പിതാവേ, നീ അവരുടെ പ്രാർത്ഥനകളെ കേട്ട് അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരുടെ ഹൃദയങ്ങളിലെ ആഗ്രഹം അവർക്ക് കൊടുക്കണമേ. കർത്താവെ, ഇന്ന് രാത്രിയിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ ഇന്ന് രാത്രിയുള്ള ഈ 3 യോഗങ്ങൾക്കായും ഞങ്ങൾ ഈ ചൂടുള്ള കെട്ടിടത്തിൽ ഇന്ന് രാത്രിയിലായിരിക്കുന്നത് മറ്റ് യാതൊരു ഉദ്ദേശത്തിനുമായിട്ടല്ല, എന്നാൽ അങ്ങയോട് കൂടുതൽ അടുത്ത് നടക്കുന്നതിനും കർത്താവെ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയുന്നതിനുമാണ്. യഹോവയെ കാത്തിരിക്കുന്നവൻ ശക്തിയെ പുതുക്കുമെന്ന് പ്രവാചകൻ പറഞ്ഞിരിക്കുന്നു. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. കർത്താവെ, നിന്നോട് അപേക്ഷയ്ക്ക് ശേഷം എങ്ങനെയാണ് കാത്തിരിക്കേണ്ടതെന്ന് ഞങ്ങളെ പഠിപ്പിക്കുകയും നീ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കുന്നുവെന്ന് വിശ്വസിക്കാനും നിനക്കിഷ്ടമുള്ളതായ സമയത്ത് നീ ഞങ്ങളുടെ അപേക്ഷകൾക്ക് ഉത്തരം ആ സ്വർണ്ണ പടികളിൽ കൂടെ സ്വർഗത്തിന്റെ ഇടനാഴിയിൽ കൂടെ നേരെ ഞങ്ങളുടെ പ്രാണനിലേക്ക് തരണമേ. അങ്ങനെ ഞങ്ങൾ അപേക്ഷിച്ചത് ഞങ്ങളിത് വിശ്വസിച്ച കാരണത്താൽ ഞങ്ങൾ പ്രാപിക്കുകയും ചെയ്യും. ഇന്ന് രാത്രിയിൽ ഞങ്ങളുടെ ചെവികളെ നിന്നെ കേൾക്കുന്നതിനായും ഞങ്ങളുടെ ഹൃദയങ്ങളെ നിന്നെ സ്വീകരിക്കുന്നതിനായും ശുദ്ധീകരിക്കണമേ. ഈ യോഗം തീർന്നു കഴിയുമ്പോൾ ഇമ്മാവുസിൽ നിന്നും വന്നവരെ പോലെ പറയാനിടയാക്കണമേ. അവൻ വഴിയിൽ നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയം ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ എന്നവർ പറഞ്ഞു. അവന്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. ഇന്ന് രാത്രിയിൽ തിരുവെഴുത്തിൽ കാണപ്പെടുന്ന യെശയ്യാവിന്റെ പുസ്തകത്തിൽ നിന്നും ഒരു ഭാഗം വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നാളെ കടലാസും മറ്റുമായിട്ട് വരിക എന്നുള്ളത് തീർച്ചയാക്കിക്കൊള്ളുക. ഒരു പാഠം എടുക്കുന്നതിന് വേണ്ടി ഞാനൊരു ബ്ലാക്ക് ബോർഡോ അല്ലെങ്കിൽ ഒരു വിവരണ പത്രമോ എടുക്കുന്നതാണ്. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങളത് വരച്ചെടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം നിങ്ങൾ വീട്ടിൽ ചെന്നെത്തിയ ശേഷം അതിനെക്കുറിച്ച് പഠിക്കാൻ കഴിയുന്നതാണ്. ഇന്ന് രാത്രിയിലേക്കുള്ള വിഷയത്തിന് വേണ്ടി യെശയ്യാവിന്റെ 6-ാം അധ്യായത്തിൽ നിന്നും കുറച്ച് വാക്യങ്ങൾ വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. I saw also the Lord sitting upon a throne, high and lifted up, and his train filled the temple. Above it stood the seraphim. Each one had 6 wings. With twain he covered his feet, and with twain he covered his feet, and with twain he did fly. And one cried unto another. ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവന്റെ വസ്ത്രത്തിന്റെ വിളമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. സാറാഫുകൾ അവന് ചുറ്റും നിന്നു. ഒരുത്തന് 6 ചിറകുകൾ ഉണ്ടായിരുന്നു. 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് അവർ കാൽ മൂടി, 2 കൊണ്ട് പറന്നു. ഒരുത്തനോട് ഒരുത്തൻ, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ, 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 സർവ്വഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്ത് പറഞ്ഞു. അവർ ആർക്കുന്ന ശബ്ദത്താൽ ഉമ്മരപ്പടികളുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി,
ആലയം പുക കൊണ്ട് നിറഞ്ഞു. അപ്പോൾ എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു. ഞാൻ ശുദ്ധിയില്ലാത്ത ആദരങ്ങളോടുള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത ആദരങ്ങളുള്ള ജനത്തിന്റെ നടുവിൽ വസിക്കുന്നു. എന്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ സാറാഫുകളിൽ ഒരുത്തൻ യാഗപീഠത്തിൽ നിന്നും കോടിൽ കൊണ്ടൊരു തീക്കനലെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് എന്റെ അടുക്കൽ പറന്നു വന്ന് അതെന്റെ വായ്ക്ക് തൊടുവിച്ചു. ഇതാ, ഇത് നിന്റെ അധരങ്ങളെ തൊട്ടതിനാൽ നിന്റെ ആകൃത്യം നീങ്ങി നിന്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകും എന്ന് ചോദിക്കുന്ന കർത്താവിന്റെ ശബ്ദം കേട്ടിട്ട് അടിയനിതാ, അടിയനെ അയക്കണമേ എന്ന് ഞാൻ പറഞ്ഞു. This is quite an undertaking when we think of what it's going to mean. യെശയ്യാവിന്റെ ഈ ദർശനത്തെ വായിച്ചിട്ട് എന്താണ് അത് അർത്ഥമാക്കുന്നതെന്ന് നാം ചിന്തിക്കുമ്പോൾ അതൊരുവിധം പ്രയത്നപരമായ ഒരു കാര്യമാകും. ഞാൻ യെശയ്യാവിനെ എല്ലായ്പ്പോഴും ഇഷ്ടപ്പെട്ടിരുന്നു. അവൻ പ്രവാചകന്മാരിൽ മുഖ്യനായ ഒരുവനാകുന്നു. യെശയ്യാവ് മുഴുവൻ വേദപുസ്തകവും എഴുതിയിരുന്നു. വേദപുസ്തകത്തിൽ 66 പുസ്തകങ്ങളുണ്ട്. യെശയ്യാവ് 66 അധ്യായങ്ങൾ എഴുതിയിരിക്കുന്നു. അവൻ സൃഷ്ടിയുടെ ആരംഭത്തിൽ തുടങ്ങുന്നു. തന്റെ പുസ്തകത്തിന്റെ മധ്യഭാഗത്ത് പുതിയ നിയമവും യോഹന്നാൻ സ്നാപനവും കൊണ്ടുവരുന്നു. കൂടാതെ 56ഉം 60ഉം അധ്യായങ്ങളിൽ അവൻ മഹത്തായ 1000 ആണ്ട് വാഴ്ചക്കാലത്തിൽ അവസാനിപ്പിക്കുന്നു. ഉത്പത്തിയിൽ കൂടെ പുതിയ നിയമത്തിൽ കൂടെ വെളിപാടിലേക്ക് വരുന്നു. യെശയ്യാവ് ഒരു മഹാനായ മനുഷ്യനായിരുന്നു. അവസാനം ഒരു രക്തസാക്ഷിയായിട്ട് വധശിക്ഷാർഹമായി മരിക്കപ്പെട്ടു. തിരുവെഴുത്തിലുള്ള ആത്മാവിൽ നിറയപ്പെട്ട എല്ലാ മനുഷ്യരും ഉപദ്രവിക്കപ്പെടുകയോ അല്ലെങ്കിൽ സംയുക്ത ഭരണപരമായ സർക്കാരിന്റെ കീഴിൽ വധിക്കപ്പെടുകയോ ചെയ്യുന്നു. അവരിൽ ഓരോരുത്തരെ കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയും. മോശയും എബ്രായ മക്കളും ദാനിയേലും യെശയ്യാവും മറ്റുമാകുന്നു. യെശയ്യാവിനെ അറക്കവാൾ കൊണ്ട് തുണ്ടം തുണ്ടമായി അറുത്തു. അതുപോലെ യോഹന്നാൻ സ്നാപകനും അപ്പോസ്തലന്മാരും എല്ലാവരും തന്നെ, യേശു സ്വയം തന്നെയും കൂടാതെ ഇവരെല്ലാവരും തന്നെ വധശിക്ഷയാലോ അല്ലെങ്കിൽ സംയുക്ത ഭരണപരമായ സർക്കാരിന്റെ ശിക്ഷയാലോ കൊല്ലപ്പെട്ടിരുന്നു. ഈ കാര്യങ്ങളെല്ലാം ഇതുപോലെ ഒരുമിച്ച് കൂടുന്നതിനനുസരിച്ച് ഈ വരുന്ന ദിവസങ്ങളിൽ അവരോടൊപ്പം കൂടുതൽ സാക്ഷികൾ അവിടെ ഉണ്ടായിരിക്കാൻ പോകുന്നതാണ്. നാം ഒത്തൊരുമിച്ച് നിൽക്കേണ്ടതായ ഒരു സമയം എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിപ്പോഴാണ്. റോമിൽ നടക്കുന്നതായ യോഗങ്ങളെക്കുറിച്ച് നിങ്ങൾ കേൾക്കുന്നുണ്ട് എന്ന് ഞാൻ ഊഹിക്കുന്നു. അവർക്കൊരു മഹത്തായ സമയം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. അവർ ഒരു ഉണർവ് തുടങ്ങാൻ പോകുകയാണ്. അത് തീർച്ചയായിട്ടും ലോകമെമ്പാടുമുള്ള ഉണർവായിരിക്കും. അതിനെക്കുറിച്ച് നാം 7 മുദ്രകളിൽ കാണുന്നതാണ്. ഇപ്പോൾ സ്വാധീനപ്പെടുന്നതിന്റെ ഈ വിഷയത്തിലേക്ക് നമുക്ക് തിരികെ വരാം. ഉസിയ രാജാവ് ഒരാട്ടിടയനായിരുന്നു. കൂടാതെ അവൻ കാടുകൾ വളരെ ഇഷ്ടപ്പെട്ടിരുന്നു. യെശയ്യാവിന്റെ പ്രവചന സമയത്ത് അവൻ വാഴ്ച ചെയ്തിരുന്നു. യെശയ്യാവ് പ്രവാചകന്മാരിൽ പ്രമുഖനായ മറ്റൊരുവരിൽ നിന്നും പഠിച്ചിരുന്നു. അത് സക്കറിയാവായിരുന്നെന്ന് ഞാൻ വിചാരിക്കുന്നു. അവനിൽ കൂടെയാണ് യെശയ്യാവ് ഗ്രഹിച്ചിരുന്നത്. യെശയ്യാവ് രംഗത്ത് വരുമ്പോൾ അവൻ ഒരു പ്രവാചകനായിരുന്നു. അങ്ങനെ യെശയ്യാവ് വിളിക്കപ്പെടുകയും അവൻ ഒരു പ്രവാചകനുമായിരുന്നു. പ്രവാചകന്മാർ വെറും മനുഷ്യരിൽ നിന്നും ഉണ്ടാക്കപ്പെടുന്നില്ല. പ്രവാചകന്മാർ പ്രവാചകന്മാരായിട്ട് ജനിക്കുകയാണ്. ജനങ്ങൾ പ്രവചിക്കുന്നതായ ഒരു പ്രവചനവരം സഭയിൽ ഉണ്ടാകാറുണ്ട്. ക്രിസ്തുവിന്റെ ശരീരത്തിലെ അംഗങ്ങളായിരിക്കുന്ന വളരെ പേർക്ക് അത് ചെയ്യാൻ കഴിയും. അത് പ്രേരണയാലാണ് സംഭവിക്കുന്നത്. എന്നാൽ സഭയിൽ ഒരു പ്രവാചകൻ ദൈവത്താലാണ് വയ്ക്കപ്പെടുന്നത്. പ്രവാചകന്റെ വരത്തോടുകൂടി മുൻനിർണയിക്കപ്പെടുകയാണ്. അല്ലെങ്കിൽ ഒരു പ്രവാചകനായിരിക്കുന്നതിനുള്ള വരത്തോടെയാണ്, ഒരു പ്രവചനക്കാരനായിട്ടല്ല. അങ്ങനെ ഈ ചെറുപ്പക്കാരൻ വാഴ്ച തുടങ്ങുന്നത് നാം കാണുന്നു. നിങ്ങൾ തിരുവെഴുത്തുകളിൽ ചിലത് കുറിച്ചെടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അത് ദിനവൃത്താന്തം 2-ാം പുസ്തകം 26-ാം അധ്യായമാണ്. ഉസിയ രാജാവിനെ അവന്റെ അപ്പനായ അമസ്യാവ് നിദ്ര പ്രാപിച്ച ശേഷം രാജാവാക്കിയെന്ന് വായിക്കാവുന്നതാണ്. അവനൊരു നീതിമാനായ മനുഷ്യനായിരിക്കെ യഹോവയെ വിട്ടുമാറുകയും തന്റെ സ്വന്തം ജനങ്ങളാൽ കൊല്ലപ്പെടുകയും ചെയ്തു. ഉസിയാവ് ഒരു രാജാവായിട്ട് അവന്റെ സ്ഥാനത്തെ എടുത്തു. അവൻ 16 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ബാലനായിരുന്നപ്പോൾ സിംഹാസനത്തിലേക്ക് അഭിഷേകം ചെയ്യപ്പെട്ടു. അവനൊരു ബാലനായിരുന്നു എന്നിരിക്കെ തന്നെയും അവൻ രാജാവായിരിക്കേണ്ടതിനുള്ള നിരയിലായിരുന്നു. അങ്ങനെ അവൻ അത് നല്ലവണ്ണം ചെയ്തു. ദൈവഭയത്തോടു കൂടിയ അമ്മയും അപ്പനും അവനുണ്ടായിരുന്നു എന്ന് വേദപുസ്തകം നമ്മോട് പറയുന്നു.
And he could be nothing പ്രകാരമുള്ള else, സ്വാധീനതയിൽ ഒരു ദൈവഭയത്തോടു കൂടിയ ബാലനായിരിക്കാതെ അവന് മറ്റ് യാതൊന്നിനും കഴിഞ്ഞിരുന്നില്ല. because that അതെന്തുകൊണ്ടാണെന്നാൽ എല്ലാ സമയത്തും അവന്റെ മുമ്പിൽ വയ്ക്കപ്പെട്ടിരുന്നത് അത് തന്നെയായിരുന്നു. ഞാൻ എന്താണ് ചിന്തിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? എല്ലാവർക്കും അവരുടേതായ സ്വന്തം അഭിപ്രായങ്ങളുണ്ട്. But one of the greatest, and to my opinion, എന്റെ അഭിപ്രായം അനുസരിച്ച് നമ്മുടെ ദേശത്തുണ്ടായിട്ടുള്ളതിലും വെച്ച് ഏറ്റവും മഹാനായ രാഷ്ട്രപതി അബ്രഹാം ലിങ്കൺ ആയിരുന്നു. not because he was a Republican, but because he was അദ്ദേഹം ഒരു ജനാധിപത്യവാദിയായിരുന്നതിനാലല്ല, എന്നാൽ അദ്ദേഹം ദൈവഭയത്തോടു കൂടിയ ഒരു മനുഷ്യനായിരുന്നു. and he was raised അങ്ങനെ ദൈവത്തെ സേവ ചെയ്യുന്നതിനു വേണ്ടി അവൻ വളർത്തപ്പെട്ടു. and he said അദ്ദേഹം പറഞ്ഞു, എന്തെങ്കിലും പ്രശംസാർഹമായിട്ട് ഞാൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്നതായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്റെ ജീവിതം സ്വാധീനപ്പെട്ടതായിട്ട് ഉണ്ടെങ്കിൽ, അതെന്നെ പ്രാർത്ഥിക്കാനും യേശുവിനെ അറിഞ്ഞുകൊണ്ട് അവനെ എന്റെ രക്ഷിതാവായിട്ട് സ്വീകരിക്കാനും പഠിപ്പിച്ച എന്റെ ദൈവഭക്തിയുള്ള മാതാവാകുന്നു. ഓ, നിങ്ങൾ എന്താണോ അത് നിങ്ങളുടെ കുടുംബമാണ്. നിങ്ങളുടെ മക്കളെ ഒരു പ്രത്യേക പരിസ്ഥിതിയിൽ നിങ്ങൾ വളർത്തുന്നു. നിങ്ങൾ ആ കുട്ടിയെ തെറ്റായ വഴിയിൽ നടത്തുകയാണെങ്കിൽ അതിന് 90% ശരിയായ വഴിയിലാകുന്നതിന് നല്ല അവസരം കിട്ടുന്നില്ല. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക. അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. അവരെ ശരിയായി വളർത്തിക്കൊണ്ടുവരിക. ശരിയായ കാര്യങ്ങൾ ചെയ്യുന്നതിനായി നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കുക. അവരോട് സത്യസന്ധമായും അവർ സ്കൂളിലായിരുന്നാൽ പോലും നേരായും വൃത്തിയായും ഇരിക്കുക. പലപ്പോഴും കുട്ടികൾ തമ്മിൽ ഒരാൾ മറ്റൊരാളിന്റെ പകർത്തി എഴുതുന്നതിന് വിധേയമാകുകയും അങ്ങനെ അവർ സ്കൂളിൽ ഇപ്രകാരം മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. എന്നാൽ നിങ്ങൾ സ്വയമായിട്ടത് മനസ്സിലാക്കുകയാണെങ്കിൽ അതാണ് നല്ലതെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ നല്ല മാർക്കുകളോടുകൂടിയ പേപ്പറിനെ നിങ്ങൾക്ക് തന്നെ അഭിനന്ദിക്കാൻ കഴിയുന്ന എന്തെങ്കിലും ഒന്നാകുന്നു. നാളെ നിങ്ങൾക്കൊരു പരീക്ഷയുണ്ടെങ്കിൽ രാത്രി മുഴുവനും അവിടെയും ഇവിടെയും ഓടി നടന്നിട്ട് രാവിലെ എഴുന്നേറ്റിരുന്ന് ചിന്തിക്കും, ഇന്ന ആളിന്റെ അടുക്കൽ ഞാൻ പോയിരിക്കും, അവൻ മിടുക്കനാണ്, എന്നിട്ട് എനിക്ക് അവരെ നോക്കി പകർത്തി എഴുതാവുന്നതാണ്. പ്രഭാത ഭക്ഷണത്തിന് വേണ്ടി ഡാഡി രാവിലെ സമയം നന്ദി പറയുന്നതിന് മുമ്പ്, ഡാഡി എന്നെ പ്രാർത്ഥനയിൽ ഓർക്കണമേ, എനിക്കിന്ന് രസതന്ത്രത്തിന്റെ പരീക്ഷയുണ്ട്, അല്ലെങ്കിൽ അതുപോലെ എന്തായിരുന്നാലും എന്ന് പറയുക. അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, ദൈവമേ ജോണിനെയും മേരിയെയും അവരുടെ പരീക്ഷയിൽ നിന്ന് നീ അനുഗ്രഹിക്കണമേ എന്ന് ഡാഡി പറയും. അത് ആ പ്രവണതയെ മാറ്റിക്കളയും എന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ. ഓർക്കുക, വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ നാം എന്ത് തന്നെ അപേക്ഷിച്ചാലും നമുക്കത് ലഭിക്കും. വിശ്വസിക്കുന്നവരാൽ എല്ലാം സാധ്യമാണ് എന്ന് യേശു പറഞ്ഞു. നിങ്ങൾ യാചിക്കാത്തതിനാൽ നിങ്ങൾക്ക് കിട്ടുന്നില്ല, നിങ്ങൾ യാചിക്കുന്നില്ല എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ വിശ്വസിക്കുന്നില്ല. നിങ്ങൾ അധികമായിട്ട് അപേക്ഷിപ്പീൻ, നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും വണ്ണം നിങ്ങൾക്ക് ലഭിക്കും എന്നവൻ പറഞ്ഞു. ഞാനത് ഇഷ്ടപ്പെടുന്നു. നമ്മുടെ ഉപദേശങ്ങൾ നേരാണ്. നല്ല കാര്യം പറയുക, നല്ലതായ കാര്യം ചെയ്യുക, നല്ല കാര്യം ചിന്തിക്കുക, എപ്പോഴും നല്ല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. അതിനെക്കുറിച്ച് ഒരു ചെറിയ മുദ്രാവാക്യം എന്റെ പക്കലുണ്ട്. നന്മ ചെയ്യുക, അത് ദൈവത്തോടുള്ള നിങ്ങളുടെ കടമയാണ്. നല്ല കാര്യം ചിന്തിക്കുക, അത് നിങ്ങളോട് തന്നെ സ്വയമായിട്ടുള്ള നിങ്ങളുടെ കടമയാണ്. എങ്കിൽ നിങ്ങൾ നന്മയുള്ളവരായിരിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. ഒരേ സമയത്ത് കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും പോകാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. അതുപോലെ ഒരേ സമയത്ത് തന്നെ ശരിയായിട്ടും തെറ്റായിട്ടും പോകാൻ നിങ്ങൾക്ക് കഴിയില്ല. അതിനെക്കുറിച്ച് നിങ്ങൾ എത്രമാത്രം ചിന്തിച്ചാലും നിങ്ങൾ വേറെ വഴിയിലാണ് പോകുന്നത്. നിങ്ങൾ പടിഞ്ഞാറോട്ട് യാത്ര ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കിഴക്കോട്ടല്ല പോകുന്നത്. അങ്ങനെ ഈ ചെറുപ്പക്കാരനായ രാജാവ് തന്റെ പിതാവിനാൽ സ്വാധീനപ്പെട്ടിട്ട് അവൻ ഒരു യൗവനക്കാരനായിരുന്നപ്പോൾ ഇസ്രായേലിനെ ദൈവത്തിന്റെ വിധികളിൽ നടക്കുന്നതിനായി പഠിപ്പിച്ചു. എന്നാൽ അവന്റെ ജീവന്റെ അവസാന നാളുകളിൽ പെട്ടെന്നൊരിക്കൽ അവൻ ദൈവത്തിന് വിരോധമായി പഠിപ്പിക്കാൻ തുടങ്ങി. അവന്റെ സ്വന്തം ജനങ്ങളാൽ തന്നെ അവൻ കൊല്ലപ്പെട്ടു. ഇത് കണ്ടാൽ ഉസിയാവിന് ഇതിനെപ്പറ്റി ഒരു മഹത്തായ പാഠമായിരിക്കുന്നത് പോലെയുണ്ട്. എന്നാൽ ഉസിയാവ് വാഴ്ച തുടങ്ങിയപ്പോൾ അവൻ തന്റെ പിതാവ് ചെയ്തതുപോലെയൊക്കെയും ചെയ്യാൻ തുടങ്ങി. ദൈവത്തിന്റേതായ കാര്യങ്ങളെ തിരികെ കൊണ്ടുവരികയും ഇസ്രായേലിനെ ദൈവത്തെ ആരാധിക്കുന്നതിനായി തിരികെ കൊണ്ടുവരികയും ചെയ്തു. അങ്ങനെ അവൻ സ്വയം അവനെ തന്നെ ശക്തനാക്കി. കൂടാതെ അവന്റെ യൗവനകാലത്തിന് വേണ്ടി ഞാൻ എല്ലായ്പ്പോഴും നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം ഒരിക്കലും അവൻ എന്തെങ്കിലും രാഷ്ട്രീയപരമായ കാര്യങ്ങളോ മറ്റോ ചെയ്തിട്ടില്ല. രാഷ്ട്രീയത അവനെതിരായിട്ടുണ്ടായിരിക്കാം, എന്നിരിക്കലും അവൻ നേരെ ദൈവത്തോടൊപ്പം തന്നെയായിട്ട് നടന്നു. അത് യൗവനക്കാരനായ പ്രവാചകനെ അത്രമാത്രം പുളകം കൊള്ളിച്ചിട്ട് അവൻ അവന്റെ ഒരു വീരനായി തീർന്നു. അവൻ പ്രവാചകനായ യെശയ്യാവിന് ഒരു ഉദാഹരണമായിരുന്നു. യെശയ്യാവ് അവനോടൊപ്പം താമസിക്കുന്നതിനായി രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് പോയി. അവൻ അവനെ അകത്തേക്ക് വിളിക്കുകയും അവൻ യെശയ്യാവിനെ ഇഷ്ടപ്പെട്ടിരുന്നു. യെശയ്യാവ് ചെറുപ്പക്കാരനായിരുന്നു. കൂടാതെ അവർ തമ്മിൽ ആത്മമൃത്തങ്ങളായിരുന്നു.
അങ്ങനെ അവൻ അവിടേക്ക് പോകുമ്പോൾ രാഷ്ട്രീയക്കാരായ ചിലർ മനുഷ്യർ വന്നിട്ട് പറയും, we must do so and so. നാമും ഇന്ന പ്രകാരം ചെയ്തിരിക്കണം. അപ്പോൾ ഉസിയാവ് ആദ്യം കർത്താവിനെ തേടിയിരുന്നു. Lord, is it your കർത്താവെ, will that ഞങ്ങൾ we do ഇന്ന such പ്രകാരം and ചെയ്യുന്നത് അത് നിന്റെ ഇഷ്ടമാണോ? such? God, give us a president like that. ദൈവമേ, ഞങ്ങൾക്ക് അപ്രകാരമുള്ള പ്രസിഡന്റുമാരെ തരണമേ. അത് മാത്രമല്ല, പ്രാസംഗികരെയും നൽകണമേ. Seek first the kingdom of God and His മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടൊപ്പം ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. ഇതൊരു മഹത്തായ സ്വാധീനതയായിരിക്കണം. കാരണം യെശയ്യാവ് അവനെ സ്നേഹിച്ചിരുന്നു. എന്തുകൊണ്ടെന്നാൽ അവനൊരു മഹാനായ മനുഷ്യനായും കൂടാതെ ദൈവത്തിനു വേണ്ടി ഉറപ്പായും ദൃഢമായും നിന്നിരുന്നത് അവൻ കണ്ടിരുന്നു. നിങ്ങൾക്കറിയാമോ, നാം ജീവിക്കുന്ന ദിവസങ്ങളിലും നാം ചെയ്യുന്നതായ കാര്യങ്ങളിലും ഓരോ പ്രാവശ്യവും പൊതുജനങ്ങൾ പാസ്റ്റർ ജീവിക്കുന്ന രീതിയും നോക്കുന്ന രീതിയും മാത്രമല്ല നോക്കുന്നത്, എന്നാൽ അവർ സാമാന്യ ജനങ്ങളെ നോക്കുന്നു എന്ന കാര്യം ഓർത്തുകൊള്ളുക. സഭയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതെത്രമാത്രം മോശമായ കാര്യമായിട്ട് കാണുന്നു. ചിലപ്പോൾ പാസ്റ്റർ ഒരു പ്രത്യേക സംഘടനയിൽ അല്ലെങ്കിൽ ഒരു സംഘത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നുവെങ്കിൽ ഈ സംഘടന അദ്ദേഹത്തെ ഒരു പ്രത്യേക സഭയിലേക്ക് അയക്കുന്നു. ചിലപ്പോൾ ആ പാസ്റ്ററിന്റെ കൈകൾ സഭാ സംഘടനയാൽ കെട്ടപ്പെട്ടതായിരിക്കാം. എന്നാൽ ആ പ്രിയ വ്യക്തി കർത്താവിനെ സേവ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അപ്രകാരം പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നതിനാൽ സഭാ സംഘടനയിൽ കൂടി മാത്രമാണ് അവനത് ചെയ്യാൻ കഴിയുന്നതെന്ന് അവൻ വിചാരിക്കുന്നു. തിരുവചന പ്രകാരമുള്ള കാര്യങ്ങളെ അവൻ അഥവാ പ്രസംഗിക്കുകയാണെങ്കിൽ സഭ അവനെ വോട്ട് ചെയ്ത് പുറത്താക്കി കളയും. അപ്പോൾ സുവിശേഷം പ്രസംഗിക്കുന്നതിന് അവനൊരു അവസരം കിട്ടുകയില്ല എന്നവൻ ഭയപ്പെടുന്നു. എന്നാൽ ഇന്ന് നമുക്ക് പ്രസംഗപീഠത്തിൽ ആവശ്യമായിരിക്കുന്നത് ഉസിയാവിനെ പോലെയുള്ളവരായ ജനങ്ങളാണ്. അവന്റെ സഭയുടെ രാഷ്ട്രീയം എന്തു തന്നെയായിരുന്നാലും അല്ലെങ്കിൽ മറ്റെന്തിന്റെങ്കിലും രാഷ്ട്രീയമായിരുന്നാലും അതൊരു കാര്യമല്ല. അവൻ ദൈവത്തിന്റെ കൈകളിൽ കൂടി വരുന്നു. യഹോവ പ്രകാരം അരുളി ചെയ്യുന്നു എന്നുള്ള കാര്യം കണ്ടുകിട്ടുന്നത് വരെയും അവൻ കാത്തിരിക്കുകയും അതിനുശേഷം അത് ചെയ്യുകയും ചെയ്തു. അവന്റെ പ്രായത്തിലുള്ള ആ ചെറുപ്പക്കാരനായ പ്രവാചകൻ അവനോടൊപ്പം മന്ദിരത്തിലായിരുന്നു. അവർ ഒരുമിച്ച് കൂടിയിരുന്ന് പ്രാർത്ഥിക്കുകയും ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്ന് ചോദിച്ചറിയുകയും ചെയ്തിരുന്നു എന്നുള്ളതിൽ സംശയമില്ല. അതിനുശേഷം അത് തിരുവെഴുത്തിലെ വ്യവസ്ഥകളുമായിട്ട് താരതമ്യപ്പെടുത്തി നോക്കുമായിരുന്നു. അങ്ങനെ അത് ശരിയായിട്ട് കണ്ടിരുന്നുവെങ്കിൽ ഉസിയാവ് അത് നടപ്പാക്കുമായിരുന്നു. അതിൽ കൂടി രാഷ്ട്രീയതയെ അവൻ കുറ്റം വിധിച്ചിരുന്നു. അതുപോലെയുള്ളവരെ ദൈവം നമുക്ക് കൂടുതലായി തരട്ടെ. അത് യെശയ്യാവിനെ പുളകം കൊള്ളിച്ചിരുന്നു. കാരണം അവനൊരു പ്രവാചകനായി ജനിച്ചിരുന്നു. ഊസിയ യെശയ്യാവിന് ഒരു കഥാനായകനായി തീർന്നു. അത് ദൈവത്തോടുള്ള അവന്റെ ഉറച്ച നിൽപ്പിന്റെ കാരണത്താലായിരുന്നു. നീതിമാന്മാരുടെ കണ്ണിന് മുമ്പിലും അവനൊരു കഥാനായകനായിരുന്നു. അവിടെ ധാരാളം നീതിമാന്മാർ ഉണ്ടായിരുന്നില്ലായിരുന്നിരിക്കാം. എന്നാൽ നാം എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ജീവനെ ദൈവത്തിനു വേണ്ടി പരിഗണനയിലാക്കുക എന്ന കാര്യമാണ്. ആരോ നിങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ആരുടെയോ കാര്യത്തെപ്പറ്റി ഞാൻ പറയുകയായിരുന്നു. നമ്മുടെ സമീപത്തായിട്ടുള്ള ഒരു വലിയ സഭാ സംഘടനയിൽ അവർക്കൊരു നൃത്ത സംഗീത മേളയുണ്ടായിരുന്നു. അവർ രാവിലെ ഏകദേശം 1 മണി വരെ നൃത്തം ചെയ്തുകൊണ്ടിരുന്നു. നമ്മുടെ കൂടാരത്തിലേക്ക് വന്നിരുന്ന ആരെയോ അവർ പരിഹസിക്കുകയായിരുന്നു. നമുക്കൊരു സംഘടനയില്ലാത്തതിനാൽ ഇവിടേക്ക് വരുന്നവരായ ആളുകൾ ഹോളി റോളേഴ്സ് ആണെന്ന് അവർ പറഞ്ഞിരുന്നു. അതെനിക്കൊരു അവസരം തന്നിരുന്നു. എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുമല്ലോ. ആ ചെറുപ്പക്കാരിയായ മഹിള അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞതിൽ യാതൊരു സംശയമില്ല. എന്നാൽ സത്യം എന്താകുന്നുവെന്ന് അവൾക്കറിയാൻ മാത്രം കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്നുള്ളതാണ് കാര്യം. കഴിഞ്ഞ കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് ഞാൻ മലകളിലായിരുന്നു. അവിടെ നിന്ന് ഞാൻ തിരികെ വീട്ടിലേക്ക് വരുമ്പോൾ ഞങ്ങൾ, അതായത് ഞാനും എന്റെ കുടുംബവും സ്വല്പം വിശ്രമിക്കുന്നതിന് വേണ്ടി തിരികെ പോയിരുന്നു. കർത്താവ് അനുവദിക്കുന്ന പക്ഷം അടുത്ത ആഴ്ചയിൽ ഞങ്ങൾ വീണ്ടും പോകുന്നതാണ്. അവിടെ വെച്ച് ഒരു രാത്രിയിൽ ഞാനൊരു ദർശനം കണ്ടു. അത് വളരെ അഴകേറിയ സുന്ദരിയായ ഒരു ചെറുപ്പക്കാരിയായ സ്ത്രീ ഓടുന്നതായിരുന്നു. അവളുടെ കൈകൾ ഇവിടെയായിട്ട് വെച്ചുകൊണ്ട് ആ സുന്ദരിയായ സ്ത്രീ ഹൃദയസ്തംഭനത്താൽ മരിക്കുകയായിരുന്നു. അങ്ങനെ അവൾ അവിടെ വീഴുകയും മരിച്ചു പോവുകയും ചെയ്തിരുന്നു. കർത്താവിന്റെ ദൂതൻ എന്നോട് പറഞ്ഞു, ഇതിനെക്കുറിച്ച് നീ കേൾക്കുമ്പോൾ അവൾ ആത്മഹത്യ ചെയ്തതായിട്ട് അവർ പറയാൻ പോവുകയാണ്. എന്നാൽ അവൾ ഹൃദയസ്തംഭനത്താലാണ് മരിച്ചിരിക്കുന്നതെന്ന് നീ ഓർക്കുക. ഇപ്പോൾ 4 മണിയോട് അടുത്തിരിക്കുന്നു. അതുകൊണ്ട് നീ 4 മണിക്കായിരുന്നു എന്ന് പറയുക. എന്നിട്ട് അവൻ എന്നെ വിട്ടുപോയി. കന്നുകാലികളെ പാലനം ചെയ്തിരുന്നവർ താവളമടിച്ചിരുന്ന ഈ സ്ഥലത്തുള്ള കുടുംബത്തെ ഞാൻ ഉണർത്തിയില്ല. രാത്രിയിൽ അവിടേക്ക് ഞങ്ങൾ തിരികെ പോകുന്നതാണ്. ഞാൻ അവരെ രാവിലെ വരെ ഉറങ്ങാൻ അനുവദിച്ചു. എന്നിട്ട് അടുത്ത ദിവസം രാവിലെ ഞാൻ അതിനെ വ്യക്തമാക്കി. വളരെ ആകർഷതയോടുകൂടിയ ഒരു ചെറുപ്പക്കാരിയായ സ്ത്രീ ഹൃദയസ്തംഭനത്താൽ മരിക്കാൻ പോവുകയാണ് എന്ന് ഞാൻ പറഞ്ഞു.
And on the road out 2 ദിവസം കഴിഞ്ഞ് വഴിയിൽ വെച്ച് അത് റേഡിയോയിൽ കൂടെ കേൾക്കപ്പെട്ടു. ഈ യുവതി, എനിക്ക് അവളുടെ പേര് ഓർക്കാൻ കഴിയുന്നില്ല, അതെ മൺറോ എന്നാണ്, അതെ ശ്രീമതി മൺറോ ആയിരുന്നു. അത് അവളുടെ വേദിയിലുള്ള പേരായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ എന്ത് തന്നെയായിരുന്നാലും അവരുടെ പേര് മറ്റെന്തോ ആയിരുന്നു. അവൾ മരിച്ചു പോകുകയും അവൾ ആത്മഹത്യ ചെയ്തുവെന്നും അവർ പറഞ്ഞിരുന്നു. അതിനെക്കുറിച്ച് ഞാൻ എത്രമാത്രം പറഞ്ഞാലും അത് യാതൊരു വ്യത്യാസം ഉളവാക്കുന്നില്ല. അവർ അപ്പോഴും അവൾ ആത്മഹത്യ ചെയ്തുവെന്നേ പറയുകയുള്ളൂ. എന്നാൽ അതായിരുന്നില്ല, അവൾ ഹൃദയസ്തംഭനത്താൽ മരിക്കുകയായിരുന്നു. കൂടാതെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അവൾ കൈകൊണ്ട് ഫോൺ എടുക്കാൻ ശ്രമിച്ചിരുന്നതായിട്ടും ഫോൺ അവളുടെ കയ്യിലുമായിരുന്നു. അവൾ ഒരു ഹൃദയസ്തംഭനത്താലാണ് മരിച്ചത്. ഉറക്ക ഗുളികൾ അവിടെ ഉണ്ടായിരുന്നുവെന്നവർ പറഞ്ഞു. അത് ചിലപ്പോൾ 1 മാസമോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ സമയമായിട്ട് ആ കുപ്പിയിൽ നിന്നും അവൾ ഉപയോഗിച്ചിരുന്നിട്ടുണ്ടാകാം. അവൾ ഹൃദയസ്തംഭനത്താൽ മരിക്കുകയും ഏകദേശം 4 മണിക്കോ അല്ലെങ്കിൽ 4 മണിക്ക് 5 നിമിഷങ്ങൾ മുമ്പോ ആണ് കൃത്യമായിട്ടും അവൾ മരിച്ചിരുന്നത്. ഒരു മാസികയിൽ ഞാൻ അവളുടെ ജീവകഥ വായിച്ചിരുന്നു. അവൾ നിയമാനുസൃതമല്ലാതെ ജനിച്ച ഒരു കുട്ടിയായിരുന്നു. എപ്രകാരം അവൾ വളരെയധികം പാത്രങ്ങൾ കഴുകുകയും അവളുടെ മാതാവ് ഒരു ഭ്രാന്താലയത്തിലുമായിരുന്നു. എന്നാൽ അവൾ ലോകത്തിൽ വെച്ച് ഏറ്റവും സമ്പൂർണമായ ശരീരഘടനയോടുകൂടിയ സ്ത്രീയായിരുന്നു എന്ന് ഞാൻ ഊഹിക്കുന്നു. കാശ് കൊടുത്ത് വാങ്ങിക്കാൻ കഴിയാത്തതായ എന്തോ ഒന്നിനു വേണ്ടി അവൾ അതിയായി ആഗ്രഹിച്ചിരുന്നു. എനിക്ക് അവളുടെ അടുക്കൽ എത്താൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിച്ചിരുന്നു. അവൾക്ക് എന്താണ് ആവശ്യമായിരുന്നതെന്ന് എനിക്കറിയാമായിരുന്നു. അവിടെയാണ് നിങ്ങൾ. ചിലപ്പോൾ പേരും പെരുമയുമുള്ള സഭയിലെ അംഗങ്ങളായിരിക്കാം. അവിടെ പ്രസിദ്ധിയാർജിച്ച ഹോളിവുഡും എല്ലാവിധമായ പുറംപകിട്ടോടുകൂടിയതുമായ ആഡംബരങ്ങൾ ഉണ്ടായിരിക്കാം. എന്നാൽ അവൾ ചെയ്തിരുന്നതിൽ നിന്നും വ്യത്യസ്തമായി യാതൊന്നും അവർ ചെയ്തിരുന്ന് ജീവിച്ചിരുന്നില്ല എന്നവൾക്ക് കാണാൻ കഴിയുമായിരുന്നു. അതിനുവേണ്ടി അതൊരു സ്വാധീനത എടുക്കുന്നു. അത് ജനങ്ങളുടെ ഇടയിൽ ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തി എടുക്കുന്നു. അതിൽ കൂടെ ക്രിസ്തു ഒരു കെട്ടിടത്തിൽ തൂക്കിയിട്ടിരിക്കുന്ന പ്രതിമയിലെന്ന് കാണുകയും എന്നാൽ അവൻ ജീവനുള്ളവനായിട്ട് പരിശുദ്ധാത്മാവിന്റെ രൂപത്തിലായും പുരുഷനിലും സ്ത്രീയിലും സമാധാനത്തെയും സംതൃപ്തിയെയും സന്തോഷത്തെയും കൊണ്ടുവന്ന് ജീവിക്കുന്നുവെന്നും കാണുന്നു. ആ യൗവനക്കാരിയായ സ്ത്രീ ലോകത്തിൽ നിന്നും പോകുന്നതിന് മുമ്പ് നമുക്ക് അവളുടെ അടുക്കൽ എത്തിച്ചേരാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. ഇപ്പോൾ ഇത് സ്വാധീനമാണ്. ഉസിയായുടെ ജീവിതം ഈ പ്രവാചകനെ എത്രമാത്രം സ്വാധീനപ്പെടുത്തുകയും കൂടാതെ ഉസിയാവ് മതിലുകൾ നിർമ്മിക്കുകയും സ്വയം തന്നെ ബലവാനാക്കുകയും ചെയ്തതായി നാം കാണുന്നു. കൂടാതെ അവർക്ക് അവകാശപ്പെട്ടിരുന്നതായ ഭൂമിയെ ഫിലിസ്തീയരുടെ കൈകളിൽ നിന്നും മറ്റും വിടുവിച്ച് തിരികെ കൊണ്ടുവരികയും ചെയ്തിട്ട് അങ്ങനെ അവന്റെ കീർത്തി മിസ്രൈം വരെ എത്തുക പോലും ചെയ്തു. രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ ശലോമോനെ ഒഴിച്ച് മറ്റാരുടെയും കീർത്തി ഉസിയാവിന്റെ അത്രയും പരന്നതായിട്ടില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ. എന്തുകൊണ്ടായിരുന്നു അത്? കാരണം അവനൊരു മാതൃകയായിരുന്നു. അവൻ ദൈവത്തോടൊപ്പം നിന്നു. അവന്റെ ജനങ്ങൾ എന്ത് തന്നെ വിചാരിച്ചിരുന്നാലും മറ്റാരെങ്കിലും എന്ത് തന്നെ വിചാരിച്ചാലും അവനതൊരു കാര്യമാക്കിയില്ല. അവനെ സ്വാധീനപ്പെടുത്തുന്നതിനായുള്ള രാഷ്ട്രീയക്കാരുടെ ശ്രമങ്ങളെയും കാര്യമാക്കിയില്ല. എന്നാൽ അവൻ വചനത്തോടൊപ്പം തന്നെ നിൽക്കുകയും ദൈവം അവനെ അനുഗ്രഹിക്കുകയും ചെയ്തു. അത് യൗവനക്കാരനായ പ്രവാചകന് ഒരു വലിയ സഹായമായിരുന്നു. ദൈവത്തിന്റെ വചനത്തോട് സത്യമായിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യനെ ദൈവം അനുഗ്രഹിക്കുന്നു. ഒരുപക്ഷെ അവൻ പ്രസിദ്ധി ആർജിച്ചില്ലെന്നിരിക്കാം, എന്നാൽ അവൻ അനുഗ്രഹിക്കപ്പെട്ടവനായിരിക്കും. ബാക്കിയുള്ള ജനങ്ങളെ പോലെയാകാൻ ആഗ്രഹിക്കുന്നുവോ അതോ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവനാൻ ആഗ്രഹിക്കുന്നുവോ എന്നുള്ള തീരുമാനം ജനങ്ങൾക്ക് എടുക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ സ്വന്തം തീരുമാനമെടുക്കാൻ കഴിയും. നിങ്ങൾ ബാക്കിയുള്ള ജനങ്ങളെ പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. എന്നാൽ നിങ്ങളുടെ എല്ലാവിധ ആഗ്രഹങ്ങളെയും ദൈവത്തിങ്കിലേക്ക് തിരിക്കുക. അപ്പോൾ നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും. അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞതുപോലെ നിങ്ങൾ ആരെയാണ് സേവിക്കാൻ പോകുന്നതെന്ന് ഇന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കേണ്ടിയിരിക്കുന്നു. നിന്റെ സൃഷ്ടാവിനെ എല്ലായ്പ്പോഴും ആദ്യമായിട്ട് ഓർത്തുകൊള്ളുക. എന്നാൽ ഈ രാജാവ് വളരെ മഹാനായ ഒരു മനുഷ്യന്റെ സ്ഥാനത്തെത്തിയപ്പോൾ തന്റെ രാജ്യത്തെ നീതിമാന്മാരെയും യെശയ്യാവിനെയും സ്വാധീനപ്പെടുത്തിയിട്ട് അവൻ സ്വന്തമായ സുരക്ഷയിലെത്തിയിരിക്കുന്നു എന്ന മനോഭാവത്തോടുകൂടി ഒരു സ്ഥാനത്തെത്തിച്ചേർന്നു. അവിടെയാണ് നിങ്ങൾ തെറ്റ് ചെയ്യുന്നത്. അവിടെയാണ് വളരെയധികം നീതിമാന്മാരായ മനുഷ്യർ ലജ്ജയുടെ പൊടി തിന്നുന്നതും പരാജയത്തിന്റെ പൊടി തിന്നുന്നതും. അതെന്തുകൊണ്ടാണെന്നാൽ അവർ ആത്മസുരക്ഷയുടെ മനോഭാവത്തിൽ എത്തിയിരിക്കുന്നതിനാലാണ്. ക്രിസ്തുവിന് വേണ്ടി വളരെ സമയം കൊണ്ട് ഞാൻ ജീവിക്കുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങുന്നു. അവൻ എന്തു തന്നെ നിങ്ങളുടെ മുമ്പിൽ വെച്ചിരുന്നാലും അതൊരു കാര്യമല്ല. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിലും അല്ലെങ്കിലും നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾ എടുക്കും. നിങ്ങൾക്ക് ദൈവത്തെ തുടർച്ചയായിട്ട് സേവ ചെയ്യേണ്ടിയിരിക്കുന്നു. 10 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ എന്തായിരുന്നു എന്നുള്ളത് ഒരു കാര്യമല്ല, നിങ്ങൾ ഇപ്പോൾ എന്താകുന്നു എന്നതാണ് കാര്യം. ഈ രാജാവ് സ്വയം തന്റെ ഉള്ളിൽ അപ്രകാരം ചിന്തിക്കുന്ന ഒരു സ്ഥാനത്തെത്തിയിട്ട് അവൻ നിഗളിച്ചു. അഭിമാനം അവന്റെ ഹൃദയത്തിൽ കടന്നുകൂടി. അത് തന്നെയാണ് നമുക്ക് സംഭവിക്കുന്നത്.
ഇത് വെളിപ്പെടുത്തുന്നതിനായി ഞാൻ ഉപയോഗിക്കുന്ന ആശയത്തെ നിങ്ങൾ ക്ഷമിക്കുകയാണെങ്കിൽ ഈ ദേശം മുഴുവൻ നമ്മുടെ സഭകൾക്ക് പറ്റിയിരിക്കുന്ന കാര്യവും അത് തന്നെയാണ്. വളരെ നല്ലവരായ ആളുകളാണ് അവിടെ ഉള്ളത്. ലോകത്തിൽ ഏറ്റവും നല്ലവരായ ചിലർ ആ സഭകളിലേക്ക് പോകുന്നു. ലോകത്തിൽ വെച്ച് ഏറ്റവും നല്ലവരായ ആളുകൾ അവിടേക്ക് പോകുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നാൽ എന്താണ് പറ്റിയിരിക്കുന്നതെന്നാൽ ഈ സംഘടനാ സമ്പ്രദായം നിഗളിക്കപ്പെട്ടിരിക്കുന്നു. അതാണ് മെത്തഡിസ്റ്റിന് സംഭവിച്ചിരിക്കുന്നത്. അത് തന്നെയാണ് ബാപ്റ്റിസ്റ്റിനും സംഭവിച്ചിരിക്കുന്നത്. അത് തന്നെയാണ് നാസറിനും സംഭവിച്ചിരിക്കുന്നത്. പിൽഗ്രിം ഹോളിനെസ്സിനും പെന്തിക്കോസ്തുകാർക്കും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് അവരോട് യാതൊന്നും പറയാൻ കഴിയാതെ വണ്ണം നികളവും സ്വന്തം ഇഷ്ടവും സ്വന്തമായ കേന്ദ്രീകരിക്കലും പ്രൗഢതയിലും അവർ ആയിരിക്കുന്നു. അവരുടെ ഹൃദയങ്ങളിലേക്ക് കടക്കാൻ ദൈവത്തിനൊരു വഴി കിട്ടുന്നില്ല. അതെന്തുകൊണ്ടാണെന്നാൽ ഞങ്ങൾക്കെല്ലാം അറിയാം, ആരും ഞങ്ങൾക്ക് യാതൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എന്നായി തീരുമ്പോഴാണ്. അവർക്ക് തന്നെ ചുറ്റുമായി ഇതുപോലെയുള്ള വാദവിവാദങ്ങൾ സഹോദരന്മാരോട് കൂടി ഉണ്ടാക്കുന്നതിനാൽ അവരുടേതായ മതവിശ്വാസങ്ങൾ അവർ തന്നെ ചുറ്റുമായി അവർ ഉണ്ടാക്കുന്നു. അങ്ങനെ അവർ ചെയ്യുമ്പോൾ അവർ ദൈവത്തെ പിന്നിലായിട്ട് തള്ളിക്കളയുന്നു. അത് തന്നെയാണ് ഡോക്ടർമാർക്ക് സംഭവിക്കുന്നത്. അവർ അത്രമാത്രം സ്വാർത്ഥ തൽപരരായിട്ട് അവർക്ക് ദൈവത്തിൽ നിന്നും യാതൊരു സഹായവും ആവശ്യമില്ലാതെ ആയിരിക്കുന്നു. അങ്ങനെ ഒന്ന് എന്നെ മൂഢനാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിന്ന് ദൈവത്തെ വിട്ടുകളയുമ്പോൾ നിങ്ങൾ എന്നെയും വിട്ടുകളയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ എല്ലായ്പ്പോഴും ദൈവത്തെ ആദ്യം ഓർത്തിരിക്കണം. അങ്ങനെ അവൻ നിഗളിക്കപ്പെട്ടു. പള്ളിയിൽ പോകാൻ തുടങ്ങുന്നതായ ഒരു കൂട്ടം ജനങ്ങളുടെ കുടുംബത്തെ നിങ്ങൾക്കെടുക്കാം. ആ ചെറിയ കുടുംബത്തെ ദൈവം സൗഖ്യമാക്കും. അവൻ അവരെ അനുഗ്രഹിക്കുകയും അവരുടെ ജീവിതങ്ങളിൽ പരിശുദ്ധാത്മാവിനെ നൽകുകയും ചെയ്യുന്നു. മേശയ്ക്ക് ചുറ്റുമായിരുന്ന കുട്ടികൾ പ്രാർത്ഥിക്കുകയും അവർ കിടക്കയിൽ പോകുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അമ്മയും അപ്പനും കൈകൾ കോർത്തു പിടിച്ച് പ്രാർത്ഥിക്കും. അപ്രകാരം അവർ തുറന്നുകൊണ്ടിരിക്കുന്നിടത്തോളം അവർ ഒരു കുടുംബമായിട്ട് നിൽക്കും. എന്നാൽ അവർക്ക് യാതൊന്നുമില്ല. ഒരുപക്ഷെ ഒരു പഴയ ഇരുമ്പിച്ച കാറിൽ അവർ എല്ലായിടത്തും പോയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നടന്നു പോയിട്ടുണ്ടായിരിക്കാം. അവസാനം അവർക്കൊരു നല്ല കാർ കിട്ടുകയും ഒരു നല്ല വീട് കിട്ടുകയും ചെയ്തു. അതിനുശേഷം ആദ്യത്തെ കാര്യം എന്താണ് നടക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? അത് നല്ല തരത്തിൽപ്പെട്ട ആൾക്കാരെന്ന് ലോകം വിളിക്കുന്നവരായ ജനങ്ങളുടെ കൂടെ ഒത്തുചേരാൻ പിന്നെ അവർ ആഗ്രഹിക്കുന്നു. അവർ വ്യത്യസ്തരായ അയൽവാസികളുടെ അടുക്കലേക്ക് പോകാൻ തുടങ്ങിയും അവിടെ വെച്ച് അവർ തെറ്റായ സ്വാധീനതയാൽ സ്വാധീനപ്പെടുന്നതായി നാം കാണുന്നു. നിങ്ങൾ എല്ലായ്പ്പോഴും ദൈവരാജ്യം എവിടെയാണോ അവിടെയും ദൈവത്തിന്റെ മഹിമ ഒഴുകപ്പെടുന്നിടത്തും മാത്രം നിന്നിരിക്കണം. രാവും പകലും ആത്മീയമായി പോഷിക്കപ്പെടുന്നിടത്ത് നിൽക്കുക. അപ്പോൾ ആദ്യമായിട്ട് നടക്കുന്ന കാര്യം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അത് വീടുകളിൽ വേർപെടുത്തലുകൾ വരികയും ലൗകികത വന്നു കൂടുകയും അങ്ങനെ അവർ നിഗളിക്കപ്പെടുകയും ചെയ്യുന്നു. ഉസിയാവ് അങ്ങനെ ചെയ്തു. അവൻ അധികം പ്രൗഢതയോടെ നിഗളിക്കുക തന്നെ ചെയ്തു. അവൻ എന്താണ് ചെയ്യാൻ ശ്രമിച്ചിരുന്നതെന്ന് ഇപ്പോൾ നാം കാണുന്നു. അവൻ അവന്റെ ഹൃദയത്തിൽ നിഗളിച്ചപ്പോൾ വാസ്തവമായിട്ടും എന്താണ് അവന് കിട്ടിയത്? ദിനവൃത്താന്തം 2-ാം പുസ്തകത്തിന്റെ 26-ാം അധ്യായത്തിൽ അതിനെപ്പറ്റി തിരുവെടുത്ത് നമ്മോട് പറയുന്നത് നാം കാണുന്നു. അവൻ ധൂപപീഠത്തിന്മേൽ ധൂപം കാട്ടുവാൻ ധൂപകലശവും എടുത്തുകൊണ്ട് യഹോവയുടെ ആലയത്തിലേക്ക് കടന്നു ചെല്ലുന്നതായി നാം കാണുന്നു. അങ്ങനെ അവൻ ചെയ്തപ്പോൾ യഹോവയുടെ 80 പുരോഹിതന്മാർ അവന്റെ പിന്നാലെ ചെന്നിട്ട് പറഞ്ഞു, നീ അത് ചെയ്യരുത്, നീ ലംഘനമാണ് ചെയ്യുന്നത്, നീ ഒരു പുരോഹിതനല്ല, നീ ഒരു രാജാവാകുന്നു, നീ ശുശ്രൂഷകനല്ല എന്ന് അവനോട് പറഞ്ഞു. എന്നാൽ അവൻ കോപിച്ചുകൊണ്ട് തടുത്തു കയറി. അവന്റെ കോപം ജ്വലിച്ചിട്ട് അവൻ ധൂപകലശം കത്തിച്ചു വിടുകയും ചെയ്തു. അവൻ കോപിച്ചുകൊണ്ട് അവിടെ നിൽക്കുമ്പോൾ തന്നെ ദൈവം അവനെ കുഷ്ഠരോഗത്താൽ ബാധിക്കുകയും ഒരു കുഷ്ഠരോഗിയായി അവൻ മരിക്കുകയും ചെയ്തു. അവർക്ക് അവനെ ആലയത്തിൽ നിന്നും പുറത്താക്കി കളയേണ്ടി വന്നു. അവിടെയാണ് ഇപ്പോൾ നമുക്കൊരു പാഠം ആവശ്യമായിരിക്കുന്നത്. ദൈവം അഭിവൃദ്ധിയായി ഈ മനുഷ്യനെ ആഗ്രഹിച്ചു. എന്നാൽ അവൻ അതുകൊണ്ട് സംതൃപ്തനായിരുന്നില്ല. അവൻ മറ്റാരുടെയോ സ്ഥാനമെടുക്കാൻ ആഗ്രഹിച്ചിരുന്നു. പരിശുദ്ധക്കാരനായ അർഷോ പറഞ്ഞിരുന്നതുപോലെ നിങ്ങൾക്ക് യാതൊന്നുമായിരിക്കാൻ കഴിയുകയില്ല. നിങ്ങൾ അദ്ദേഹത്തെ ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ. 68 വർഷങ്ങൾ കൊണ്ട് അദ്ദേഹം മുടന്തനായിരുന്നിട്ട് ഇവിടെയുള്ള ഒരു യോഗത്തിൽ വെച്ച് അദ്ദേഹം സുഖം പ്രാപിച്ചു. അദ്ദേഹം അമേരിക്കയുടെ ഒരു പരിശുദ്ധക്കാരനായ മനുഷ്യനായിരുന്നു. നിങ്ങൾക്കായിരിക്കാൻ കഴിയാത്ത യാതൊന്നും തന്നെ നിങ്ങൾക്കായിരിക്കാൻ കഴിയുകയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് അത് ഏകദേശം സത്യമാണ്. അതുകൊണ്ട് ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നിടത്ത് തന്നെ നിങ്ങൾക്ക് നിൽക്കേണ്ടിയിരിക്കുന്നു. അവനൊരു രാജാവായിരുന്നിടത്തോളം അവൻ ജനങ്ങൾക്കൊരു അനുഗ്രഹമായിരുന്നു. എന്നാൽ അവനൊരു ശുശ്രൂഷകനാണെന്ന് വിചാരിച്ചപ്പോൾ ദൈവം തന്നെ അനുഗ്രഹിക്കുന്നതിനാൽ താൻ ആഗ്രഹിക്കുന്നത് എന്തും തനിക്ക് കഴിയുമെന്ന് അവൻ ഓർത്തു.
എന്നാൽ ഒരു രാജാവായിട്ട് അവൻ ജനങ്ങൾക്കായി ഒരു അനുഗ്രഹമായി തീർന്നു. എന്നാൽ ഒരു ശുശ്രൂഷകന്റെ സ്ഥാനത്ത് എടുക്കാൻ അവൻ ശ്രമിച്ചപ്പോൾ അവൻ ജനങ്ങൾക്കൊരു ശാപമായി തീർന്നു. ഇത് നമുക്ക് ധാരാളമായിട്ടൊന്നുണ്ട്. എല്ലാവരും പന്തെടുക്കാൻ ആഗ്രഹിക്കുന്നു. ഇത് കാൽപന്തുകളിയുടെ കാലമായിരിക്കും. നിങ്ങളൊരു പന്തുകളിയിലായിരിക്കുമ്പോൾ ആ പന്ത് കൈവശമുള്ളതായ വ്യക്തിയുടെ കയ്യിൽ നിന്നും അത് എടുത്തു മാറ്റാൻ ശ്രമിക്കുകയല്ല നമുക്ക് ചെയ്യാനായിട്ടുള്ളത്. എന്നാൽ ആ മനുഷ്യനെ സംരക്ഷിക്കാണ് ചെയ്യാൻ ശ്രമിക്കേണ്ടത്. അവന് സുരക്ഷ കൊടുക്കുക. അവൻ മുൻപോട്ട് പോകാൻ ഇടയാകട്ടെ. നാം ഒരു ഗോൾ അടിക്കാൻ ശ്രമിക്കുകയാണ്. മനസ്സിലായില്ലേ? എന്നാൽ ഒരു രാജാവ് അത്രമാത്രം പരിശീലനം ലഭിക്കാത്ത ഒരു മനുഷ്യനെ പോലെ പന്തുരുട്ടിക്കൊണ്ടുപോയി ഗോൾ അടിക്കുന്നതിനെ നിങ്ങൾക്കൊന്ന് ചിന്തിച്ചു നോക്കാമോ? അതുകൂടാതെ തന്റെ വിപരീതപക്ഷമായ ശത്രുവിനെ വീഴ്ത്താൻ ശ്രമിക്കുന്നതിന് പകരം നിങ്ങളുടെ സ്വന്തം പക്ഷത്തുള്ള മനുഷ്യൻ തന്നെ ആ പന്തെടുത്തുകൊണ്ട് പോകുന്നതിന് പകരം എല്ലാവരും കൂടി അവന്റെ കയ്യിൽ നിന്നും പന്തെടുക്കാൻ ശ്രമിക്കുന്നുവെന്ന് ചിന്തിച്ചു നോക്കാമോ? അതിനാൽ നിങ്ങൾ പരാജയപ്പെട്ടു പോകാൻ ബാധ്യസ്ഥനാകുന്നു. അതേ കാര്യം തന്നെയാണ് ഇന്ന് നമുക്കുള്ളത്. ദൈവം രംഗത്തേക്ക് ഇറങ്ങി വന്നിട്ട് ഒരു പ്രത്യേക കാര്യത്തെ അനുഗ്രഹിക്കാൻ പോകുന്നത് നാം കാണുമ്പോൾ നമ്മുടെ എല്ലാ ശത്രുക്കളെയും നമുക്ക് അതിൽ നിന്നും അകറ്റിക്കളയാം. നമ്മുടെ സ്വാധീനതയെ പണിയായുധം പോലെ ഉപയോഗിക്കുക. വെറും ഓട്ടക്കാരനല്ലാതെ. എന്നാൽ ഈ ആയുധങ്ങളാണ് ഓട്ടക്കാരനെ സംരക്ഷിക്കുന്നത്. അങ്ങനെ അവൻ പന്തുരുട്ടിക്കൊണ്ട് പോകാൻ ഇടയാകട്ടെ. കാരണം അവിടെ പ്രതിപക്ഷമില്ല. എല്ലാമായിട്ട് നിങ്ങൾക്ക് ചെയ്യാനുള്ളത് മുന്നോട്ട് ഓടിക്കൊണ്ടിരിക്കുക മാത്രമാണ്. നാം പിടിച്ചു പോരാടുന്നവരായിരിക്കണം. പൂർണ്ണ സുവിശേഷ വാണിജ്യക്കാർക്ക് വേണ്ടി ഞാൻ ലോകത്തെല്ലായിടത്തും അവർ സംഘടിപ്പിക്കുന്ന യോഗങ്ങളിൽ ഞാൻ സംസാരിക്കാറുണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അധിക നാളുകളായിട്ടില്ല. എന്നാൽ ഇത് ജമൈക്കയിലെ കിങ്സ്റ്റണിൽ വെച്ചായിരുന്നുവെന്ന് ഞാൻ വിചാരിക്കുന്നു. അവിടെ വെച്ച് യോഗത്തിൽ കാസ്ട്രോയും മറ്റും ബാക്കിയുള്ളവരും ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഞങ്ങൾ ഈ യോഗത്തിന് വേണ്ടി അവരുടെ അടുക്കലേക്ക് പോയിരുന്നു എന്നാണ്. ആ ദ്വീപിൽ ഉണ്ടായിരുന്ന പ്രസിദ്ധരായ എല്ലാ ആൾക്കാരും അവിടെ ഉണ്ടായിരുന്നു. അവിടെ വെച്ച് ഈ വാണിജ്യക്കാർ സുവിശേഷം പ്രസംഗിക്കാൻ ശ്രമിക്കുകയായിരുന്നു. അവൻ തന്റെ സ്ഥാനത്ത് നിന്നും പുറത്തായിരുന്നു. പ്രാസംഗികരായി ഞങ്ങൾക്കത് നേരെയാക്കി വെക്കുന്നതിനായി കഷ്ടിച്ച സമയമുണ്ടായിരുന്നുള്ളൂ. കൂടാതെ തീരെ കുറഞ്ഞ സ്വാധീനത മാത്രമാണ് അവർക്ക് കൊടുക്കാൻ കഴിഞ്ഞിരുന്നത്. ഈ രീതിയിലും ആ രീതിയിലുമുള്ള എല്ലാ സമ്പ്രദായങ്ങളും കൂടി അത്രമാത്രം സന്ദേഹപ്പെടുത്തിയിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാൻ പാടില്ലാതെയായിരുന്നു. പലപ്പോഴും ഒരു ചെറിയ സഭയിൽ ഒരു ഉണർവ് തുടർച്ചയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ആരെങ്കിലും പോയിട്ടൊരു പ്രാർത്ഥനയുടെ യോഗത്തെ നയിക്കാൻ ആഗ്രഹിക്കും. അപ്പോൾ യഥാർത്ഥത്തിൽ തിരുവെടുത്ത് പറയുന്നതിൽ നിന്നും വ്യത്യസ്തമായ ഒരു ആശയം അവന് കിട്ടിയിട്ട് അതവൻ ആ രീതിയിൽ തന്നെ വിശ്വസിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവനൊരു സ്വാധീനത തുടങ്ങിയിട്ട് ജനങ്ങളെ അതിൽ നിന്ന് മാറ്റിക്കളയാൻ തുടങ്ങുന്നു. എന്നാൽ നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ളത് ഈ സന്ദേശം അത് പോകുന്നതായ രീതിയിൽ തന്നെ അതിനെ സംരക്ഷിക്കുകയാണ്. അതോടൊപ്പം തന്നെ നിൽക്കുകയും നാം ഗോൾ അടിക്കുന്നതിന് വേണ്ടി പോവുകയാണെങ്കിൽ മറ്റെല്ലാ കാര്യങ്ങളെയും അതിൽ നിന്നും അടിച്ചു പുറത്താക്കുന്നതുമാണ് നല്ലത്. സഹോദരന്മാരെ, എന്തോ ഒരു കാര്യം തെറ്റായിട്ടുണ്ട് എന്ന് ഞാൻ അവരോട് പറഞ്ഞു. നിങ്ങൾ വാണിജ്യക്കാരായ ആളുകളാണ്. ആദ്യത്തെ കാര്യം തന്നെ പറഞ്ഞാൽ ഇതിനെ സമീപിക്കേണ്ടത് എങ്ങനെയെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. ഈ ശുശ്രൂഷയെ സമീപിക്കേണ്ടത് എങ്ങനെയെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. കാരണം ശുശ്രൂഷ എന്നത് ദൈവവിളിയാലുള്ള ഒരു ദാനമാണ്. ദൈവം തന്റെ സഭയിൽ ചിലരെ അപ്പസ്തോലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. അത് സഭയെ സമ്പൂർണ്ണതയിൽ എത്തിക്കുന്നതിന് വേണ്ടിയാണ് നിയമിച്ചിരിക്കുന്നത്. വാണിജ്യക്കാരൻ സാക്ഷ്യപ്പെടുത്തിയിരിക്കണം. സ്ത്രീകളും കുടുംബിനെയും നിങ്ങൾ ആരുടെയെങ്കിലും വീട്ടിൽ ദാസിയായിരുന്നാൽ തന്നെയും അതൊരു കാര്യമല്ല. എന്നാൽ സാക്ഷ്യം കൊടുത്തിരിക്കണം. ദൈവരാജ്യത്തിന് വേണ്ടി നിങ്ങൾ കഴിയുന്നതെല്ലാം ചെയ്യുക. എന്നാൽ നിങ്ങളുടെ സ്വന്തമായ ആശയങ്ങളെ ഒരിക്കലും ഇതിൽ കുത്തിവെക്കരുത്. ഈ സന്ദേശം എന്താണോ പറയുന്നത് അത് തന്നെ പറയുകയും അങ്ങനെ മുൻപോട്ട് തുടരുകയും ചെയ്യുക. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്കൊരു സ്വാധീനത ഉണ്ടായിരുന്നിരിക്കാം. ദൈവം നിങ്ങളെ വിളിക്കാത്തതുവരെ ഇത് പ്രസംഗിക്കാൻ ശ്രമിക്കരുത്. എന്നാൽ നിങ്ങളുടെ സാക്ഷ്യവുമായിട്ട് നേരെ നിന്നുകൊള്ളുക. കാരണം നിങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ തെറ്റായ വകുപ്പിൽ ചെന്നപ്പെടുകയും പിന്നെ നിങ്ങൾ എല്ലാം കൂടി കൂട്ടിക്കൊടുക്കുകയും ചെയ്യുന്നു. അതാണ് കാര്യം. അത് ദൈവത്തെ യാതൊരു വിധത്തിലും പ്രസാദപ്പെടുത്തുന്നില്ല. അതിവിടെ തെളിയിക്കുന്നു. ആലയത്തിലെ ശുശ്രൂഷകർ അവനെ തടയുകയും സത്യം എന്താണെന്ന് പറയുകയും ചെയ്തപ്പോൾ നീ തെറ്റാണ് ചെയ്യുന്നതെന്നും ദൈവം അത് അഹരോന്റെ പിന്തുടർച്ചക്കാർക്കായിട്ട് വെച്ചിരിക്കുന്നുവെന്നും അവർ മാത്രമാണ് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ശുദ്ധീകരിക്കപ്പെട്ടവർ എന്നുമുള്ള സത്യം അവനോട് അവർ പറയാൻ ശ്രമിച്ചു. അത് മാത്രമായിരുന്നു അവർക്ക് ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. അവർ ഇതിനു വേണ്ടി സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ഒരു രാജാവ് എത്രമാത്രം നീതിമാനായിരുന്നാലും എത്രമാത്രം ദൈവം അനുഗ്രഹിച്ചിരുന്നാലും അതൊരു കാര്യമല്ല. ധൂപം കാട്ടുവാൻ അവന് യാതൊരു അവകാശവുമില്ല. അവൻ പുരോഹിതന്റെ സ്ഥാനത്ത് എടുക്കുകയായിരുന്നു. അതവൻ ചെയ്തുകൂടായിരുന്നു. അങ്ങനെ അവൻ തടുക്കപ്പെട്ടപ്പോൾ അവൻ കോപിക്കുകയും അങ്ങനെ അവൻ കോപിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവന്റെ നെറ്റിമേൽ കുഷ്ഠം പൊങ്ങി.
അവന് കുഷ്ഠരോഗം പിടിപെടുകയും ധൂപകലശത്തെ അവിടെ ഇട്ടിട്ട് അവൻ ആലയത്തിൽ നിന്നും പുറത്താക്കപ്പെടുകയും ചെയ്തു. trying to impersonate. മറ്റാരെയോ അനുകരിക്കാൻ ശ്രമിക്കുകയായിരുന്നു. നാം അത് ചെയ്യരുത്. അവന്റെ കോപത്തിൽ അവൻ തെറ്റ് ചെയ്യുകയും അവൻ രോഗിയാകുകയും ചെയ്തു. ഓ, ഇത് തീർച്ചയായിട്ടും ഈ യൗവനക്കാരനായ പ്രവാചകന് ഒരു പാഠമായിരുന്നു. To see now, no matter how great the ഒരു man മനുഷ്യൻ was, എത്ര മഹാനായിരുന്നാലും അതൊരു കാര്യമല്ല. അവൻ വിളിക്കപ്പെട്ടിരിക്കുന്നിടത്ത് തന്നെ അവന് നിൽക്കേണ്ടിയിരിക്കുന്നു. ഞാൻ പറയുന്ന ഈ കാര്യങ്ങൾ ടേപ്പിലായിക്കൊണ്ടിരിക്കുന്നുവെന്നും ഇത് ലോകമെങ്ങും പോകുന്നുവെന്നും ഞാൻ മനസ്സിലാക്കുന്നു. ഇത് കാടുകളിലേക്കും കാട്ടുജാതികളുടെ ഇടയിലേക്കും അങ്ങനെ എല്ലായിടത്തേക്കും പോകുന്നു. ഇന്ന് രാത്രിയിലത്തെ ഈ സന്ദേശം വ്യത്യസ്ത ഭാഷകളിലേക്ക് പരിഭാഷ ചെയ്യപ്പെടും. but I say this with all my എന്നാൽ heart. ഇത് ഞാൻ എന്റെ പൂർണ്ണ ഹൃദയത്തോടെ പറയുകയാണ്. നിങ്ങളൊരു പ്രത്യേക സംഘടനയിൽ എന്തുകൊണ്ടാണ് ചേരാത്തതെന്ന് വളരെ പേർ എന്നോട് ചോദിക്കും. പെന്തക്കോസ്തുകാരോട് കൂടെ നിങ്ങൾ എന്തുകൊണ്ടാണ് ചേരാത്തത്? ഈ കൂട്ടരോടൊപ്പം നിങ്ങൾ എന്തുകൊണ്ടാണ് പോകാത്തത്? ഈ ചെറിയ ചെറിയ കാര്യങ്ങളെ നിങ്ങൾ അങ്ങനെ പോകാൻ എന്തുകൊണ്ടാണ് അനുവദിക്കാത്തത്? എനിക്കതെങ്ങനെ ചെയ്യാൻ കഴിയും? I've got to stay എനിക്ക് ആ with സന്ദേശവുമായിട്ട് that തന്നെ message. നിൽക്കേണ്ടിയിരിക്കുന്നു. When the angel of the Lord appeared, നിങ്ങളിത് കാണുന്നത് പോലെ കർത്താവിന്റെ ദൂതൻ നദിക്കരയിൽ വെച്ചൊരു വെളിച്ചത്തിൽ പ്രത്യക്ഷപ്പെടുകയും അത് സത്യമാണെന്ന് ഗവൺമെന്റിനാലും മറ്റെല്ലാവിധ കാര്യങ്ങളാലും ശാസ്ത്രത്താലും ശാസ്ത്രീയ ഗവേഷണങ്ങളാലും തെളിയിക്കപ്പെട്ടിരിക്കുന്നു. and he told me to ഈ വചനത്തോടൊപ്പം തന്നെ നിന്നുകൊള്ളണം എന്നവൻ എന്നോട് പറഞ്ഞിരുന്നു. അങ്ങനെയായിരിക്കുമ്പോൾ ഒരു മതവിശ്വാസത്തിന് വേണ്ടി എനിക്ക് എങ്ങനെ അത് കൈമാറ്റം ചെയ്യാൻ കഴിയും? if those men അത് ചെയ്യുന്നതിന് വേണ്ടി ജനങ്ങൾ അവിടെ ആയിരിക്കുന്നുവെങ്കിൽ അവർ അത് ചെയ്തു കൊള്ളട്ടെ. is called to എന്നാൽ വചനം പ്രസംഗിക്കപ്പെടുന്നതിനായിട്ട് നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. don't compromise. ഇതുമായിട്ട് ഒത്തുതീർപ്പ് നടത്തരുത്. വചനത്തോടൊപ്പം നിന്നുകൊള്ളുക. So now you see, അതുകൊണ്ട് ഇപ്പോൾ മറ്റെന്തെങ്കിലും ചെയ്യുന്നതിന് വേണ്ടി ഒത്തുതീർപ്പ് നടത്താൻ ശ്രമിക്കുന്നത് അപകടകരമായ കാര്യമാണെന്നുള്ളതിന്റെ കാരണം നാം കാണുന്നു. അല്ലെങ്കിൽ നിങ്ങൾ സ്വയം തന്നെ നിങ്ങളുടെ ഉള്ളിൽ നിഗളിച്ചിട്ട് പറയാൻ ശ്രമിക്കുകയാണെങ്കിൽ, അതായത് എനിക്കിത് ചെയ്തിട്ട് കൂടുതൽ കാശുണ്ടാക്കാൻ കഴിയും, കൂടാതെ എനിക്കിത് ചെയ്യാൻ കഴിയും, സഹോദരന്മാരെല്ലാം എന്നോട് യോജിക്കും, I can compromise on this. എനിക്ക് ഈ വചനത്തോടൊപ്പം ഒത്തുതീർപ്പ് ചെയ്യാൻ കഴിഞ്ഞിട്ട് 99% ശുശ്രൂഷകരും എന്നോടൊപ്പം ചേർന്നിട്ട് അത് കൊള്ളാം, അത് നന്നായിരിക്കുന്നുവെന്ന് പറയും. I know now. എനിക്കറിയാം വളരെ പേരും അതിനെ ഇപ്പോൾ അപ്പവും മീനും എന്ന് വിളിക്കുന്നു. Seeing the people healed. ജനങ്ങൾ സൗഖ്യമാക്കപ്പെടുന്നതും ഹൃദയ വിവേചനങ്ങളും ദൈവത്തിന്റെ ശക്തിയും മറ്റും വെളിപ്പെട്ടവർ കാണുന്നു. They get you അങ്ങനെ there. അവരുടെ സഭകളിലേക്ക് ജനങ്ങളെ കിട്ടുന്നതിന് വേണ്ടി അവർ നിങ്ങളെ കൊണ്ടുപോയിട്ട് യോഗങ്ങൾ നടത്തുന്നു. But when it comes to എന്നാൽ വചനത്തോടൊപ്പം ഒത്തുചേരേണ്ടിയ സമയം വരുമ്പോൾ അവർ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു. you can't do that. നിനക്കത് ചെയ്യാൻ കഴിയില്ല. വചനത്തോടൊപ്പം നിൽക്കുക. Now, this was a lesson to this young prophet. ഈ ചെറുപ്പക്കാരനായ പ്രവാചകൻ ഇതൊരു പാഠമായിരുന്നു. അതായത് അവൻ എന്തായിരിക്കാൻ ശ്രമിച്ചാലും തനിക്കുള്ള വിളിയിൽ തന്നെ നിന്നിരിക്കണം. Oh my. He learned മനുഷ്യനോടുള്ള ദൈവത്തിന്റെ കൽപ്പനയെ അവൻ മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. God's order to മനുഷ്യൻ man തന്റെ സ്ഥാനത്ത് തന്നെ നിൽക്കുക എന്നതാണ് ദൈവത്തിന്റെ മനുഷ്യനോടുള്ള കൽപ്പന. സ്ത്രീകൾ അവർക്ക് നൽകപ്പെട്ടിരിക്കുന്ന സ്ഥാനത്ത് തന്നെ നിൽക്കുക എന്നതാണ് ദൈവത്തിന്റെ സ്ത്രീകളോടുള്ള കൽപ്പന. നിങ്ങൾക്ക് പുരുഷന്റെ സ്ഥാനത്ത് എടുക്കാൻ കഴിയുകയില്ല. അവർ അത് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ അത് ചെയ്യരുത്. പുരുഷൻ സ്ത്രീയുടെ സ്ഥാനം എടുക്കരുത്. സ്ത്രീകളെ പോലെ വസ്ത്രധാരണം ചെയ്യരുത്. അതുപോലെ സ്ത്രീകൾ പുരുഷനെ പോലെ വസ്ത്രധാരണം ചെയ്യരുത്. അങ്ങനെ ചെയ്യുന്നത് തെറ്റാണെന്ന് വേദപുസ്തകം പറയുന്നു. The Bible says a woman that puts on a garment. പുരുഷന്റെ വസ്ത്രം ധരിക്കുന്ന സ്ത്രീ നിന്റെ ദൈവമായ യഹോവയ്ക്ക് വെറുപ്പാക്കുന്നുവെന്ന് വേദപുസ്തകം പറയുന്നു. എന്നാൽ ഒന്ന് മറ്റൊന്നിൽ നിന്ന് കഷ്ടിച്ച വ്യത്യസ്തമായിട്ട് ഇന്ന് പറയാൻ കഴിയുകയുള്ളൂ. Now, how you going to do but just അതിനെതിരായിട്ട് ശബ്ദമുയർത്തുക മാത്രമല്ല, അത് എങ്ങനെയാണ് നിങ്ങളത് ചെയ്യുക എങ്കിൽ നിങ്ങളത് ചെയ്യുമ്പോൾ did you see this? ഇന്ത്യാനയിൽ ഈ ആഴ്ച നടന്ന കോടതി വിധിയെക്കുറിച്ച് നിങ്ങൾ കണ്ടിരുന്നുവോ? എന്തൊരു ലജ്ജാകരമായ കാര്യമാകുന്നു. Less than 15 years ago. ഏകദേശം 15 വർഷങ്ങൾക്ക് മുമ്പ് പോർട്ട് ഫോർട്ടിലുള്ള ഒരു കുടുംബം, അവരിൽ ചിലർ ഇന്ന് രാത്രിയിൽ ഇവിടെ സന്നിഹിതരാണെന്ന് ഞാൻ വിചാരിക്കുന്നു, They sent a little girl home from school സ്കൂളിൽ നിക്കർ ധരിച്ചുകൊണ്ട് പോയതിനാൽ ഒരു പെൺകുട്ടിയെ അവർ തിരികെ പറഞ്ഞയച്ചു. and said, this week they're trying to sue and put out of the school, and they did it. ഈ ആഴ്ചയിൽ അവർ സ്കൂളിൽ നിക്കർ ധരിച്ചുകൊണ്ട് വരാൻ പറഞ്ഞതിനെ നിഷേധിച്ച ഒരു പെൺകുട്ടിയെ സ്കൂളിൽ നിന്നും പുറത്താക്കുകയും കേസ് കൊടുക്കുകയും ചെയ്തു. നമ്മുടെ ദേശത്തിന് എന്താണ് കുഴപ്പം പറ്റിയിരിക്കുന്നത്? I thought this ഇത് was സ്വാതന്ത്ര്യത്തിന്റെ ദേശമാണെന്ന് ഞാൻ വിചാരിച്ചു. I thought we had നമുക്ക് a right മതസ്വാതന്ത്ര്യമുണ്ടെന്ന് ഞാൻ വിചാരിച്ചു. This father stood up and said, "It's ഞങ്ങളുടെ കുട്ടികൾ നിക്കർ ധരിക്കുന്നത് ഞങ്ങളുടെ മതവിശ്വാസത്തിന് എതിരായിട്ടുള്ള കാര്യമാണെന്ന് ഈ പിതാവ് എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു. 16 17 വയസ്സുള്ള ഞങ്ങളുടെ പെൺകുട്ടികൾ നിക്കർ ധരിക്കുക എന്നത് ഞങ്ങളുടെ മതവിശ്വാസത്തിന് വിപരീതമാകുന്നു. അവർ ആ കുട്ടിയെ സ്കൂളിൽ നിന്നും ബഹിഷ്കരിക്കുകയും പുറത്താക്കുകയും ചെയ്തു. I understand that everybody that won't agree and come into the international ഇന്ന് അവർ രൂപവൽക്കരിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടായ്മയുടെ ലോകപരമായ യോജനയിൽ യോജിക്കാത്ത എല്ലാവരെയും to put unite all churches കൂടാതെ സഭകളെ തമ്മിൽ ഒന്നാക്കിയിട്ട് സംയുക്ത സഭാസമിതിയും that all that won't come in and unite അതിലേക്ക് കടന്നു വന്ന് യോജിക്കാത്ത എല്ലാത്തിനും വേണ്ടി അവർ ഒരു ചെറിയ സംസ്ഥാനം ഉണ്ടാക്കിയാണ് അവരെ അലാസ്കയിലേക്ക് അയക്കാൻ പോവുകയാണ്. You might as well get ready for cold weather. തണുത്ത കാലാവസ്ഥയ്ക്ക് വേണ്ടി നിങ്ങൾ തയ്യാറായിട്ടുണ്ടാകാം, കാരണം അത് കടന്നു വരുന്നത് പോലെ കാണുന്നു. So what a disgrace. എന്തൊരു അപമാനമാണിത്. My lifelong friend Jim Poole
എന്റെ ജീവകാല സ്നേഹിതനായ ജിം പോളിന്റെ മകൻ ഇന്ന് രാത്രിയിൽ ഇവിടെ നിൽക്കുന്നു. അവന്റെ പിതാവ് കടന്നു വന്ന് അവൻ ചെയ്തത് തന്നെ അദ്ദേഹം ചെയ്യാനും ഞാൻ ആശിക്കുന്നു. ഞങ്ങൾ ടെലിഫോണിൽ കൂടെ സംസാരിക്കുകയായിരുന്നു. വാർത്തകളെ പ്രക്ഷേപിക്കുന്ന ആളെയോ അതോ മറ്റാരെയെ കുറിച്ച് അദ്ദേഹം പറയുകയായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. അതാരെക്കുറിച്ചായിരുന്നുവെന്ന് ശരിക്കും ഞാൻ ഓർക്കുന്നില്ല. അത് ഇപ്രകാരം പറഞ്ഞിരുന്നു, അതായത് അമേരിക്കക്കാരായ ജനങ്ങൾ ആഴ്ചയിൽ ഒരു വട്ടം കുളിക്കുകയും എല്ലാ ദിവസവും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ എല്ലാ ദിവസവും അവർ കുളിക്കുകയും ആഴ്ചയിൽ ഒരു ദിവസം മാത്രം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞിരുന്നു. ഞാനത് കുളിക്കാതെ തന്നെ ചെയ്തിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ നാം എത്രമാത്രം അധപ്പതിച്ചിരിക്കുന്നുവെന്ന് ഇത് കാണിക്കുന്നു. ഈ ദേശത്തിന് എന്താണ് പറ്റിയിരിക്കുന്നത്? ഏകദേശം 5 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഒഹായോയിലായിരിക്കുകയും എനിക്ക് അവിടെ ഒരു യോഗവും ഉണ്ടായിരുന്നു. ആ സ്ഥലത്തിന്റെ പേരെന്തായിരുന്നു? എവിടെയായിരുന്നു യോഗം നടത്തിയിരുന്നത്? ചട്ടാക്കോ ആയിരുന്നു. ഞാൻ ഹോട്ടലിൽ ഇരുന്നു കൊണ്ട് ഒരു വാർത്താ പ്രക്ഷേപണം ശ്രദ്ധിക്കുകയായിരുന്നു. അതിൽ ഇപ്രകാരം പറഞ്ഞിരുന്നു, സ്വാതന്ത്ര്യത്തിന്റെ പൂവ് ഇന്ന് ഉച്ചയ്ക്ക് ഇവിടെ ഒഹായോയിലുള്ള ഒരു കോടതിയിൽ വെച്ച് മരിച്ചുപോയി എന്നത് പറഞ്ഞു. ആമിഷകാരായ ജനങ്ങൾ അവരുടെ കുട്ടികളെ ഈ പൊതുവിദ്യാലയങ്ങളിൽ അയക്കുന്ന കാര്യത്തിൽ വിശ്വസിച്ചിരുന്നില്ല. അവർക്ക് അവരുടേതായ സ്വന്തം സ്കൂളുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇവരുടെ അടുത്തംഗമായിട്ട് അവർക്ക് യാതൊരു ഹൈസ്കൂളുകളും ഉണ്ടായിരുന്നില്ല. ഒഹായോവിലെയും ഇന്ത്യാനയിലെയും നിയമപ്രകാരം എല്ലാ കുട്ടികളും 16 വയസ്സ് വരെ സ്കൂളിൽ പോയിരിക്കണമെന്നാണ്. ഇതൊരു ദേശീയ നിയമമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നാൽ ഈ വ്യക്തിക്ക് 16 വയസ്സ് തികയാത്ത ആണും പെണ്ണുമായിട്ട് 2 കുട്ടികൾ ഉണ്ടായിരുന്നു. അവിടെ ഡാർവിന്റെ നീതിശാസ്ത്രങ്ങളെ പഠിപ്പിച്ചിരുന്ന പൊതുവിദ്യാലയങ്ങളിലേക്ക് തന്റെ മക്കളെ അയക്കുന്നതിന് അദ്ദേഹം നിഷേധിച്ചു കളഞ്ഞു. അതിൽ മനുഷ്യൻ ഒരു കുരങ്ങനായിരിക്കെ ഒരു ഏകകോശത്തിൽ നിന്നും വന്നിരിക്കുന്നുവെന്നും അവൻ കുരങ്ങന്റെ മഹത്വപ്പെട്ട രൂപമല്ലാതെ മറ്റ് യാതൊന്നുമല്ല എന്നും പഠിപ്പിച്ചിരുന്നു. അതുകൊണ്ട് അവർ ഇതുമായിട്ട് യോജിക്കാതെ അവരുടെ മക്കളെ അത് കേൾക്കാനായി വിടുകയും ചെയ്തില്ല. അങ്ങനെ അവർ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടു. സ്വല്പം വിവേകശാലിയായ ന്യായാധിപതി തന്റെ മുടിയും പുറംകൊപ്പായും ധരിച്ചുകൊണ്ട് ഈ പ്രായമേറിയ മാതാവിനോടും പിതാവിനോടുമായി ചോദിച്ചു, ശ്രീമാൻ, ഈ ഒഹായോ സംസ്ഥാനത്ത് 16 വയസ്സ് പ്രായമാകുന്നതുവരെ ഒരു കുട്ടി സ്കൂളിൽ ചേർന്നിരിക്കണം എന്നൊരു നിയമമുണ്ട് എന്ന് പറഞ്ഞു. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ കുട്ടിയെ സ്കൂളിൽ അയക്കുന്നത് നിഷേധിച്ചിരിക്കുന്നു. എന്താണ് നിങ്ങൾക്ക് അതിന്റെ ഉത്തരം? അദ്ദേഹം പറഞ്ഞു, ആദരണീയനായ ശ്രീമാൻ, ഞാൻ സ്വദേശിയായിരിക്കുന്ന ഈ മനോഹരമായ സംസ്ഥാനത്തെ നിയമത്തെ ഞാൻ ആദരിക്കുന്നു. എന്നാൽ നമ്മുടെ പൂർവ്വപിതാക്കന്മാർ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ മതസ്വാതന്ത്ര്യത്തിന് വേണ്ടി വന്നിരുന്നു. ആ കാരണത്താലാണ്, അതായത് മതസ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് നാം ഇവിടെ ആയിരിക്കുന്നത്. മൃഗങ്ങളിൽ നിന്നും മനുഷ്യനായിട്ട് വന്നുവെന്ന് നാം വിശ്വസിക്കുന്നില്ല എന്ന് നമ്മുടെ മതം നമ്മെ പഠിപ്പിക്കുന്നു. ദൈവം തന്റെ സ്വരൂപത്തിൽ നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നുവെന്ന് നാം വിശ്വസിക്കുന്നു. ആ കാരണത്താൽ ഇപ്രകാരമുള്ള കാര്യങ്ങളെ പഠിപ്പിക്കുന്ന ഒരു സ്കൂളിലേക്ക് നമ്മുടെ കുട്ടികളെ വിടുന്നത് നമ്മുടെ മതപരമായ വിശ്വാസത്തിന് വിപരീതമാക്കുന്നുവെന്ന് പറഞ്ഞു. അതിനാൽ ഞങ്ങളുടെ കുട്ടികൾക്ക് പോകാനായിട്ട് ഇവിടെ വേറെ ഹൈസ്കൂളുകളില്ല. ഞങ്ങൾ നിങ്ങളെ ആദരിക്കുന്നില്ല എന്നല്ല, നിങ്ങൾ വിശ്വസിക്കുന്ന കാര്യത്തെ ഞങ്ങൾ ആദരിക്കുന്നു. എന്നാൽ ഞങ്ങളത് വിശ്വസിക്കുന്നില്ല. കൂടാതെ അത് ഞങ്ങളുടെ മക്കൾ പഠിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നതുമില്ല. നിങ്ങൾ ഒന്നുകിൽ നിങ്ങളുടെ മക്കളെ സ്കൂളിലേക്ക് അയക്കുക, അല്ലാത്ത പക്ഷം നിങ്ങളും നിങ്ങളുടെ ഭാര്യയും 2 വർഷക്കാലം സംസ്ഥാന കാരാഗ്രഹത്തിൽ കഴിയണമെന്ന് അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് എന്താണ് നിങ്ങളുടെ നിർണയം എന്ന് അദ്ദേഹം ചോദിച്ചു. ഞാനും മാതാവും 2 വർഷം കഴിഞ്ഞുകൊള്ളാം എന്ന് അദ്ദേഹം പറഞ്ഞു. അത് പറഞ്ഞിട്ട് അവർ പുറത്തിറങ്ങി പോകാനായി തുടങ്ങി. ആ പഴയ ന്യായാധിപനായ മനുഷ്യന് സ്വല്പം കുറ്റപ്പെടുത്തപ്പെട്ടതുപോലെ അനുഭവപ്പെട്ടിരിക്കണം. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഓർത്തുകൊള്ളുക, കൈസർക്കുള്ളത് കൈസർക്ക് കൊടുക്കുക എന്ന് നിങ്ങളുടെ വേദപുസ്തകം തന്നെ പറയുന്നില്ലേ? ആ പിതാവ് തിരിഞ്ഞിട്ട് ദൈവത്തിനുള്ള ദൈവത്തിനും എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. വാർത്തകൾ വായിച്ചിരുന്ന ആ മനുഷ്യൻ പറഞ്ഞു, എങ്കിൽ പിന്നെ സ്വാതന്ത്ര്യം, ഞാൻ നിങ്ങളെ 2 വർഷത്തേക്ക് ശിക്ഷ വിധിക്കുന്നു എന്ന് ന്യായാധിപതി പറഞ്ഞു. എങ്കിൽ സ്വാതന്ത്ര്യത്തിന്റെ പൂവ് ഈ കോടതി മുറിയിൽ വെച്ച് ഇന്ന് ഉച്ചയ്ക്ക് മരിച്ചിരിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. ഈ ഡങ്കാട്സുകാർ അല്ലെങ്കിൽ ആമിഷുകാർ അവർ എത്രമാത്രം പ്രത്യേകതയുള്ളവരായിരുന്നാലും അവർ വിശുദ്ധിയോടുകൂടി ഒരു ജീവിതത്തിൽ വിശ്വസിച്ചിരുന്നു. അമേരിക്കയിൽ ഒരിടത്തു പോലും തന്നെ അവരുടെ യുവാക്കളുടെ കുറ്റവാസനയെ കുറിച്ച് ഒരൊറ്റ രേഖ പോലുമില്ല. യുവസഹജമായ കുറ്റങ്ങളിൽ അവരുടെ ഒരു വ്യക്തിയോ അവരുടെ മതത്തിലുള്ള ഒരു കുട്ടിയോ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടില്ല. അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ അവർ പ്രത്യേകതയുള്ളവരായിരിക്കട്ടെ, അവർ ശരിയായി വളർത്തപ്പെടുന്നു. ഞാൻ അവരെ കുറ്റപ്പെടുത്തുന്നില്ല. എന്നാൽ ശ്രദ്ധിക്കുക, ആ പൂവ് അവിടെ വെച്ച് തന്നെ മരിക്കുകയും എന്നാൽ ഏകദേശം 10 മിനിറ്റ് നേരം അത് വീണ്ടും ഉണർവ് പ്രാപിക്കുകയും ചെയ്തു. എന്നാൽ വാദിക്ക് വേണ്ടിയുള്ള വക്കീലും ബാക്കിയുള്ളവരെല്ലാം കൂടി അവരുടെ പുസ്തകങ്ങളും മറ്റും പിന്തള്ളിയിട്ട് പറഞ്ഞു, ഞങ്ങളുടെ ജോലിയിൽ നിന്നും ഞങ്ങൾ രാജിവെക്കുന്നു. കാരണം ഭരണഘടനാപരമായ അവകാശങ്ങളെ നിങ്ങൾ തകർക്കുകയാണെങ്കിൽ ബാക്കിയുള്ളതിനെയും അവർ ലംഘിച്ചു കളയുമെന്ന് പറഞ്ഞു.
Did you notice the other day? കഴിഞ്ഞ ദിവസം ആ ബുദ്ധിമാനായ മെത്തഡിസ്റ്റ് ബിഷപ്പ് സ്കൂളിൽ പറയുന്ന ഒരു പ്രാർത്ഥനയെക്കുറിച്ച് എന്താണ് പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നുവോ? അതൊരു മെത്തഡിസ്റ്റ് സഭയായിരുന്നില്ല. അതിനെപ്പറ്റി അറിയുന്നതിന് വേണ്ടത്രയുമുള്ള വിവേകം ആ ബിഷപ്പിനുണ്ടായിരുന്നു. അത് വേറൊരു കൂട്ടരായിരുന്നു സ്കൂളിൽ ഒരു പ്രാർത്ഥന ചൊല്ലുന്നതിന് എത്ര നാൾ പ്രയോഗത്തിലാക്കാൻ കഴിയുമെന്ന് കണ്ടിരുന്നത്. അവർ അത് അനുവദിക്കുകയാണെങ്കിൽ അവർക്ക് കഴിയുന്നത്രയും എളുപ്പത്തിൽ മറ്റുള്ളതും അനുവദിപ്പിക്കും. അവർക്ക് കഴിയുന്ന എല്ലാവിധമായ കൈവഴികളെയും സൂക്ഷ്മ പരിശോധന നടത്തുകയായിരുന്നു. വിഷമിക്കണ്ട, അവർക്കത് കിട്ടും. ഓ, നമുക്ക് കുരിശിനെ ആവശ്യമായിരിക്കുന്നു. നമുക്കിപ്പോൾ സാധിക്കുമെങ്കിൽ ക്രിസ്തുവിനെയാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. പാത്രം നിറയെ കൂടുതൽ തരുവാൻ കഴിവുള്ള മനുഷ്യരാൽ സ്വാധീനപ്പെടരുത്. നിങ്ങൾക്ക് ഓടിക്കാൻ ഒരു നല്ല വണ്ടിയോ അല്ലെങ്കിൽ ജീവിക്കാൻ ഒരു നല്ല വീടോ തരുന്ന മനുഷ്യരാൽ സ്വാധീനപ്പെടരുത്. എന്നിട്ട് നിങ്ങളുടെ ജ്യേഷ്ഠാവകാശത്തെ ക്രിസ്തുവിന് വിറ്റുകളയുന്നു. അത് ചെയ്യരുത്. എന്താണ് ചെയ്യുന്നതെന്ന് ശ്രദ്ധിക്കുക. ദൈവത്താൽ പിന്താങ്ങപ്പെട്ടതും ദൈവം അവരുടെ കൂടെ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാവുന്നതും അങ്ങനെ സ്വാധീനതയുള്ള ഒന്നിനെ എല്ലായ്പ്പോഴും പിന്തുടരുക. തെറ്റായ സ്വാധീനതയെ പിന്തുടരരുത്. അതെ, അതുപോലെ കൂടാതെ മറ്റൊരാളുടെ സ്ഥാനത്ത് എടുക്കാൻ ശ്രമിക്കരുത്. മന്ദിരത്തിൽ വെച്ചുള്ള ദർശനത്തിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് അവൻ കണ്ടു. ഈ രാജാവ് യെശയ്യാവിന്റെ മുമ്പിൽ ഒരു ഉദാഹരണം ഉണ്ടാക്കി കഴിഞ്ഞിരുന്നു. ആ രാജാവ് തന്റെ വെളിയെ വിട്ടുമാറിയ ഉടനെ തന്നെ ദൈവം അവനെ കുഷ്ഠരോഗിയാക്കി എന്ന് യെശയ്യാവ് കണ്ടിരുന്നു. അതിനുശേഷം യെശയ്യാവ് ഓർത്തു, ഞാൻ എന്ത് ചെയ്യണം? ഉസ്യാവ് മരിച്ചു കഴിഞ്ഞു. അവന്റെ കരങ്ങളിൽ മേൽ അവൻ വളരെയധികമായി ഊനപ്പെട്ടിരുന്നു. അവൻ പോയിക്കഴിഞ്ഞിരിക്കുന്നു. അവൻ എന്താണ് ചെയ്യേണ്ടതെന്ന് അവൻ ഓർത്തു. അവന് വേണ്ടി ജീവൻ പോലും അത്രമാത്രം പോയിരുന്നു. അതുകൊണ്ട് ഈ ചെറുപ്പക്കാരനായ പ്രവാചകൻ എന്താണ് ചെയ്തത്? അവൻ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി മന്ദിരത്തിലേക്ക് പോയി. അവൻ വേദിയിൽ ചെന്ന് വീണിട്ട് നിലവിളിച്ചു. ചിലപ്പോൾ നമ്മുടെ തന്നെ താങ്ങുകളെ ദൈവം നമ്മിൽ നിന്നും വീഴ്ത്തിക്കളയാനിടയാക്കും. ചിലപ്പോൾ രോഗം നമ്മെ ബാധിക്കാൻ അവൻ അനുവദിക്കും. നിരാശയും ഹൃദയവേദനയും നമ്മെ ബാധിക്കാൻ അവൻ അനുവദിക്കും. ചിലപ്പോൾ നിങ്ങൾ സുവിശേഷത്താൽ സ്വാധീനപ്പെടുന്ന സ്ഥാനത്തെത്തുന്നതിന് വേണ്ടി അവൻ അത് അനുവദിക്കും. അത് മനസ്സിലാക്കുന്നതിന് വേണ്ടി ബുദ്ധിമാനായി കൊള്ളുക. അതിൽ നിന്നും ഒഴിഞ്ഞു പോകുന്നതിന് വേണ്ടി മൂഢനായിരിക്കരുത്. ശ്രദ്ധിക്കുക, എന്തെങ്കിലും വ്യത്യസ്തമായൊന്ന് കണ്ടുപിടിച്ചിരിക്കണമെന്ന് യെശയ്യാവ് അറിഞ്ഞിരുന്നു. അതുകൊണ്ട് അവൻ എന്താണ് ചെയ്തത്? അവൻ മന്ദിരത്തിലേക്ക് പോയിട്ട് തന്റെ കൈകൾ ഉയർത്തിക്കൊണ്ട് ദൈവത്തോട് നിലവിളിച്ച് കരഞ്ഞു. അപ്പോൾ അവൻ ഒരു ദർശനത്തിലായി. അങ്ങനെ അവനൊരു ദർശനത്തിലായപ്പോൾ ദൈവത്തെ ഇവിടെ താഴെയുള്ള ഒരു സിംഹാസനത്തിൽ ഇരിക്കുന്നതായിട്ടല്ല, എന്നാൽ ഉയർന്നും പൊങ്ങിയതുമായ ഒരു സിംഹാസനത്തിൽ ഇരിക്കുന്നത് അവൻ കണ്ടു. അവന്റെ വസ്ത്രത്തിന്റെ വിളമ്പുകൾ മന്ദിരത്തെ നിറയ്ക്കുകയും സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെട്ടു വരുന്നു. അവൻ മന്ദിരത്തിന് ചുറ്റുമായി സാറാഫുകൾ നിൽക്കുന്നതും പറക്കുന്നതും കണ്ടു. സാറാഫുകൾ എന്ന വാക്കിന്റെ അർത്ഥം ജ്വലിക്കുന്ന തിരികുറ്റികൾ എന്നാകുന്നു. അത് വേദിക്ക് അടുത്തായി നിൽക്കുന്നു. യഥാർത്ഥത്തിൽ സാറാഫുകളാണ് ബലിയെ സ്വീകരിക്കുന്നതും ആരാധകനെ വെടിപ്പാക്കുകയും ദൈവം മുമ്പാകെ സമ്മാനിക്കുകയും ചെയ്യുന്നത്. അത് സാറാഫുകളാണ്. ഈ സാറാഫുകൾ സ്വർഗദൂത ഗണമാണ്. അവരാണ് വേദിയിൽ ദൈവത്തോട് തൊട്ടടുത്തായി നിൽക്കുന്നത്. അവർ ബലിയെ സ്വീകരിക്കുന്നു. അത് പാപത്തിന് അതിനു വേണ്ടിയുള്ള പ്രായശ്ചിത്തം ചെയ്യപ്പെടാതെ അവന്റെ സന്നിധിയിൽ വരാൻ പറ്റുകയില്ല എന്നുള്ള ദൈവത്തിന്റെ ന്യായത്തെ കാണിക്കുന്നു. 7 സഭാകാലഘട്ടങ്ങളിൽ എപ്രകാരം അവർ അതിന്റെ ഓരോ വശത്തായി നിന്നുകൊണ്ട് സുവിശേഷത്തെ സംരക്ഷിച്ചിരുന്നത് നിങ്ങൾ ഓർക്കുന്നില്ലേ? അവയെ നാം തിരികെ ഏദൻ തോട്ടത്തിലേക്ക് കൊണ്ടുപോയിട്ട് വാളിന്റെ ജ്വാലയുമായി നിർത്തിയിരിക്കുന്നതിനെ നാം എടുത്തത് നിങ്ങൾ ഓർക്കുന്നില്ലേ? അവർ വേദിയെ സംരക്ഷിക്കുന്നു. ഈ മഹാൻ പ്രവാചകനായ യെശയ്യാവ് ആത്മാവിൽ നിറഞ്ഞപ്പോൾ ഭൂമിയിലുള്ള ഏത് രാജാവിനേക്കാളും ഉയർന്നതിൽ ദൈവം ഉയരത്തിലായിരിക്കുന്നത് അവൻ ആദ്യമായി കണ്ടു. രാജാവിനെ ഞാൻ കണ്ടു എന്നവൻ പറഞ്ഞു. കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നതും അവൻ യഥാർത്ഥത്തിലുള്ള രാജാവിനെ അതിനുശേഷം കണ്ടു. കൂടാതെ അവന്റെ വസ്ത്രത്തിന്റെ വിളമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. സാറാഫുകൾ മന്ദിരത്തിൽ കൂടി പറക്കുന്നത് അവൻ കണ്ടു. അവർ ചിറകുകൾ കൊണ്ട് അവരുടെ മുഖംമൂടിയും 2 കൊണ്ട് കാൽമൂടിയും 2 കൊണ്ട് പറക്കുകയും സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ 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 എന്ന് ആർത്തുകൊണ്ടിരുന്നു. സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ 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 എന്ന് ആർത്തു. എന്തൊരു പാട്ടും എന്തൊരു താളവുമാകുന്നു. സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ 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 എന്നവർ തീരെ ശബ്ദം കുറഞ്ഞ മട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കുമെന്ന് നിങ്ങൾ പറഞ്ഞേക്കാം. അവർ ആർക്കുന്ന ശബ്ദത്താൽ ഉമ്മരപ്പടികളുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങിയെന്ന് യെശയ്യാവ് പറയുന്നു. പരിശുദ്ധൻ 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 എന്നവർ വെറുതെ പറഞ്ഞിരുന്നില്ല.
ഓ, എന്തൊരു ശബ്ദമാണ്! അവർ ആർക്കുന്ന ശബ്ദത്താൽ ഉമ്മരപ്പടികളുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങിയെന്ന് പറയുന്നു. They were screaming. ദൈവത്തിന് തൊട്ടടുത്തായി നിന്നിരുന്ന ഈ സ്വർഗദൂത ഗണങ്ങൾ ഉച്ചത്തിൽ നിലവിളിക്കുകയായിരുന്നു. Scream, holy, holy, holy is the Lord God Almighty. സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്നവർ ആർത്തു വിളിച്ചിരുന്നു. What a vision. ഓ ദൈവമേ, എന്തൊരു ദർശനമായിരിക്കുന്നു! Notice again. Isaiah വീണ്ടും ശ്രദ്ധിക്കുക, ഊസിയാവിന്റെ കരങ്ങളിലേക്ക് ചാഞ്ഞിരുന്ന യെശയ്യാവ് ദൈവത്തിന്റെ ന്യായവിധിയാൽ അവൻ മരിക്കുന്നത് കണ്ടു. and then saw these holy beings. അതിനുശേഷം വിശുദ്ധ ഗണങ്ങൾ ദൈവത്തിന്റെ ഒരു വശത്തായിട്ട് നിൽക്കുന്നത് അവൻ കണ്ടു. The seraphim. ഈ സറാഫുകൾ സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് ആർത്തിരുന്നു. And them holy angels covered their faces. കൂടാതെ ഈ വിശുദ്ധ ദൂതന്മാർ അവരുടെ മുഖം മൂടിയിരുന്നു. Holy angels covered holy faces. വിശുദ്ധ ദൂതന്മാർ ഒരു വിശുദ്ധ ദൈവം മുമ്പാകെ തന്നെ അവരുടെ മുഖം മൂടിയിരുന്നു. And who are we? എങ്കിൽ നാം ആരാകുന്നു? Oh, you ഓ, Methodists നിങ്ങൾ and Baptists. മെത്തഡിസ്റ്റുകാരും ബാപ്റ്റിസ്റ്റുകാരും പ്രസ്ബിറ്റേറിയൻകാരും ബന്ധുക്കോസ്തുകാരും Who are we? നാം ആരാകുന്നു? When holy angels hide their holy faces. വിശുദ്ധ ദൂതന്മാർക്ക് അവരുടെ വിശുദ്ധ മുഖം ഒരു ചിറകിനടിയിലായിട്ട് ദൈവസന്നിധിയിൽ നിൽക്കേണ്ടിയിരിക്കുന്നുവെങ്കിൽ When angels, a being that's ഈ ദൂതന്മാർ അവർ യഥാർത്ഥത്തിൽ ദൂതന്മാർക്കും അപ്പുറത്താണ്. the angels don't stand ദൂതന്മാർ അവിടെ നിൽക്കുന്നില്ല, സറാഫുകൾ മാത്രമാണ്. അവർ ദൂതന്മാർക്കും അപ്പുറത്തുള്ളവരാണ്. and God's a holy. ദൈവം അത്രമാത്രം വിശുദ്ധനായിട്ട് ഒരു വിശുദ്ധ ദൈവത്തിന്റെ സന്നിധിയിൽ അവർക്ക് അവരുടെ മുഖം മൂടേണ്ടി വന്നിരുന്നു. And the only thing they could say was holy, holy, holy is the എല്ലാം Lord. കൂടി അവർക്ക് പറയാൻ കഴിയാവുന്നതായിട്ടുണ്ടായിരുന്നത് സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്നായിരുന്നു. A special covering for him. ദൈവസന്നിധിയിൽ നിൽക്കുന്നതിനായിട്ട് ഒരു പ്രത്യേക ആവരണം അവർക്ക് വേണ്ടി ഉണ്ടായിരുന്നു. What kind of a നമുക്ക് covering ഏത് do we need? രീതിയിലുള്ള ഒരു ആവരണമാണ് ആവശ്യമായിരിക്കുന്നത്? അവർക്ക് മൂടേണ്ടിയിരുന്നു. I want to say this right ഞാനിതിപ്പോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, യേശു ക്രിസ്തുവിന്റെ രക്തം അതിന് മതിയായതാകുന്നു. ക്രിസ്തു സാറാഫുകൾക്ക് വേണ്ടി ഒരിക്കലും മരിച്ചില്ല. ഇല്ല, ഇല്ല. എന്നാൽ അവർ സൃഷ്ടിക്കപ്പെട്ട ജീവികളായിരുന്നു. അവൻ ഒരിക്കലും ദൂതന്മാർക്ക് വേണ്ടി മരിച്ചില്ല. അവൻ പാപികൾക്ക് വേണ്ടിയാണ് മരിച്ചത്. അവൻ വിശുദ്ധ ജനങ്ങൾക്ക് വേണ്ടിയല്ല മരിച്ചത്. അവൻ അശുദ്ധിയുള്ളവർക്ക് വേണ്ടിയാണ് മരിച്ചത്. നിങ്ങൾ വിശുദ്ധരാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നിടത്തോളം അവൻ യാതൊരു ഗുണവും നിങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടില്ല. എന്നാൽ നിങ്ങൾ യാതൊന്നും ആയിരിക്കുന്നില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ പിന്നെ അവൻ നിനക്ക് വേണ്ടിയാണ് മരിച്ചത്. When you realize that you're nothing, then he's used one he does. നിങ്ങൾ യാതൊന്നുമല്ലെന്ന് മനസ്സിലാക്കുമ്പോൾ പിന്നെ അവൻ നിങ്ങൾക്ക് വേണ്ടിയാണ് മരിച്ചിരിക്കുന്നത്. ദൈവം എല്ലാമായിട്ടും പരിശുദ്ധനാകുന്നു. അവനിൽ പരിശുദ്ധി അല്ലാതെ മറ്റ് യാതൊന്നുമില്ല. അതെല്ലാമായിട്ടും പരിശുദ്ധിയാകുന്നു. Now, ഇപ്പോൾ നമുക്ക് ഈ ചിറകുകളെ കുറച്ചു നേരത്തേക്ക് ശ്രദ്ധിക്കാം. we find രണ്ട് ചിറകുകൾ കൊണ്ട് അവർ മുഖം മൂടിയിരുന്നതായി നാം കാണുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കുക, വിശുദ്ധ ദൂതന്മാർ പോലും ഒരു പരിശുദ്ധ ദൈവത്തിന്റെ സന്നിധിയിൽ അവരുടെ മുഖം മൂടിയിരുന്നു. കൂടാതെ അവർക്ക് പറയാൻ കഴിഞ്ഞിരുന്ന ഒരേ ഒരു കാര്യം സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് മാത്രമായിരുന്നു. സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. and we're അവർ told രാവും that they പകലും come ആർത്തുകൊണ്ടിരുന്നതായി നമ്മോട് പറയപ്പെടുന്നു. That's the first step. ദൈവത്തിൽ നിന്നും താഴെട്ടുള്ള ആദ്യത്തെ പടി അതാണ്. Day and night. രാവും പകലും യാതൊരു വിശ്രമവുമില്ല. നാം ഒത്തിരി ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നുവെന്ന് നാം വിചാരിക്കുന്നു. കോടിക്കണക്കിന് ഗണങ്ങൾ അവന്റെ സിംഹാസനത്തിന് ചുറ്റുമായിട്ടുള്ളതിനെ കുറിച്ച് നിങ്ങൾ എന്ത് വിചാരിക്കുന്നു? അവർ ആർക്കുന്ന ശബ്ദത്താൽ ഉമ്മരപ്പടികളുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി. അത് നീ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് അവരിൽ ഒരുവൻ ആർത്തപ്പോളായിരുന്നു. No, his voice. നിങ്ങൾക്കറിയാമോ, അവന്റെ ശബ്ദമാണ് മന്ദിരത്തെ കുലുക്കിയത്. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് കോടിക്കണക്കിന് ദൂതന്മാർ അവന്റെ സിംഹാസനത്തിന് ചുറ്റുമായി ആർത്തുകൊണ്ടിരുന്നു. With wings over their faces, wings over their feet. ചിറകുകൾ കൊണ്ട് അവരുടെ മുഖം മൂടിയും ചിറകുകൾ കൊണ്ട് അവരുടെ കാലുകൾ മൂടിയും അങ്ങനെ ഈ ചിറകുകൾ ഭക്തി, ആദരവും ബഹുമാനവുമായിരുന്നു. Now, there's no reverence or respect. ഇന്ന് വിശുദ്ധിയെക്കുറിച്ച് സംസാരിക്കുന്ന യാതൊന്നിനും ഒരു ആദരവോ അല്ലെങ്കിൽ ബഹുമാനമോ ഇല്ല. നിങ്ങൾ വിശുദ്ധിയെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു ഹോളി റോഡർ എന്ന് വിളിക്കപ്പെടും. There's no reverence. ദൈവത്തിനോടോ അവന്റെ ജനങ്ങളോടോ അവന്റെ വചനത്തോടോ ഇന്ന് യാതൊരു ബഹുമാനവും ആദരവുമില്ല. Now, where's this bunch going to wind up at? ഇപ്പോൾ ഈ കൂട്ടർ എവിടെയാണ് ചെന്ന് അവസാനിക്കാൻ പോകുന്നത്? I think you're right, Ben. You hit the nail on the head that time, son. ബെൻ, നിങ്ങൾ ശരിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. മകനെ, നീ തക്ക സമയത്ത് തന്നെ അത് ചെയ്തിരിക്കുന്നു. അത് ശരിയാണ്. Where will this irreverent, എങ്കിൽ ഈ ഭക്തി ബഹുമാനങ്ങൾ ഇല്ലാത്ത കൂട്ടർ എവിടെയാണ് ചെന്ന് അവസാനിക്കുക? അതായത് ദൈവത്തോട് യാതൊരു ആദരവ് പോലും ഇല്ലാത്ത ഈ അഭക്തരായ കൂട്ടം എവിടെ ചെന്ന് അവസാനിക്കും? നിങ്ങൾക്കറിയാമോ, ഒരു പുരുഷനായാലും സ്ത്രീ ആയാലും അവർ ക്രിസ്ത്യാനികളാണെന്ന് പറയുകയാണെങ്കിൽ ജനങ്ങൾ അതിനെ ആദരിച്ചിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അതിനെക്കുറിച്ച് എത്രമാത്രം പരിഹസിക്കാൻ കഴിയുമെന്ന് അവർ നോക്കുന്നു. മനസ്സിലായില്ലേ? ഭക്തി ബഹുമാനങ്ങളില്ലാത്ത കൂട്ടരാണ്.
എന്തുകൊണ്ടാണ്? നിങ്ങൾക്കറിയാമോ എന്താണ് കാര്യമെന്ന്? ഇതാകുന്നു കാരണം. അത് സത്യമാണെന്ന് അവർക്ക് ബോധമില്ലാത്തതിനാലാണ്. അവർക്ക് ദൈവത്തെക്കുറിച്ച് ബോധമുള്ളവരല്ല. യഹോവയുടെ ദൂതൻ അവന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നുവെന്ന് തിരുവെഴുത്ത് പറയുന്നത് അവർ ഓർക്കുന്നില്ല. അവർ വെറുതെ വന്ന് അവരെ സന്ദർശിക്കുക മാത്രമല്ല, അവർ പാളയമിറങ്ങി അവരോടൊപ്പം നിൽക്കുന്നു. ആമേൻ. യഹോവയുടെ ദൂതൻ അവന്റെ നാമത്തെ ഭയപ്പെടുന്നവരുടെ ചുറ്റുമായി പാളയമിറങ്ങിയിരിക്കുന്നു. അവർ രാവും പകലും അവിടെ ആയിരിക്കുന്നു. ആ പഴയ കറുത്ത സഹോദരൻ പാടിയതുപോലെ ദൂതന്മാർ എന്നെ കാത്തുകൊണ്ടേയിരിക്കുന്നു. പകലെല്ലാം രാത്രിയിലും ദൂതന്മാർ എന്നെ കാത്തു പരിപാലിക്കുന്നു. അത് ശരിയാണ്. പകൽ മുഴുവനും രാത്രിയിലും ദൂതന്മാർ നമ്മെ കാത്തു പരിപാലിക്കുന്നു. ഈ ചെറിയ വല്ലൊരുത്തനെ തുച്ഛീകരിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ എന്ന് യേശു പറഞ്ഞു. കാരണം സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ മുഖം എപ്പോഴും കാണുന്നു. അവരെല്ലായ്പ്പോഴും പാളയമിറങ്ങിയിട്ട് അവരെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അഭക്തരായ ജനങ്ങളെ ഇത് വിശ്വസിക്കുക പോലും ചെയ്യുന്നില്ല. കർത്താവ് അനുവദിക്കുന്ന പക്ഷം ഭക്തിയെയും അഭക്തിയെയും കുറിച്ച് നാം രാവിലെ എടുക്കുന്നതാണ്. ഇപ്പോൾ ശ്രദ്ധിക്കുക, അവർ അത് വിശ്വസിക്കുക പോലും ചെയ്യുന്നില്ല. അവർക്ക് എല്ലാവിധമായ മര്യാദയും ആദരവും ബഹുമാനവും നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്തൊരിക്കലും അവർ പള്ളിയിൽ പോകുന്നു. ഏറ്റവും അഭക്തരായ കൂട്ടരെന്ന് പറയുന്നത് ഈ സഭയിലേക്ക് പോകുന്ന ഇങ്ങനെയുള്ളവരാണ്. അത് ശരിയാണ്. തെരുവിൽ കൂടി വരുന്ന മദ്യം ഒളിച്ചു കടത്തുന്നവനോടോ കളവായി മദ്യം കാച്ചുന്നവനോടോ മദ്യപിച്ച് കടന്നു പോകുന്നവനോടോ നിങ്ങൾ കർത്താവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവൻ അവിടെ നിന്ന് നിന്നോട് സംസാരിക്കും. അവരിൽ ചില പായൽ പിടിച്ച വിശ്വാസികളെന്ന് നാമമാത്രക്കാരായ സഭയിലെ അംഗങ്ങൾ നിങ്ങളുടെ മുഖത്ത് നോക്കി പരിഹസിക്കും. കാരണം തീർച്ചയായിട്ടും അവർക്കറിവില്ലാത്തതിനാലാണ്. അവർ ഭക്തി ആദരവില്ലാത്തവരാണ്. നിങ്ങൾ അവരുടെ ചെറിയ സംഘത്തിൽ ഉൾപ്പെടേണ്ടിയിരിക്കുന്നു എന്ന് നിങ്ങൾ വിചാരിക്കും. അല്ലാത്ത പക്ഷം അവരുടെ വഴിവക്കത്ത് പോലും നിങ്ങൾ ജീവിക്കുകയില്ല. അത് സത്യമാണ്. ഭക്തി ബഹുമാനമില്ലായ്മയാണ്. ഈ ദൂതന്മാർ അവർ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ഇത് വിശ്വസിച്ചിരുന്നു. കുറച്ച് രാത്രികൾക്ക് മുമ്പ് ഞാൻ എന്തിനെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇതിനെപ്പറ്റി പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകുമല്ലോ. അതായത് ദാവീദ് പറഞ്ഞു, ഞാൻ യഹോവയെ എല്ലായ്പ്പോഴും എന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, ഞാൻ കുലുങ്ങിപ്പോകയില്ല എന്ന് ദാവീദ് പറഞ്ഞു. അതുകൂടാതെ അങ്ങനെ ഞാൻ ചെയ്യുമ്പോൾ എന്റെ ജഡവും നിർഭയമായി വസിക്കും. അതേ ശ്രീമാൻ, അവൻ എന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, തന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയുമില്ല. കാരണം കർത്താവ് എല്ലായ്പ്പോഴും എന്റെ മുമ്പിലാകുന്നു. നിങ്ങൾ എവിടെ പോയാലും ദൈവത്തെ മുമ്പിലാക്കുക. ഒരു മനുഷ്യൻ നിങ്ങളോട് കോപിച്ചിട്ട് നിങ്ങളെ ശപിച്ചാൽ നിനക്കും അവനും ഇടയിൽ ദൈവത്തെയാക്കുക. ഒരു മനുഷ്യൻ നിങ്ങളെ ഹോളി റോളർ എന്ന് വിളിച്ചാൽ അവനും നിങ്ങൾക്കും മധ്യ ദൈവത്തെ വെക്കുക. ഭാര്യ നിങ്ങളോട് കോപിച്ചാൽ ദൈവത്തെ മുമ്പിലാക്കുക. ഭർത്താവ് കോപിച്ചാൽ ദൈവത്തെ മുമ്പിലാക്കുക. നിങ്ങളുടെ കുട്ടികൾ വഷളാകുകയാണെങ്കിൽ ദൈവത്തെ മുമ്പിലാക്കുക. നിങ്ങൾ എന്ത് ചെയ്തിരുന്നാലും ദൈവത്തെ മുമ്പിലാക്കുക. അപ്പനും അമ്മയും നിങ്ങളെ അടിച്ചിട്ട് നിങ്ങളെ തിരുത്തുകയാണെങ്കിൽ ദൈവത്തെ മുമ്പിലാക്കുക. ദൈവം അതിനെക്കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് ഓർക്കുക. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക. ദൈവത്തെ മുമ്പിൽ വെക്കാനായിട്ട് എല്ലായ്പ്പോഴും ഓർത്തുകൊള്ളുക. ദൈവത്തെ നിങ്ങൾ മുമ്പിൽ വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ദൈവത്തോട് ഭക്തിയും അവന് വേണ്ടി ആദരവും ഉണ്ടായിരിക്കും. അത് ശരിയാണ്. ഇപ്പോൾ ശ്രദ്ധിക്കുക, 2 ചിറകൾ കൊണ്ട് അവർ മുഖം മൂടിയിരുന്നു. അത് ദൈവം മുമ്പാകെ ആദരവിനെ അർത്ഥമാക്കുന്നു. കൂടാതെ അവന്റെ മുഖം മൂടിയിരുന്നു. ഇപ്പോൾ നമ്മളുടെ മുഖത്തെ മറയ്ക്കുന്നതിനായിട്ട് നമുക്ക് യാതൊരു ചിറകുകളുമില്ല. നാം അവന്റെ കാൽപാദത്തിങ്കൽ നമ്മുടെ തലകളെ വണങ്ങുകയാണ് ചെയ്യുന്നത്. നമ്മുടെ തലകളെ വണങ്ങിക്കൊണ്ട് ഭക്തിയോടും ആദരവോടും കൂടി പ്രാർത്ഥിക്കുന്നു. അതേ ശ്രീമാൻ, നിങ്ങളിത് മനസ്സിലാക്കുന്നുണ്ടല്ലോ. 2 ചിറകൾ കൊണ്ട് കാലുകൾ മൂടിയിരുന്നു. കാലുകൾ മൂടിയിരുന്നത് താഴ്മയെയും ആദരവിനെയും പ്രതിനിധാനം ചെയ്യുന്നു. അത് മോശയെ പോലെ അവൻ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാണെന്ന് പറഞ്ഞപ്പോൾ ദൈവത്തോടുള്ള ആദരവിൽ അവൻ ചെരുപ്പൂരിക്കളഞ്ഞു. അവൻ തന്റെ പാദത്തിൽ എന്തോ ഒരു കാര്യം ചെയ്തു. പൗലോസ് ദൈവത്തോടുള്ള ഭക്തിയും ആദരവോടും കർത്താവിന്റെ ദൂതൻ അഗ്നിസ്തംഭത്തിൽ കൂടി അവന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അവൻ അവന്റെ മുമ്പിൽ നിലത്ത് വീണു. അത് ആദരവാണ്. യോഹന്നാൻ സ്നാപകൻ എത്രമാത്രം ആദരവുണ്ടായിട്ട് യേശു വരുന്നത് കണ്ടപ്പോൾ അവൻ പറഞ്ഞു, അവന്റെ കാൽ തൊടുവാൻ പോലും ഞാൻ യോഗ്യനുള്ളതല്ല. നോക്കൂ, കാലുകൾ ആദരവിനെ കാണിക്കുന്നു. ഓ, ശ്രദ്ധാലുവായിരിക്കുക. ഇവിടെ ശ്രദ്ധിക്കുന്നതിന് വേണ്ടി ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അത് നിങ്ങളുടെ അല്പത്വമാണ്. നിങ്ങൾ ദൈവത്തോടൊപ്പം എവിടെയെങ്കിലും എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ വാസ്തവത്തിൽ അല്പനാക്കുക. ഊസിയാവിനെ പോലെ നിങ്ങളെ ഉയർത്തരുത്. അവൻ ആ സ്ഥാനത്തെത്തിയിട്ട് പറഞ്ഞു, എങ്ങനെയൊക്കെയായാലും ഞാനിത് ചെയ്യും, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്നെ ഉപദേശിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. അവന് സ്വയം അവനെ തന്നെ താഴ്ത്തേണ്ടിയിരുന്നു. അതെ, ക്രിസ്തുവിന്റെ സേവകരെ, എന്നോട് ക്ഷമിക്കണം. അവൻ ഒരിക്കലും കുഷ്ഠം പിടിക്കുകയില്ലായിരുന്നു. ഇല്ല, അത് നിങ്ങളുടെ ജോലിയാണെന്ന് എനിക്കറിയാം. ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നു. അത് നിങ്ങളുടെ ഓഫീസാകുന്നു. നിങ്ങൾ അത് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോയിക്കൊള്ളുക ശ്രീമാൻ.
എന്നാൽ എന്നോട് ക്ഷമിക്കണം. ഈ പുസ്തകത്തിൽ ഒരു വ്യത്യസ്തമായ എഴുത്ത് അങ്ങനെ ചെയ്തിരുന്നെങ്കിലും ഉണ്ടായിരുന്നേനെ. എന്നാൽ അവന്റെ തെറ്റ് തിരുത്താൻ ചെന്നപ്പോൾ അവൻ കോപിതനായി. നിങ്ങൾക്ക് ജനങ്ങളോട് ചില കാര്യങ്ങളെ ശരിയാക്കാനും അല്ലെങ്കിൽ അവരുടെ തെറ്റായ പ്രവൃത്തികളെ കുറിച്ച് അവരോട് പറയാനും കഴിയും. എന്നാൽ അവർ സഭ വിട്ടുപോയി കളയും. നിങ്ങൾ പോയിട്ട് ആരോടെങ്കിലും അല്ലെങ്കിൽ സ്ത്രീകളോട് മുടിവെട്ടരുതെന്ന് പറയുക, എങ്കിൽ എനിക്കത് ചെയ്യാൻ കഴിയുന്നതാ മറ്റെവിടെയെങ്കിലും ഞാൻ പോകുമെന്ന് അവർ പറയുന്നു. കുറച്ച് സമയങ്ങൾക്ക് മുമ്പ് ഒരു മഹിളയുടെ അടുക്കിലേക്ക് ഞാൻ എന്റെ ഭാര്യ അയച്ചു. ഞങ്ങൾ ഒരു യോഗത്തിലായിരുന്നു. അതിനാൽ അവൾക്ക് തലമുടി കഴിക്കാനുള്ള അത്രയും സമയം കിട്ടിയിരുന്നില്ല. അവിടെയുള്ള ഏതെങ്കിലും ഒരു ബ്യൂട്ടി ഷോപ്പിൽ പോയിട്ട് തല കഴുകിയിട്ട് വരാൻ ഞാൻ അവളോട് പറഞ്ഞു. അവൾ അവിടേക്ക് പോവുകയും അവളുടെ മുടി എങ്ങനെയാണ് ഉയർത്തി പിടിക്കേണ്ടതെന്ന് പോലും അവിടെയുള്ള ആ മഹിളയ്ക്ക് അറിയില്ലായിരുന്നു. അവൾക്ക് തലയുടെ മേലെയായിട്ട് അത് പിന്നി കെട്ടിവെക്കേണ്ടിയിരുന്നു. നീണ്ട മുടിയോടുകൂടി ആരുടെയും തലമുടി ഞാൻ ഒരിക്കലും കഴുകിയിട്ടില്ലെന്ന് അവർ പറഞ്ഞു. അതിനെക്കുറിച്ച് അവർക്ക് യാതൊന്നും അറിയില്ല. എനിക്കറിയില്ല. ഓ ദൈവമേ, ഇതിനെക്കുറിച്ച് യാതൊന്നും അവർക്കറിഞ്ഞുകൂടാ. എന്തുകൊണ്ടാണ്? അത് കഴിവില്ലാത്ത പ്രസംഗപീഠത്തിനടിയിലായിരുന്നു കേൾക്കുന്നതിനാലാണ്. തീർച്ചയായിട്ടും കഴിവില്ലാത്ത പ്രസംഗപീഠങ്ങളാകുന്നു അതിന്റെ കാരണം. അത് സത്യത്തെ നിങ്ങൾക്ക് പറഞ്ഞു തരികയില്ല. അവർ സത്യവുമായിട്ട് ഒത്തുതീർപ്പ് നടത്തുന്നു. നിങ്ങളത് കേൾക്കുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. കൂടാതെ നിങ്ങൾ അവരിൽ ഒരാളോട് സംസാരിക്കുകയാണെങ്കിൽ അവർ എഴുന്നേറ്റ് ദേഷ്യപ്പെട്ടുകൊണ്ട് ഞാൻ ഒരിക്കലും ആ ഹോളി റോളറിനെ കേൾക്കില്ല എന്ന് പറയും. ഉസിയാവേ, മുന്നോട്ട് പോയിക്കൊള്ളുക. അത് ശരിയാണ്. ആ രീതിയിലുള്ള കുഷ്ഠം എനിക്ക് എപ്പോഴെങ്കിലും പിടിക്കപ്പെടുന്നതിൽ നല്ലത് ഇതാണ്. കാരണം അത് പ്രാണനുള്ള കുഷ്ഠമാണ്. നിങ്ങൾ വീണ്ടും അവിടെ പാപത്തിന്റെ കുഷ്ഠവുമായിട്ടായിത്തീർന്നിരിക്കുന്നു. അത് കുഷ്ഠരോഗത്തെക്കാളും തീരെ മോശമായതാണ്. അത് പ്രാണനുള്ള കുഷ്ഠമാകുന്നു. ഉസിയാവ് തന്റെ പിതാക്കന്മാരോടൊപ്പം നിദ്ര കൊണ്ടുവന്ന് തിരുവെടുത്ത് പറയുന്നു. അവൻ രക്ഷിക്കപ്പെട്ടവനായിരുന്നു. അവൻ തെറ്റായിട്ട് എന്തോ ഒരു കാര്യം ചെയ്തിരുന്നു എന്ന് മാത്രം. എന്നാൽ അവരിലും കൂടുതലായിട്ട് അറിവുണ്ടായിട്ട് നിങ്ങളത് ചെയ്യുമ്പോൾ പിന്നെ നിങ്ങൾ പ്രാണൽ കുഷ്ഠരോഗിയായിത്തീരുന്നു. അതിനുശേഷം കുഷ്ഠരോഗിയുടെ പ്രാണനെ കൊണ്ടുപോകാൻ യാതൊരു വഴിയുമില്ല. നിങ്ങൾക്കതറിയാമല്ലോ. അതുകൊണ്ട് നിങ്ങളെ സ്വയം താഴ്ത്തുകയും ദൈവം മുമ്പാകെ താഴ്മയുള്ളവനുമായിരിക്കുക. നിഗളിച്ച് ചീർക്കാതിരിക്കുക. തിരുവെഴുത്തുകളെ ശോധന ചെയ്തിട്ട് അത് ശരിയാണോ എന്ന് നോക്കുക. സഹോദരൻ ബ്രഹാം, നിങ്ങൾ യേശു മാത്രക്കാരനാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നുവെന്ന് കുറച്ചു നാളുകൾക്ക് മുമ്പ് ആരോ എന്നോട് പറഞ്ഞിരുന്നു. നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് തെറ്റാണ് എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ യേശു മാത്രക്കാരനല്ല. എന്നാൽ നിങ്ങൾ യേശുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തുന്നല്ലോ എന്ന് പറഞ്ഞു. അതെന്നെ യേശു മാത്രക്കാരനാക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. യേശു മാത്രക്കാരുടെ ഉപദേശപ്രകാരം അവർ പുനർജനനത്തിനുമേലേക്ക് സ്നാനപ്പെടുത്തുന്നു. ഞാനതിൽ വിശ്വസിക്കുന്നില്ല. നിങ്ങൾ യേശുനാമത്തിൽ സ്നാനപ്പെട്ട് കഴിയുന്ന ഉടനെ തന്നെ നിങ്ങളുടെ പ്രാണനും നിങ്ങളുടെ പാപങ്ങളും മോചിക്കപ്പെടുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പത്രോസ് പറഞ്ഞു, ആദ്യം മാനസാന്തരപ്പെടുക, തിരിയുക. നിങ്ങൾ അടയാളം തെറ്റിയിരിക്കുന്നു, തിരിഞ്ഞു പോകുക. മാനസാന്തരപ്പെട്ട് നിങ്ങൾ സ്നാനപ്പെട്ടിരിക്കുന്നതിനെ ലോകത്തെ കാണിക്കുക. ഞാനത് വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാഭിഷേകം എന്നത് വീണ്ടും ജനനമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് പരിശുദ്ധാത്മ സ്നാനമല്ല, അത് വീണ്ടും ജനിക്കപ്പെടുകയാണ്. നാം വീണ്ടും ജനിക്കുന്നത് രക്തത്താലാണ്. രക്തകോശങ്ങൾ അല്ലെങ്കിൽ ജീവകോശങ്ങൾ രക്തത്തിൽ നിന്നും വരുന്നു. നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ ദേഹത്തിലേക്ക് സ്നാനപ്പെടുന്നു. എന്നാൽ നിങ്ങൾ രക്തത്താൽ ജനിച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും അതാകുന്നു. നിങ്ങളുടെ പിതാവിന്റെ രക്തത്താൽ നിങ്ങൾ ജനിച്ചിരിക്കുന്നു. ഞാൻ എന്റെ പിതാവിന്റെ രക്തത്തിൽ നിന്നും വീണ്ടും ജനിച്ചിരിക്കുന്നു. അത് നിങ്ങളുടെയും നമ്മുടെയും പിതാവായ ക്രിസ്തുവാകുന്നു. അതെ ശ്രീമാൻ. എന്നാൽ നാം ഇപ്രകാരമുള്ള കാര്യങ്ങളിൽ വിശ്വസിക്കുന്നില്ല. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തുന്നത് കൊണ്ട് അത് നമ്മെ യേശു മാത്രക്കാരാക്കുന്നില്ല. ഇല്ല ശ്രീമാൻ, അതൊട്ടുമില്ല. അതെ ശ്രീമാൻ. ദൈവത്തിന്റെ ശബ്ദം ഇപ്രകാരം അവന്റെ അടുക്കലേക്ക് വന്നപ്പോൾ മോശ അവന്റെ സന്നിധിയിൽ അവനെ തന്നെ താഴ്മയുള്ളവനാക്കി. നിന്റെ കാലിൽ നിന്നും ചേരുപൂരി കളയുക എന്ന് അവനോട് പറയുകയും അവൻ ഉടനെ തന്നെ അവന്റെ കുഞ്ഞ് അവന്റെ കാലിൽ നിന്നും ചേരുപൂരി കളയുകയും ചെയ്തു. അത് ശരിയാണ്. ശൗലേ, ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് ആ പ്രകാശം അവന്റെ മേൽ പതിഞ്ഞപ്പോൾ, കർത്താവെ, നീ ആരാകുന്നുവെന്ന് ചോദിച്ചുകൊണ്ട് അവൻ നേരെ നിലത്ത് വീണു. ആരായിരുന്നു ഇത്? ഞാൻ യേശുവാകുന്നു എന്ന് പറഞ്ഞു. അത് ആ അഗ്നിസ്തംഭമായിരുന്നു. ഞാൻ യേശുവാകുന്നു, മുള്ളിന്റെ നേരെ ഉദയ്ക്കുന്നത് നിനക്ക് വിഷമമാകുന്നു. കർത്താവെ, ഞാൻ എന്ത് ചെയ്യണം? അവൻ തയ്യാറായി കഴിഞ്ഞിരുന്നു. യോഹന്നാൻ സ്നാപകൻ അവൻ വരുന്നത് കണ്ടു. അവൻ ഒരു മഹാനായ മനുഷ്യനായിരുന്നു. സ്ത്രീകളിൽ നിന്നും ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവൻ ആരും എഴുന്നേറ്റിട്ടില്ല എന്ന് യേശു തന്നെ പറഞ്ഞു. യോഹന്നാൻ അവനെ കാണുകയും അവന്റെ മുമ്പിൽ അത്രമാത്രം ചെറിയവനായിട്ട് തന്നെ മനസ്സിലാക്കുകയും ചെയ്തിട്ട് പറഞ്ഞു, അവന്റെ ചെരുപ്പിന്റെ വാറഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞു. ആമേൻ. ശ്രദ്ധിക്കുക, ഒരു വലിയ മനുഷ്യനെ എല്ലായ്പ്പോഴും സ്വയം താഴ്മപ്പെടുത്തുന്നു. മേലോട്ട് പോകുന്നതിന് മുമ്പ് എപ്പോഴും താഴോട്ടാകുന്നു. നിങ്ങളെ സ്വയം താഴ്ത്തുക, ദൈവം നിങ്ങളെ ഉയർത്തും. തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. ഓ, ഞാനത് ഇഷ്ടപ്പെടുന്നു. എപ്പോഴും നിങ്ങളെ സ്വയം താഴ്ത്തുക. എല്ലായ്പ്പോഴും കുറഞ്ഞവനായിരിക്കുക. ഒരു വലിയ വ്യക്തിയാക്കരുത്, ഒരു ചെറിയവനായിരിക്കുക. നമ്മുടെ ഇടയിൽ വലിയവനായിട്ട് ഒരുവൻ മാത്രം, അത് ദൈവം മാത്രമേ ഉള്ളൂ. അത് ശരിയാണ്. ഇതൊരു പരിശുദ്ധ സഭയും വിശുദ്ധ ജനങ്ങളുമാണെന്ന് നിങ്ങൾ പറയാൻ ആഗ്രഹിക്കരുത്. ഓ, അങ്ങനെയല്ല. അത് പരിശുദ്ധ ദൈവം വിശുദ്ധിയല്ലാത്ത സഭയിലും വിശുദ്ധരല്ലാത്ത ജനങ്ങളിലുമാകുന്നു. അതാണ് ശരി. വിശുദ്ധ സഭ എന്ന് പറയുന്ന ഒരു കാര്യമേ ഇല്ല. വിശുദ്ധനായ ദൈവം തന്റെ സഭയിലാകുന്നു എന്നാണ്. വിശുദ്ധ ജനങ്ങൾ എന്നല്ല, എന്നാൽ പരിശുദ്ധാത്മാവ് ജനങ്ങളിലാകുന്നു. പിന്നെ നിങ്ങൾ ജനങ്ങളെ കുറിച്ചല്ല സംസാരിക്കുന്നത്, എന്നാൽ ജനങ്ങളിലുള്ള പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ആമേൻ, ആമേൻ. അതാണ് ശരിയായ വചനം. ആമേൻ. അത് വീട്ടിലെത്തിക്കുന്നു. അതിനെ ഞാൻ അനുഭവപ്പെട്ടിരിക്കുന്നു. അതെ ശ്രീമാൻ, അവനത് ഇഷ്ടപ്പെട്ടിരിക്കുന്നു. എനിക്കതറിയാം. സ്തോത്രം.
നിങ്ങളെ തന്നെ താഴ്ത്തുക. അവൻ 2 ചിറകുകൾ കൊണ്ട് അവന്റെ മുഖം മൂടി, അത് ആദരവാണ്. തന്റെ കാലുകൾ മൂടിക്കൊണ്ട് അവൻ സ്വയം അവനെ തന്നെ താഴ്ത്തി. മൂന്നാമതായിട്ട് 2 ചിറകുകൾ കൊണ്ട് അവൻ പറന്നു. അവയിൽ 2 എണ്ണം കൊണ്ട് അവൻ സ്വയം അവനെ തന്നെ പ്രവൃത്തിയിലാക്കിയിരുന്നു. അവൻ ദൈവം മുമ്പാകെ ആദരവോട് കൂടിയായിരുന്നു. അവൻ ദൈവം മുമ്പാകെ താഴ്ത്തപ്പെട്ടിരുന്നു. അത് മാത്രമായിട്ട് അവിടെ ഇരിക്കുകയായിരുന്നില്ല, എന്നാൽ അവൻ അവനെ തന്നെ പ്രവൃത്തിയിലാക്കിയിരുന്നു. ഒരു സഭയെക്കുറിച്ച് പറയുന്നു. ആമേൻ. സ്വയം തന്നെ പ്രവൃത്തിയിലായിരുന്നു. അവന്റെ പക്കൽ ഉണ്ടായിരുന്നത് എന്തായിരുന്നാലും അതുമായിട്ട് പോകാൻ അവൻ തയ്യാറായിരുന്നു. അതെ ശ്രീമാൻ. അവന് പറയാൻ കഴിയുന്നതായ ഒരേ ഒരു കാര്യം എന്നത് സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ 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 എന്ന് മാത്രമായിരുന്നു. എന്നാൽ അതുമായിട്ട് തന്നെ അവനെ തന്നെ പ്രവൃത്തിയിലാക്കിയിരുന്നു. അവൻ പ്രവൃത്തിയിലായിരുന്നു. അതാണ് ഇന്ന് രാത്രിയിൽ സഭയ്ക്ക് ആവശ്യമായിരിക്കുന്നത്. ആദ്യമായിട്ട് ആദരവുണ്ടായിരിക്കുക, രണ്ടാമതായിട്ട് താഴ്മയുള്ളവനായിരിക്കുക, അതിനുശേഷം നിങ്ങളെ തന്നെ പ്രവൃത്തിയിലാക്കുക. തന്റെ ദാസന്മാരെ എങ്ങനെയാണ് അവൻ പ്രതിനിധീകരിച്ചതെന്നും അവൻ എങ്ങനെയാണ് അത് ചെയ്യാൻ പോകുന്നതെന്നും തന്റെ പ്രവാചകനെ കാണിച്ചപ്പോൾ ഈ വ്യക്തി, അതായത് ഈ ദൂതൻ, എന്താണ് ചെയ്തത്? അവൻ ആർത്തപ്പോൾ അവന്റെ ശബ്ദത്താൽ ഉമ്മരപ്പടിയുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങിയിരുന്നത് ഈ പ്രവാചകൻ കണ്ടിരുന്നു. സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ 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 എന്നവൻ ആർക്കുകയും അടിസ്ഥാനങ്ങൾ കുലുങ്ങിയും വരുന്നു. അവൻ വീണ്ടും സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ 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 എന്ന് ആർക്കുകയും അടിസ്ഥാനങ്ങൾ കുലുങ്ങുകയും ചെയ്തു. എനിക്കയ്യോ കഷ്ടമെന്ന് യെശയ്യാവ് പറഞ്ഞു. അവനൊരു പ്രവാചകനും ന്യായീകരിക്കപ്പെട്ട പ്രവാചകനും പ്രവാചകനായിട്ട് ജനിച്ചവനും തിരുവഴുത്തിലെ പ്രവാചകന്മാരിൽ മുഖ്യനായ ഒരുവനുമായിരുന്നു. അവൻ പറഞ്ഞു, അയ്യോ എനിക്ക് കഷ്ടം, എന്റെ കണ്ണുകൾ ദൈവത്തിന്റെ മഹിമയെ കണ്ടിരിക്കുന്നു. ആ പ്രവാചകൻ സ്വയം തന്നെ താഴ്ത്തുന്നത് നോക്കുക. ഒരു പ്രവാചകൻ എന്നത് ദൈവത്തിന്റെ വചനം വരുന്നതായ ഒരു മനുഷ്യനാണ്. എന്നാൽ ഒരു ദർശനത്തെ പ്രവൃത്തിയിലായി അവൻ കണ്ടപ്പോൾ, അയ്യോ എനിക്ക് കഷ്ടം, കർത്താവിന്റെ സാന്നിധ്യം കാണുവാൻ തക്കോണ്ട് ഞാൻ അത്രയും അടുത്തായി നിൽക്കുന്നു എന്ന് പറഞ്ഞു. നമ്മുടെ ആധുനികരായ അമേരിക്കൻ ജനത അത് കണ്ടിട്ട് അത് നോക്കി പരിഹസിച്ചുകൊണ്ട് തിരികെ പോയി കളയും. അത് ശരിയാണ്. എന്നാൽ അവനൊരു ദർശനം വെളിപ്പെട്ട് കണ്ടപ്പോൾ, അതായത് ഒരു വെളിപ്പെട്ട ദർശനത്തെ കണ്ടപ്പോൾ, ഓ ദൈവമേ, ഈ പാപഭരിതമായ ലോകത്തോട് കരുണ തോന്നണമേ. ഒരു വെളിപ്പെട്ട ദർശനത്തെ കണ്ടപ്പോൾ അവൻ നിലവിളിച്ചു, അയ്യോ എനിക്ക് കഷ്ടം, ഞാൻ ശുദ്ധിയില്ലാത്ത ആദരങ്ങളുള്ള ഒരു മനുഷ്യൻ ശുദ്ധിയില്ലാത്ത ആദരങ്ങളുള്ള ജനങ്ങളുടെ നടുവിൽ വസിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ നശിച്ചു, എന്നിൽ യാതൊരു നന്മയുമില്ല. എങ്കിൽ ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ. ഞാൻ പ്രസ്ബിറ്റേറിയൻ ആകുന്നു, മെത്തഡിസ്റ്റ് ആകുന്നു, ബാപ്റ്റിസ്റ്റും പെന്തിക്കോസ്തുകാരനുമാകുന്നു എന്ന് നിങ്ങൾ പറഞ്ഞേക്കാം. എനിക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇരുന്ന് കേൾക്കേണ്ട ആവശ്യമില്ല. എന്നാൽ അവിടെ എന്തൊരു വ്യത്യാസമാണുള്ളത്, എന്തൊരു വ്യത്യാസമാണ്. കൂടാതെ ഓർക്കുക, ഈ പ്രവാചകൻ തന്റെ ജന്മം മുതൽ വിളിക്കപ്പെടുകയും ന്യായീകരിക്കപ്പെടുകയും തന്റെ കാര്യാലയത്തിലേക്ക് മുൻനിർണയിക്കപ്പെടുകയും കൂടാതെ അവൻ സത്യത്തെ അന്വേഷിക്കുകയും ഒരു രാജാവിന്റെ കൂടെയുമായിരുന്നു. അവൻ ദൈവത്തിന്റെ പ്രവർത്തികളെ വെളിപ്പെടുത്തപ്പെട്ട് കണ്ടിരുന്നു. എന്നാൽ ഒരു തുറന്ന ദർശനമുണ്ടായപ്പോൾ അവനെ തന്നെ ഉയർത്തുന്നതിന് പകരം അയ്യോ എനിക്ക് കഷ്ടമെന്ന് അവൻ പറഞ്ഞു. ഞാൻ നശിച്ചു, ഞാനതിനു വേണ്ടിയായിരിക്കുന്നു, കാരണം എന്റെ കണ്ണുകൾ ദൈവത്തിന്റെ മഹത്വത്തെ കണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ മഹത്വത്തെ നമുക്ക് കാണാൻ കഴിയുകയും അതൊരു കൂട്ടം ഹോളി റോളേഴ്സ് എന്നും ഭ്രാന്തി പിടിച്ച ജനങ്ങളാണെന്നും നമുക്ക് എല്ലായിടത്തും പോയി പറയാനും കഴിയും. അതുകൊണ്ട് നാം എങ്ങും ചെന്നെത്താത്തതിൽ യാതൊരു അത്ഭുതവുമില്ല. ഞാനിവിടേക്ക് വന്നിട്ട് എന്തെങ്കിലും പറയുമ്പോൾ അത് ജനങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നത് ഓർക്കുക. അതെ, നമുക്കത് ആദരിക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് കഴിയാവുന്നതായ എല്ലാ രീതിയിലും അതിന്റെ ഓരോ അംശത്തെയും നമുക്ക് ബഹുമാനിക്കേണ്ടിയിരിക്കുന്നു. ദൈവം സംസാരിക്കുകയും അത് സത്യമാണെന്ന് നമുക്കറിയാവുന്നതുമായ ഒരു തുറന്ന ദർശനം നാം കാണുമ്പോൾ അത് ചെയ്തിരിക്കണം. യെശയ്യാവ് പറഞ്ഞു, അയ്യോ എനിക്ക് കഷ്ടം, ഇന്ന് രാത്രിയിൽ അല്ലെങ്കിൽ ഇന്നോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ആകാം, ഇന്ന് രാത്രിയിൽ ഈ ആലയത്തിൽ ഞാൻ ദൈവത്തിന്റെ മഹത്വത്തെ കണ്ടിരിക്കുന്നുവല്ലോ. ഒരു ദൂതൻ സംസാരിക്കുന്നതും എന്തോ ഒന്ന് നീങ്ങുന്നതായി ഞാൻ കണ്ടു. ഞാൻ അവിടേക്ക് നോക്കുകയും ദൈവം നേരെ ഇവിടെയായി വെളിപ്പെട്ടിരിക്കുന്നതും കണ്ടിരിക്കുന്നു. അയ്യോ എനിക്ക് കഷ്ടം, ഞാൻ ശുദ്ധിയില്ലാത്ത ആദരങ്ങളുള്ള മനുഷ്യൻ ശുദ്ധിയില്ലാത്ത ആദരങ്ങളുള്ള ജനങ്ങളുടെ ഇടയിൽ വസിക്കുന്നു. എന്താണ് സംഭവിച്ചത് ശ്രദ്ധിക്കുക. ഓ, എന്താണ് അവൻ ചെയ്തത്? മനുഷ്യൻ അവന്റെ സന്നിധിയിൽ ആദരവും ബഹുമാനവും ഉള്ളവനായിരിക്കും എന്ന് യെശയ്യാ പ്രവാചകൻ അവൻ കാണിച്ചു കൊടുത്തു. ആദരവോടും താഴ്മയോടും അതിനുശേഷം പ്രവൃത്തിയിലാകുക. അത് ശരിയാണ്, പ്രവൃത്തിയിലാകുക. അത് കിണറ്റുകരയിലെ സ്ത്രീയെ പോലെയാണ്. എന്തോ ഒരു കാര്യം സംഭവിച്ചവൾ കണ്ടപ്പോൾ, സഹോദര, അവൾക്ക് 2 ചിറകുകൾ ഉണ്ടായിരുന്നു. അവൾ അതുമായിട്ട് വേഗം അവിടെ നിന്നും ഓടിപ്പുറപ്പെട്ടു. അവൾ യാക്കോബിന്റെ കുളത്തിൽ നിന്നും അവർ വാദപ്രതിവാദം നടത്തിയിരുന്നതായ സ്വല്പം മലിനവെള്ളം കോരുന്നതിന് വേണ്ടി വന്നിരുന്നു. എന്നാൽ ജീവന്റെ ഉറവിൽ നിന്നും അവൾക്ക് കുടിക്കാൻ കഴിഞ്ഞപ്പോൾ അവൾ ഉടനെ തന്നെ പ്രവൃത്തിയിലായി. സാറേ, എവിടെ നിന്നാണ് നിങ്ങൾക്ക് വിദ്യാഭ്യാസം കിട്ടിയിരിക്കുന്നതെന്ന് അവൾ ചോദിച്ചില്ല. എവിടെ നിന്നാണ് ഈ കാര്യങ്ങളെല്ലാം കിട്ടിയിരിക്കുന്നത്? എങ്ങനെയാണ് നിങ്ങളിത് പഠിച്ചത്? അല്ലെങ്കിൽ എനിക്ക് 5 ഭർത്താക്കന്മാർ ഉണ്ടായിരുന്നുവെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാൻ കഴിയാം?
എനിക്ക് എന്താണ് കുഴപ്പമെന്ന് നിങ്ങൾ എങ്ങനെയാണ് അറിയുന്നത്? ഞാൻ ശമരിയക്കാരിയായ സ്ത്രീകളാണെന്ന് നിനക്ക് എങ്ങനെ അറിയാം? ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് എങ്ങനെ അറിയാമെന്ന് അവൾ അവനെ ചോദ്യം ചെയ്തില്ല. യജമാനനെ, നീ ഒരു പ്രവാചകനാണെന്ന് ഞാൻ കാണുന്നു. മശിയ വരുമ്പോൾ അവൻ ഈ കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് അറിയിച്ചു തരുമെന്നാണ് അവൾ പറഞ്ഞത്. അവൾ തിരുവെഴുത്തിൽ കൂടി അത് തിരിച്ചറിഞ്ഞു. അതിനുശേഷം അവൾ പറഞ്ഞു, മശിയ വരുമ്പോൾ അവൻ സകലതും ഞങ്ങളെ അറിയിക്കും. ഞാൻ തന്നെ അവൻ എന്നവൻ പറഞ്ഞു. അവൾ പ്രവൃത്തിയിലായി കഴിഞ്ഞിരുന്നു. അവൾക്ക് കഴിയാവുന്നത്രയും വേഗത്തിൽ അവൾ നഗരത്തിലേക്ക് ഓടി. ഞാൻ ചെയ്തതൊക്കെയും എന്നോട് പറഞ്ഞു, ഒരു മനുഷ്യനെ വന്ന് കാണുവീൻ, ഇത് മശിയ തന്നെ ആയിരിക്കുന്നില്ലേ? അവൾ സത്യത്തെ കണ്ടപ്പോൾ അവൾ പണ്ട് അവളുടെ കയ്യിൽ തന്നെ വെക്കാൻ ശ്രമിച്ചില്ല. അവൾ തീർച്ചയായും അത് കൊടുക്കുകയായിരുന്നു. അതിന് വളരെയധികം ബഹുമാനം കൊടുക്കുകയായിരുന്നു. അവൾ തീർച്ചയായും അതിന് ധാരാളം സഹായങ്ങൾ ചെയ്യുകയായിരുന്നു. കാരണം അവൾ നഗരത്തിൽ ചെന്നിട്ട് വന്ന് കാണുവീൻ എന്ന് അവരോട് പറഞ്ഞു. നിങ്ങളത് വിശ്വസിക്കുന്നില്ലെങ്കിൽ എന്നോടൊപ്പം വന്ന് കാണുക എന്ന് പറഞ്ഞു. എനിക്കൊരു ഹോളി റോളറിനെ പോലെ ഇന്ന് രാത്രിയിൽ അനുഭവപ്പെടുന്നു. അതെ ശ്രീമാൻ, ഒരു ഹോളി റോളർ ആയിരിക്കെ ആ രീതിയിലാണ് നിങ്ങൾ അനുഭവപ്പെടുന്നതെങ്കിൽ ഞാനും അതിലൊന്നായിരിക്കട്ടെ. അതെ ശ്രീമാൻ, അവൻ ശരിയാണെന്ന് ഞാൻ അറിയുന്നു. അവൻ ഇവിടെ ആകുന്നു എന്ന് ഞാൻ അറിയുന്നു. അതേ മശിഹ തന്നെ, അതേ ദൈവം തന്നെ, അതേ ക്രിസ്തു തന്നെ ഇന്ന് രാത്രിയിൽ ഈ ചൂടുള്ള കെട്ടിടത്തിലായിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. എനിക്കത് നിങ്ങൾക്ക് തെളിയിച്ചു തരാൻ കഴിയും. ആമേൻ. അവിടെ ആ മൂലക്കായിട്ടിരിക്കുന്ന ഒരു മനുഷ്യന്റെ അപ്പുറത്തായിട്ട് കർത്താവിന്റെ ദൂതൻ നിൽക്കുന്നത് നോക്കുക. അദ്ദേഹത്തിന്റെ പേര് റെവറൻഡ് ശ്രീമാൻ വിറ്റ് എന്നാകുന്നു. അദ്ദേഹം വെർജീനിയയിൽ നിന്നും വന്നിരിക്കുന്നു. ഒരു നാഡീസ്തംഭത്താൽ കഷ്ടപ്പെടുന്നു. നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുകയാണെങ്കിൽ സുഖപ്പെട്ട് വീട്ടിലേക്ക് പോകാൻ കഴിയും. നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ സാറേ? ശരി, വീട്ടിൽ ചെന്ന് സുഖപ്പെട്ടുകൊള്ളുക. നിങ്ങളുടെ നാഡീസ്തംഭം തീർന്നിരിക്കുന്നു. ഇവിടെ ആയിട്ടിരിക്കുന്ന അദ്ദേഹത്തിന്റെ പേര് മോറ എന്നാണ്. അദ്ദേഹം ഇല്ലിനോയ്സിൽ നിന്ന് വന്നിരിക്കുന്നു. അദ്ദേഹത്തിന് മലാശയത്തിൽ കുഴപ്പമാണ്. സാറേ, നിങ്ങളത് വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ നിങ്ങൾക്കൊരു അപരിചിതനാണ്. നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? അത് നിങ്ങളെ വിട്ടുമാറും. ഹല്ലേലൂയ. ഈ കനൽ കൊണ്ട് പ്രവാചകനെ തൊട്ടപ്പോൾ അതവനെ പരിപൂർണമായും ശുദ്ധനാക്കി. ആർ നമുക്ക് വേണ്ടി പോകുമെന്ന് കർത്താവിന്റെ ശബ്ദം ചോദിച്ചപ്പോൾ അടിയനിതാ, അടിയനെ അയക്കണമേ എന്നവൻ പറഞ്ഞു. ഉപദ്രവങ്ങൾ എന്ത് തന്നെയായാലും കാര്യമല്ല, കുരിശെന്ത് തന്നെയായാലും കാര്യമല്ല, കർത്താവ് അടിയനിതാ, അടിയനെ അയക്കണമേ. എത്ര പേർ നിങ്ങളെ തള്ളിക്കളഞ്ഞാലും, എത്രമാത്രം ഇതും അതും മറ്റേതുമായാലും കാര്യമില്ല, അടിയനെ അയക്കണമേ. അവൻ അതേ മശിഹ തന്നെയാകുന്നു. അവനിപ്പോൾ ഇവിടെ ആയിരിക്കുന്നു. ഞാൻ അവനെ വീണ്ടും കാണുന്നു. ആമേൻ. എന്താകുന്നു ഇത്? ആ സ്ത്രീ ഉടനെ പ്രവൃത്തിയിലായി. അവൾക്ക് ചിറകുണ്ടായിട്ട് അവൾ പറക്കാൻ തുടങ്ങി. അവൾ ഉടനെ തന്നെ പ്രവൃത്തിയിലായി തീർന്നു. അപ്പോസ്തലനായ പത്രോസ് ഒരു ദിവസം സമുദ്രത്തിൽ വെച്ച് ദൈവത്തെ അവന്റെ വചനപ്രകാരം എടുത്തപ്പോൾ അവൻ രാത്രി മുഴുവൻ വല വീശുകയും യാതൊന്നും കിട്ടിയിരുന്നില്ല താനും. യേശു അവന്റെ അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു, പടകിന്റെ മധ്യവശത്തായി വലയിറക്കുക. കർത്താവെ, ഞാനൊരു മീൻപിടുത്തക്കാരനാണ്. അവ എപ്പോഴാണ് തിന്നുന്നതെന്നും എപ്പോഴാണ് തിന്നാത്തതെന്നും എനിക്കറിയാം. അവ എവിടെയാണെന്നും എവിടെയല്ലെന്നും എനിക്കറിയാം. എന്നാൽ രാത്രി മുഴുവൻ ഞങ്ങൾ വല വീശിയിരിക്കുന്നു, ഒരൊറ്റ പൊടിമീൻ പോലും കിട്ടിയിട്ടില്ല. എന്നാൽ വല അവിടെ കിടക്കാൻ നീ പറഞ്ഞാൽ അവിടെ ഒരു മീനുമില്ല എന്ന് എനിക്കറിയാം. എന്നാൽ കർത്താവെ, നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാൻ പോവുകയാണ്. എന്താണ് അവൻ ചെയ്തത്? അവൻ പ്രവൃത്തിയിലായി. ആമേൻ. വെള്ളത്താൽ നിറഞ്ഞ ഒരു കുളം ഇവിടെയുണ്ട്. നിങ്ങൾ ഒരിക്കലും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്ഥാനപ്പെട്ടിട്ടില്ലെങ്കിൽ പ്രവൃത്തിയിലാകുന്നതിനുള്ള സമയം ഇതാകുന്നു. നിങ്ങൾ വെറും ഒരു സഭയിലെ അംഗവും ദൈവത്തെ പരിശുദ്ധാത്മാവിന്റെ സ്നാനത്താൽ അറിഞ്ഞിട്ടുമില്ലെങ്കിൽ പ്രവൃത്തിയിലാകുന്നതിനുള്ള സമയം ഇതാകുന്നു. ശരി, നിങ്ങളുടെ മുഖത്തെ ആദരവ് കൊണ്ട് മൂടുക, നിങ്ങളുടെ കാലുകളെ താഴ്മ കൊണ്ട് മൂടുക, എന്നിട്ട് നിങ്ങളുടെ മുട്ടുകളെ കുത്തിക്കൊണ്ട് പ്രവൃത്തിയിലാകുക. നിങ്ങൾക്ക് ദൈവത്തെ അറിയില്ലെങ്കിൽ പ്രവൃത്തിയിലാകുക. അന്ധനായ മനുഷ്യന് കാഴ്ചയില്ലാതിരുന്നപ്പോൾ യേശു അവനോട് സംസാരിക്കുകയും മണ്ണെടുത്ത് അതിൽ തുപ്പിയിട്ട് അവന്റെ കണ്ണുകളിൽ വെക്കുകയും അവൻ സുഖപ്പെടുകയും ചെയ്തു. അവനത് ചെയ്തപ്പോൾ അവൻ പ്രവൃത്തിയിലായിരുന്നു. അവന്റെ കീർത്തി അവൻ എല്ലായിടത്തും പരത്തി. പന്ത് തന്റെ പക്കൽ വെക്കാൻ അവൻ ശ്രമിച്ചിരുന്നില്ല. എന്നാൽ സഹോദര, അവന്റെ കീർത്തി അവൻ ചുറ്റുപാടുമുള്ള ദേശത്തെല്ലായിടത്തും പരത്തി. എന്താണ് അവൻ ചെയ്തത്? അവൻ പ്രവൃത്തിയിലായി. ഒരിക്കൽ ഒരു കുരുടനായ മനുഷ്യൻ സൗഖ്യപ്പെട്ടപ്പോൾ ആ മനുഷ്യനൊരു പാപിയാണ്, നീ അവനെ അറിയുക പോലും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അവനൊരു പാപിയാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല എന്നവൻ പറഞ്ഞു. എന്നാൽ ഒരു കാര്യം എനിക്കറിയാം, ഒരിക്കൽ ഞാൻ അന്ധനായിരുന്നു, ഇപ്പോൾ ഞാൻ കാണുന്നു. എന്താണ് അവൻ ചെയ്തത്? അവൻ പ്രവൃത്തിയിലായി. അതാണ് സഭയ്ക്ക് ആവശ്യമായിരിക്കുന്നത്, പ്രവൃത്തിയിലാകുക. നമുക്ക് വളരെയധികം ആചാരങ്ങളുണ്ട്, നമുക്ക് വളരെയധികം സ്ഥാനമാനങ്ങളുണ്ട്, നമുക്ക് പ്രവൃത്തിയിലാകേണ്ടത് ആവശ്യമായിരിക്കുന്നു. ആമേൻ. അവന്റെ കീർത്തിയെ ദേശത്തെല്ലായിടത്തും പരത്തി.
പെന്തക്കോസ്ത് നാളിലുണ്ടായിരുന്ന ജനങ്ങൾക്ക് വളരെ വലിയ യാതൊരു കാര്യങ്ങളും ഇല്ലായിരുന്നു. അവരിൽ ചിലർക്ക് അവരുടെ പേരെഴുതി ഒപ്പിടാൻ പോലും അറിയില്ലായിരുന്നു. അവർ പേടിച്ചിരുന്നു. അവർ മാളിക മുകളിൽ ഇരുന്നിരുന്നു. എന്നാൽ ഒരു ദിവസം എന്താണ് അവർ ചെയ്തത്? അവന്റെ വചനത്തെ അനുസരിച്ചുകൊണ്ട് അവർ മുകളിൽ കയറി അവർ അവന്റെ വചനത്തെ എടുത്തു. ഓ, ഇന്നത്തെ ജനങ്ങൾ അവന്റെ വചനത്തെ എടുക്കുകയാണെങ്കിൽ അവരും പ്രവൃത്തിയിലാകും. ലൂക്കോസിന്റെ 24:49 പ്രകാരം യെരുശലേം നഗരത്തിൽ പാർപ്പീൻ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് എന്റെ സാക്ഷികളാകും. അത് പ്രവർത്തികൾ 1:8 ലൂക്കോസ് 24:49 പറഞ്ഞു, എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. നിങ്ങൾ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം യെരുശലേം നഗരത്തിൽ പാർപ്പീൻ. എത്ര നാൾ? 1 മണിക്കൂർ, 2 മണിക്കൂർ, 10 ദിവസം, 4 മാസം, 6 മാസം, അത് യാതൊരു വ്യത്യാസം ഉണ്ടാക്കുന്നില്ല. അതുവരെ എത്ര നാളാണത്? അത് ധരിക്കുവോളം. നിങ്ങൾ ദൈവത്തോട് എന്തെങ്കിലും അപേക്ഷിക്കുമ്പോൾ അത് ലഭിക്കുന്നതുവരെ കാത്തിരിക്കുക. ആമേൻ. ലഭിക്കുന്നതുവരെ അവിടെ ആയിരിക്കുക. അതുവരെ എന്താണ്? അത് സംഭവിക്കുന്നത് വരെയാണ്. അത് അവകാശപ്പെടുക, അത് വിശ്വസിക്കുക, അത് മുറുകെ പിടിക്കുക, എന്നിട്ട് പ്രവൃത്തിയിലാകുക. അതിനെപ്പറ്റി സാക്ഷീകരിക്കുക. ഭയപ്പെടരുത്, പ്രവൃത്തിയിലാകുക. അവർ മാളിക മുറികളിൽ എന്ത് ചെയ്യുകയായിരുന്നു? ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയുമായിരുന്നു. എന്തിനു വേണ്ടിയായിരുന്നു? വാഗ്ദത്തത്തിന് വേണ്ടിയായിരുന്നു. അത് സംഭവിക്കേണ്ടിയിരിക്കുന്നു എന്ന് അവർ അറിഞ്ഞിരുന്നു. അവിടെയാണ് നിങ്ങളും പ്രവൃത്തിയിലാകുക. വാഗ്ദത്തം പൂർത്തിയാകുന്നത് വരെ പോയി ദൈവത്തെ സ്തുതിക്കുക. നിങ്ങൾക്ക് വാഗ്ദത്തം ലഭിച്ചിരിക്കുന്നു. ദൈവം രോഗശാന്തി നടത്തുന്നുവെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ പ്രവൃത്തിയിലാകുക. അവനിപ്പോൾ നിങ്ങളെ വിളിച്ച് പുറത്താക്കാൻ പോവുകയും നിങ്ങൾ അവനെ പിടിച്ചിരിക്കുകയാണെങ്കിൽ പ്രവൃത്തിയിലാകുക. ഹേയ്മാൻ, പ്രവൃത്തിയിലാകുക. നിങ്ങൾക്ക് 2 ചിറകുകളുണ്ട്, അതുകൊണ്ട് അവയെ ഉപയോഗിക്കുക. പ്രവൃത്തിയിലാകുക. കർത്താവെ ഞാൻ വിശ്വസിക്കുന്നു, കർത്താവെ ഞാൻ വിശ്വസിക്കുന്നു എന്ന് അതിനെ മുമ്പോട്ടും പുറകോട്ടും വീശുക. നിങ്ങൾക്ക് പരിശുദ്ധൻ 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 എന്ന് വെറുതെ ആർക്കാൻ കഴിയുകയില്ല. നിങ്ങൾക്ക് കർത്താവെ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. പ്രവൃത്തിയിലാകുക. ആമേൻ. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തു നിന്നും ഒരു മുഴക്കമുണ്ടാകുന്നത് വരെ അവർ പ്രവൃത്തിയിലായിരുന്നു. അപ്പോൾ വാസ്തവമായിട്ടും അവിടെ ഒരു പ്രവൃത്തി തന്നെയായിരുന്നു. അതിനുശേഷം അവർ പ്രവൃത്തിയിലേക്കായി തീർന്നു. സഹോദര സഹോദരി, ഈ അന്ത്യനാളുകളിൽ സംഭവിച്ചു കാണുന്ന കാര്യങ്ങൾ നമ്മെ പ്രവൃത്തിയിലാക്കേണ്ടിയിരിക്കുന്നു. ആമേൻ. നാം പ്രവൃത്തിയിലാക്കേണ്ടിയിരിക്കുന്നു. അത് ശരിയായ കാര്യമാണ്. ഇതെന്തോ ഒരു കാര്യം പോലെ നാം വെറുതെ ഇരിക്കുന്നു. ഈ ജനങ്ങളും പെന്തക്കോസ്തുകാരായ ജനങ്ങളും അതിന് ചുറ്റുമായിരിക്കുന്നു. കർത്താവ് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യും, അത് കൊള്ളാമായിരിക്കുന്നു എന്നവർ പറയും. ദൈവത്തോട് കൂടുതലായി അടുത്ത് വസിക്കുന്ന ഒരു സാറാഫുകളെ പോലെ കാണാൻ ഇടയാകരുത്. അത് ശരിയാണ്. ഒരു ദൂതൻ ദൈവത്തോട് അതിലും കൂടുതൽ അടുത്താണ്. പിത്തളവേദിക്കും അപ്പുറത്തായിട്ട് നിങ്ങൾ അവന്റെ മകനായി തീർന്നിരിക്കുന്നു. സാറാഫുകൾ പിത്തളവേദിയിലാണ്. എന്നാൽ നിങ്ങൾ ഒരു പുത്രനോ പുത്രിയോ എന്ന പോലെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പോകുന്നു. നിങ്ങൾക്ക് ഏതെങ്കിലും പുരോഹിതനിലും കൂടി പോകേണ്ട ആവശ്യമില്ല. അവൻ നിങ്ങളുടെ പുരോഹിതനാകുന്നു. നിങ്ങൾ അവന്റെ പുത്രന്മാരും പുത്രിമാരുമായിട്ട് നേരെ അവന്റെ സന്നിധിയിലാകുന്നു. സഹോദര, നമുക്ക് ചിറകുകളിലും കൂടുതലായിട്ട് എന്തോ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നമുക്ക് പരിശുദ്ധാത്മാവുണ്ട്. അത് ശരിയാണ്. നാം ആദരവോടും താഴ്മയോടും കൂടെ പ്രവൃത്തിയിലാകേണ്ടിയിരിക്കുന്നു. ആരുടെയെങ്കിലും മേൽ എന്തെങ്കിലും തള്ളിയിടാൻ ശ്രമിക്കുന്നതിനുള്ള പ്രവൃത്തിയിലല്ല. എന്നാൽ അത്രമാത്രം താഴ്മയോടും ആദരവോടും കൂടി പോയിട്ട് നമുക്ക് പറയാൻ കഴിയും, ഞങ്ങൾക്ക് കഷ്ടം, ഞങ്ങൾ സർവശക്തന്റെ സന്നിധിയെ കണ്ടിരിക്കുന്നു. അവൻ പറഞ്ഞതുപോലെയുള്ള ദർശനങ്ങൾ സംഭവിക്കുന്നത് ഞങ്ങൾ കണ്ടിരിക്കുന്നു. ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ നിങ്ങളും ചെയ്യും, അതിലും കൂടുതലായും ചെയ്യും. കാരണം ഞാൻ എന്റെ പിതാവിന്റെ അടുക്കലേക്ക് പോകുന്നു. വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ തന്നെ അതിലും കൂടുതലായിട്ട് ഒറ്റയൊരു യോഗത്തിൽ വെച്ച് തന്നെ സംഭവിക്കുന്നത് നാം കണ്ടിരിക്കുന്നു. അത് ശരിയാണ്. അവന്റെ 33.5 വർഷക്കാലത്തെ ജീവിതത്തിനുള്ളിൽ ചെയ്തതിലും കൂടുതൽ ഒറ്റ യോഗത്തിൽ തന്നെ നടത്തിയിരിക്കുന്നു. അത് ശരിയാണ്. അതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കുക. നമ്മുടെ കണ്ണുകളാൽ നാം അത് കണ്ടിരിക്കുന്നു. അത് സംഭവിച്ച് നാം കണ്ടിരിക്കുന്നു. മുൻകൂട്ടി പറയപ്പെട്ടിരുന്ന കാര്യങ്ങൾ സംഭവിച്ച് നാം കണ്ടിരിക്കുന്നു. അത് ശ്രദ്ധിക്കുക. മുടന്തനും കുരുടനും തളർന്നവനും ഉണങ്ങിയതും അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി പറയപ്പെട്ട കാര്യങ്ങൾ അതുപോലെ തന്നെ കൃത്യമായിട്ട് സംഭവിച്ചിരിക്കുന്നു. ഒരിക്കലും തെറ്റിയിട്ടില്ല. സഹോദര, അത് നമ്മെ ആദരവോടും താഴ്മയോടും കൂടി പ്രവൃത്തിയിലാക്കേണ്ടതായിട്ടുണ്ട്. പിൻകാലങ്ങൾ തൊട്ടേ വേദപുസ്തക സമയങ്ങളിൽ അഗ്നിസ്തംഭം ഇസ്രായേലിന്റെ മേലായിരിക്കുകയും അത് ജഡമായിട്ട് നമ്മുടെ ഇടയിൽ പാർക്കുകയും ചെയ്തു. ഞാൻ ദൈവത്തിൽ നിന്നും വന്നു, ദൈവത്തിലേക്ക് പോകുന്നു. വിശുദ്ധ പൗലോസ് അത് കണ്ടിട്ട് നിലത്ത് വീണു. പൗലോസിനെ പോലെ ഗമാലിയലിന്റെ കീഴിൽ അഭ്യസിച്ച ഒരു മഹാനായ വ്യക്തി പൊടിയിൽ കിടന്നു വരുന്നുകൊണ്ട്, കർത്താവേ കർത്താവേ നീ ആരാകുന്നു എന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ പോകാൻ തയ്യാറാണെന്ന് പറഞ്ഞു. ഒരു മഹാനായ മനുഷ്യൻ. അവൻ എന്തായിരുന്നു? ഒരു മഹാപണ്ഡിതനായിരുന്നു. എന്നാൽ അവൻ സ്വയം അവനെ തന്നെ താഴ്ത്തി. കാരണം അവൻ അഗ്നിസ്തംഭത്തെ കണ്ടിരുന്നു. നാം അത് നമ്മുടെ ഇടയിൽ കൂടി പ്രവർത്തിക്കുന്നത് നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണുക മാത്രമല്ല, എന്നാൽ ശാസ്ത്രീയപരമായിട്ട് നമുക്കത് കിട്ടിയിരിക്കുന്നു. അത് നമ്മെ പ്രവൃത്തിയിലാക്കേണ്ടതായിട്ടുണ്ട്. അത് പിൻകാലത്ത് ചെയ്ത അതേ കാര്യങ്ങൾ ഇവിടെ ചെയ്ത് നാം കാണുന്നു. അതിന്നും ഇവിടെ അത് ചെയ്യുന്നു. അത് പിതാവിന്റെ വാഗ്ദത്തമാകുന്നു. എന്താകുന്നു ഇത്? അത് വചനത്തെ ന്യായീകരിക്കുന്നതിനും വചനം അപ്രകാരമാകുന്നുവെന്ന് തെളിയിക്കുന്നതിനുമായിട്ട് വന്നു. അത് സഭയെ പ്രവൃത്തിയിലാക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾ വിചാരിക്കുന്നില്ലേ?
ആദരവിനെ കാണിക്കുന്നതായ 2 കൊണ്ട് അവൻ മുഖം മൂടിയിരുന്നു. 2 കൊണ്ട് അവന്റെ കാലുകൾ മൂടിയിരുന്നു. അത് താഴ്മയാണ്. 2 കൊണ്ട് അവൻ പ്രവൃത്തിയിലായി തീർന്നു. അതവനെ പ്രവൃത്തിയിലാക്കി തീർത്തിരുന്നു. വചനത്തെ ആദരിച്ചുകൊണ്ട് നമുക്ക് പ്രവൃത്തിയിലാകേണ്ടിയിരിക്കുന്നു. നമുക്ക് ജനങ്ങളോട് പറയേണ്ടതായിട്ടുണ്ട്. അവന്റെ വരവിന്റെ അടയാളങ്ങൾ പ്രത്യക്ഷമാകുന്നു. എല്ലായിടത്തും അത് വചനത്തിൽ നിന്നും പ്രത്യക്ഷമായി നാം കാണുന്നു. സംഭവിക്കാൻ പോകുന്നതായ ചില കാര്യങ്ങളെ പരിശുദ്ധാത്മാവെന്ന് നമ്മോട് പറയുന്നത് നാം കാണുന്നു. പ്രസിഡന്റ് കെന്നഡി വരുന്നതിനെ കുറിച്ച് ഇതേ കെട്ടിടത്തിൽ വെച്ച് തന്നെ 20 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിരുന്നുവല്ലോ. എന്ത് സംഭവിക്കുമെന്നത് കൃത്യമായി പറയുകയും സ്ത്രീകളും മറ്റും കൂടി ഈ വ്യക്തിയെ കൊണ്ടുവരുമെന്നും മറ്റും പറഞ്ഞത് കൃത്യമായിട്ടും അവൻ അതുപോലെ തന്നെയായിരുന്നു. ഈ സമയമൊക്കെയും അത് കടന്നു വരുമ്പോൾ നാം അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കുകയും അങ്ങനെ അത് ഇന്ന് ഇവിടെ ആയിരിക്കുന്നു. സഭകളെല്ലാം കൂടി ഒരുമിച്ച് ചേർന്നുകൊണ്ടുള്ള സംയോജനത്തിന്റെ സമ്മേളനം ഇതാ കടന്നു വരുന്നു. അത് നമ്മെ എന്തുകൊണ്ടാണ് പ്രവൃത്തിയിലാക്കാത്തത്? അത് ശരിയാണ്. വചനപ്രകാരം അവൻ പറഞ്ഞിരുന്നത് നമ്മുടെ മുമ്പിൽ നിവൃത്തിയായിരിക്കുന്നു. അത് നമ്മെ പ്രവൃത്തിയിലാക്കേണ്ടതാണ്. ആ പ്രവാചകനെ പോലെ സഭാ സംഘടനകളുടെ തിരിച്ചുപോകലും നിഷേധങ്ങളും ഉയർത്തലുകളും അവരുടെ സ്ഥാനത്തെ നഷ്ടപ്പെടുത്തിയിരിക്കുന്നത് നാം കണ്ടിരിക്കുന്നു. യെശയ്യാ പ്രവാചകൻ അവിടെ നിന്നതുപോലെ അവന്റെ തുടക്കം ഒരു സഭാ സംഘടനാ മനുഷ്യനായിട്ടായിരുന്നു. അവൻ രാജാവിന്റെ മേൽ ചാരിയിരുന്നു, കാരണം അവനൊരു നല്ല മനുഷ്യനായിരുന്നു. എന്നാൽ സ്വന്തമായ പുകഴ്ത്തൽ അവനോട് എന്ത് ചെയ്തിരുന്നുവെന്ന് അവൻ കണ്ടിരുന്നു. അത് അവനെ എന്നേക്കുമായിട്ട് എടുത്തു മാറ്റിക്കളഞ്ഞു. സംഘടനാ സഭകളുടെ സ്വന്തം പുകഴ്ത്തലുകൾ സഭയോട് എന്ത് ചെയ്തിരിക്കുന്നുവെന്ന് നാം കണ്ടിരിക്കുന്നു. അത് നാമമാത്രക്കാരായ സംഘടനാ സഭകളെ അതിന്റെ വലയത്തിൽ നിന്നും എന്നേക്കുമായി എടുത്തു മാറ്റിക്കളഞ്ഞിരിക്കുന്നു. അതിന്റെ വീഴ്ചയ്ക്ക് ശേഷം എപ്പോഴെങ്കിലും ഒന്ന് ഉയർത്തപ്പെട്ടതായിട്ടുള്ളത് എനിക്ക് പറഞ്ഞു തരിക. എവിടെയാകുന്നു അത്? ചരിത്രങ്ങളിൽ കൂടി പിൻസമയത്തൊക്കെ നോക്കിയിട്ട് ഏതെങ്കിലും സഭ എപ്പോഴെങ്കിലും ഉയർത്തപ്പെട്ടതായിട്ടുണ്ടോ എന്ന് നോക്കുക. അത് രൂപവൽക്കരിക്കപ്പെട്ട ഉടനെ തന്നെ അത് വീണുപോകുകയും അത് പിന്നെ ഒരിക്കലും വരികയുണ്ടായിട്ടില്ല. ഉസ്യാവ് പിന്നെ ഒരിക്കലും ആലയത്തിലേക്ക് തിരികെ വന്നിട്ടില്ല. അവന്റെ ബാക്കിയുള്ള ദിവസങ്ങൾ ഒരു കുഷ്ഠരോഗിയായിട്ട് അവൻ അടക്കപ്പെടുകയും ചെയ്തു. ഈ പുകഴ്ത്തൽ എന്താണ് ചെയ്തിരിക്കുന്നതെന്ന് ആ പ്രവാചകൻ കണ്ടിരുന്നു. നമ്മുടെ സഭാ സംഘടനകളിലേക്ക് വരുന്നതിന് ഒരു മനഃശാസ്ത്ര വിദഗ്ധനാൽ അവന്റെ ഐക്യു ശരിയാണോ അല്ലയോ എന്ന് ആദ്യം പരിശോധിച്ചറിയേണ്ടിയിരിക്കുന്നു. നമ്മോട് വന്ന് സംസാരിക്കുന്നതിന് മുമ്പ് അവന്റെ പക്കൽ ഒരു DDDയോ ഒരു PhDയോ ഉണ്ടായിരിക്കണം. അങ്ങനെ ഒന്നില്ലെങ്കിൽ നമ്മുടെ ഭരണസമിതി അവനെ സ്വീകരിക്കുകയില്ല. ഓ ദൈവമേ, ദേശത്തെ ഏറ്റവും നല്ലവരായ കൂട്ടർ വരുന്നതും ഇന്ന് നമ്മുടെ സ്ഥലങ്ങൾക്ക് ചുറ്റും കിടക്കുന്ന കാറുകളെയും നോക്കുക. അത് കാഡിലാക്കും റിക്കൻ ബാറ്റേഴ്സും മറ്റുമാകുന്നു. അങ്ങനെ ഈ കാര്യങ്ങൾ മരിക്കുന്നത് നാം കണ്ടിരിക്കുന്നു. അത് മരിച്ചു കഴിഞ്ഞിരിക്കുന്നത് നാം കാണുന്നു. അങ്ങനെ ഈ മുഴുവൻ കാര്യങ്ങളും പുണ്ണായിരിക്കുന്നു. വേദപുസ്തക പ്രകാരം പറയുകയാണെങ്കിൽ പഴുത്ത വ്രണമായിരിക്കുന്നു എന്നാണ്. അത് മുഴുവനും വ്രണമായിരിക്കുന്നു. അത് നാറുന്നു. അത് ശരിയാണ്. ആത്മീയപരമായിട്ട് ഞാൻ അതിനെപ്പറ്റി സംസാരിക്കുകയാണ്. ദൈവത്തിന്റെ വചനത്തിന്മേലുള്ള പിടുത്തത്തെ അവർ അയച്ചു കളഞ്ഞിട്ട് മതസംഹിതകളെ പുകഴ്ത്തുന്നു. അതെന്ത് ചെയ്യുന്നതായിട്ടാണ് നാം കാണുന്നത്? അവിശ്വാസം കുഷ്ഠരോഗമായി തീരുന്നു. അത് ഉസ്യാവ് തന്റെ അഭിഷിക്തന്റെ സ്ഥാനമെടുക്കാൻ ശ്രമിച്ചതുപോലെ അതിനുശേഷം അവൻ രോഗിയാകുകയും അവനത് പരാജയപ്പെടുത്തിയിരിക്കുന്നുവെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. ഈ സഭകൾ അഭിഷിക്തന്റെ കാര്യാലയത്തെ എടുത്തുകൊണ്ട് ദൈവത്തിന്റെ വചനം പ്രസംഗിക്കാൻ ശ്രമിക്കുകയും അതുമായിട്ട് ദുർജീവിതം നയിക്കുന്നതായി നാം കാണുന്നു. എന്താണ് ചെയ്യേണ്ടതെന്ന് അവർക്കറിയില്ല. അവരുടെ മുമ്പിലായിട്ട് വചനത്തെ വെക്കുക. എന്താണ് ചെയ്യേണ്ടതെന്ന് അവർക്കറിയില്ല. ഇത് തീരെ മോശമായ കാര്യമാണ്. ഇത് വേറൊരു ദിവസത്തേക്കാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്താകുന്നു ഇത്? അവർ കുഴപ്പത്തിലായിരിക്കുന്നു. ദൈവത്തിന്റെ അഭിഷിക്തന്റെ കാര്യാലയത്തിലായിക്കൊണ്ട് താൻ സ്വയം വചനത്തിന്റെ രൂപത്തിലായിട്ടുള്ള അഭിഷേകം ചെയ്യപ്പെട്ട വചനത്തെ എങ്ങനെയാണ് നിഷേധിക്കാൻ കഴിയുന്നത്? യഥാർത്ഥമായ വചനത്തെ നിഷേധിച്ച് കളഞ്ഞിട്ട് അപ്പോഴും ആത്മാവിൽ അഭിഷേകം പ്രാപിച്ചവനാണെന്ന് എങ്ങനെ പറയാൻ കഴിയും? ദൈവത്തിന്റെ വചനത്തെ വെളിപ്പെടുത്തുന്ന ഒരേ ഒരു കാര്യം എന്നത് പരിശുദ്ധാത്മാവ് സ്വയം തന്നെയാകുന്നു. പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവൻ എനിക്കുള്ളതിൽ നിന്നും എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരും. അത് ശരിയാണ്. അഭിഷിക്തമായ ഒരു കാര്യാലയത്തെ എടുത്തുകൊണ്ട് ഒരു മതസംഹിതയിലോ ഒരു സഭാ സംഘടനയിലോ നിങ്ങൾക്ക് എങ്ങനെ ഉൾപ്പെട്ടിരിക്കാൻ കഴിയും? അവർ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനിയും ചെയ്യുവാനായിട്ടുള്ളത് ദൈവമായ കർത്താവേ, ഞാൻ ശുദ്ധിയില്ലാത്ത അതരങ്ങളോടുകൂടിയ മനുഷ്യനെന്ന് കരഞ്ഞുകൊണ്ട് അവന്റെ മുമ്പിൽ വീഴുകയാണ്. അതെ ശ്രീമാൻ, വിശുദ്ധ സഭയുടെ സ്ഥാനത്തെ എടുക്കാൻ സഭാ സംഘടനകൾ ശ്രമിക്കുന്നു. ഞങ്ങൾ പിതാവായ ദൈവത്തിലും സർവശക്തനും ആകാശത്തിന്റെ ഭൂമിയുടെയും സൃഷ്ടാവും അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിലും വിശ്വസിക്കുന്നു. കൂടാതെ ഞങ്ങൾ വിശുദ്ധ റോമൻ കത്തോലിക്ക സഭയിലും വിശ്വസിക്കുന്നു. ഇപ്രകാരമുള്ള വ്യത്യസ്തമായ കാര്യങ്ങളെല്ലാം ആകുന്നു. ഞങ്ങൾ വിശുദ്ധന്മാരുടെ സമ്പർക്കത്തിലും വിശ്വസിക്കുന്നു. ഞാൻ ക്രിസ്തുവിനോടുള്ള സമ്പർക്കത്തിൽ വിശ്വസിക്കുന്നു. അതെ ശ്രീമാൻ, വിശുദ്ധന്മാർ തീർച്ചയായും മഹത്വത്തിലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന് മനുഷ്യന് മധ്യസ്ഥനായിട്ട് നമുക്ക് ഒരുവൻ മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെയുള്ള കാര്യങ്ങളെ തള്ളിക്കളയുക. ഇവിടെ തിരുവെഴുത്തിനോട് അത് വിപരീതമാകുന്നു. ഓ, അത് വേദപുസ്തകമാണ് എന്നവർ പറയും. അത് ദൈവമാകുന്നു.
വചനം ദൈവമായിരുന്നു, വചനം ജഡമായിട്ട് നമ്മുടെ ഇടയിൽ വസിച്ചു. ഇപ്പോൾ വചനങ്ങൾ നമ്മുടെ ജഡത്തിൽ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ടിട്ട് അതിനെ സ്വയം വെളിപ്പെടുത്തുന്നു. പ്രവൃത്തിയിലാകുന്നതിനുള്ള സമയമായിരിക്കുന്നു. അത് ശരിയാണ്. The effects of the vision upon the prophet, oh my, caused him to confess. ഈ അഭിഷേകം ചെയ്യപ്പെട്ട പ്രവാചകന്റെ മേൽ ആ ദർശനത്തിന്റെ പ്രഭാവം താനൊരു പാപിയാണെന്ന് അനുദപിക്കാൻ ഇടയാക്കി തീർത്തു. He said, ഞാൻ ശുദ്ധിയില്ലാത്ത അതരങ്ങളോടുകൂടിയ മനുഷ്യനാകുന്നു, ഞാൻ തെറ്റുകാരനാണ്, ഞാൻ തെറ്റ് ചെയ്തിരിക്കുന്നു, ഞാൻ സ്വയം അശുദ്ധനാകുന്നു എന്ന് അവൻ പറഞ്ഞു. അവനൊരു പാപിയായിരുന്നു. അവന്റെ പാപങ്ങളെ അവൻ ഏറ്റു പറഞ്ഞു. yes sir, cause a prophet of God to confess. അതെ, he was അത് a sinner. ദൈവത്തിന്റെ ഒരു പ്രവാചകനെ താൻ പാപിയാണെന്ന് ഏറ്റു പറയാൻ ഇടയാക്കി. അതാണ് ആ ദർശനം ചെയ്തത്. Some DDD ചില DDDയും PhDക്കാരും അത് കണ്ട് പരിഹസിക്കും. ഏതെങ്കിലും സഭയുടെ ചില സഭാധ്യക്ഷരായി കണക്കാക്കപ്പെടും. ഇന്നത്തെ വാർത്താ പ്രക്ഷേപണത്തിൽ ആ കർദിനാൾ എന്താണ് പറഞ്ഞത് നിങ്ങൾ കേട്ടിരുന്നോ? he said, കർത്താവിന്റെ വരവ് വളരെ അടുത്തു കഴിഞ്ഞിരിക്കുന്നു എന്ന് ഉപദേശിക്കുന്ന ചില ആൾക്കാരുണ്ട്. അത്തരത്തിലുള്ള കൂട്ടരിൽ നിന്നും നമുക്ക് തീർച്ചയായും ഒഴിഞ്ഞിരിക്കേണ്ടിയിരിക്കുന്നു എന്ന് അയാൾ പറഞ്ഞു. we want to ലോകത്തിലുള്ള മതങ്ങളെ നമുക്ക് ഒന്നാക്കേണ്ടിയിരിക്കുന്നു. അതെ, അത് കൃത്യമായും അതുപോലെയാണ്. you people, don't you fall asleep now. ജനങ്ങളെ, നിങ്ങൾ ഈ സമയത്ത് ഉറങ്ങിപ്പോകരുത്. ആ കാര്യം നിങ്ങൾ വിചാരിക്കുന്നതിലും അടുത്തായിരിക്കുന്നു. ജോസഫിനെ അറിയാൻ പാടില്ലാത്തവനായി ഒന്ന് വന്നതുപോലെ ഈ മനുഷ്യനും അതിലൊന്നാകുന്നു എന്ന് നിങ്ങൾക്കറിയാമോ? ശ്രദ്ധിക്കുക, അതിന് കഴിയുന്നിടത്തോളം കൗശലതയോടെ അത് കടന്നു വരുന്നു. ഈ അവസാനത്തെ സ്ഥാനത്ത് സഭകളുടെ കൂട്ടായ്മ നടത്തിക്കൊണ്ട് ഒരു പ്രതിമ ഉണ്ടാക്കുകയും അത് മൃഗം സംസാരിച്ചതുപോലെ സംസാരിക്കുകയും ചെയ്യും. എന്നിട്ട് അതിന് ദൈവഭക്തിയോടുകൂടിയ ജനങ്ങളെയെല്ലാം ഉപദ്രവിക്കുന്നതിനായി ശക്തി നൽകും. അത് സമയങ്ങളെയും ദൈവത്തിന്റെ വിധിയെയും മാറ്റും. അത് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെയാകുന്നു. നാം അതിലേക്ക് പിന്നീട് കടക്കുന്നതാണ്. ഇന്ന് രാത്രിയിൽ നാം വളരെ താമസിച്ചു പോയിരിക്കുന്നു എന്നിരിക്കലും ഇതിനെക്കുറിച്ച് നിങ്ങൾക്കറിയാമല്ലോ. yes sir, it caused him. അതെ ശ്രീമാൻ, താനൊരു പാപിയാണെന്ന് അത് അവനെ ഏറ്റുപറയാൻ ഇടയാക്കി. അത് ഇന്ന് നാമമാത്രക്കാരായി വിളിക്കപ്പെടുന്നവരാണെങ്കിൽ കൊള്ളാം, ഞാൻ ഡോക്ടർ ഇന്ന ആളാണെന്ന് പറയും. ഞാൻ സ്വർഗത്തിലെത്തുമ്പോൾ എന്താണ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്കറിയാമോ എന്നൊരു ബിഷപ്പ് പറയുന്നത് ഞാൻ കേട്ടിരുന്നു. ഞാൻ യേശുവിന്റെ അടുക്കൽ ചെന്നിട്ട് പറയും, ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? ഞാൻ ബിഷപ്പ് ഇന്ന ആളാകുന്നു. He said, yes, I've heard my mother speak of you. അതെ, എന്റെ അമ്മ നിങ്ങളെ കുറിച്ച് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് അയാൾ പറഞ്ഞു. വേദപുസ്തകം ചെളി നിറഞ്ഞ വെള്ളത്തിൽ കൂടി ക്ലേശിച്ച് മുന്നോട്ട് നീങ്ങുന്നത് പോലെയാണ്. നിങ്ങൾ പോകുന്നത് എവിടേക്കാണെന്ന് നിങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ വിചാരിക്കരുത്. അവൻ എന്റെ വഴികാട്ടിയാണ്. അതിനെക്കുറിച്ച് നാളെ ഞാൻ സംസാരിക്കുന്നതാണ്. ചെളിവെള്ളത്തിൽ കൂടെയും പതിയിരിക്കുന്ന ആപത്തുകളിലും എല്ലാവിധ ഉയർന്ന സ്ഥാനങ്ങളിലും താഴ്ന്ന സ്ഥാനങ്ങളിൽ കൂടെയും അവൻ നിങ്ങളെ വഴി നടത്തുന്നതാണ്. അതെവിടെയായിരുന്നാലും അവൻ എന്നെ മരണത്തിന്റെ നദിക്കപ്പുറത്തേക്ക് വഴി നടത്തും. ആമേൻ. ഓ അതെ, അവൻ എന്നെ വഴി നടത്തും. മരണം കടന്നു വരുമ്പോൾ ഞാൻ ഭയപ്പെടുകയില്ല. നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. ദാവീദ് പറഞ്ഞു, ഞാൻ പാതാളത്തിൽ എന്റെ കിടക്ക വിരിച്ചാൽ നീ അവിടെയുണ്ട്. ഓ, ഞാൻ ഉഷസ്സിൻ ചിറക് ധരിച്ച് പറന്നുപോയാലും നീ അവിടെയുണ്ട്. അവൻ എല്ലായ്പ്പോഴും എന്റെ മുമ്പേ ആകുന്നു. അതുകൊണ്ട് ഞാൻ ഭയപ്പെടുകയില്ല. ആമേൻ. ആ ചിറകുകളെ എടുത്തിപ്പോൾ പ്രവൃത്തിയിലാക്കിക്കൊള്ളുക. ആമേൻ. ഈ പ്രവാചകനും പെട്ടെന്ന് തന്നെ പ്രവൃത്തിയിലായി. അവൻ തന്റെ മുട്ടുകളിന്മേലായി. ഞാൻ ശുദ്ധിയില്ലാത്ത അതരങ്ങളോടുകൂടിയ മനുഷ്യനെന്ന് അവൻ പറഞ്ഞു. Then as soon as he അങ്ങനെ അവൻ ഏറ്റു പറഞ്ഞ ഉടനെ തന്നെ വിശുദ്ധി അവിടേക്ക് കടന്നു വന്നു. you got to confess first. നിങ്ങൾക്ക് ആദ്യമായിട്ട് ഏറ്റു പറയേണ്ടിയിരിക്കുന്നു. I want you to know ഇത് നിങ്ങൾ ശ്രദ്ധിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ പ്രവാചകനെ പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കുക. a man that stood with the സംയുക്ത ഭരണത്തോടുകൂടി നിന്നിരുന്നവനും ഒരു ന്യായീകരിക്കപ്പെട്ട പ്രവാചകനുമായി ഈ മനുഷ്യൻ തന്റെ ആദ്യത്തെ ദർശനം കണ്ടപ്പോൾ, ഇതിനു മുമ്പ് അവൻ ദർശനം കണ്ടിരുന്നില്ല. അല്ലാത്ത പക്ഷം അവനതുണ്ടായിരുന്നേക്കാം. അവൻ ദൈവത്തിന്റെ നടത്തിപ്പിനെ അനുഭവപ്പെടുകയും വചനത്തിനനുസരിച്ച് പോവുകയും ചെയ്തു. എന്നാൽ ഈ പ്രാവശ്യം അതൊരു തുറന്ന ദർശനമായിരുന്നു. ഞാൻ ശുദ്ധിയില്ലാത്ത അതരങ്ങളോടുകൂടിയ മനുഷ്യൻ, കൂടാതെ ഈ മനുഷ്യരെല്ലാം ശുദ്ധിയില്ലാത്തവരെന്ന് അവൻ നിലവിളിച്ചു. എനിക്കയ്യോ കഷ്ടം, ഞാൻ ദൈവത്തിന്റെ മഹിമ പ്രത്യക്ഷമായി കണ്ടിരിക്കുന്നു. നാം അതിലേക്ക് നോക്കുക മാത്രമാണ് നമുക്ക് പറന്നു പോകേണ്ടതായിരിക്കുന്നു. ശുദ്ധിയില്ലാത്ത അതരങ്ങളോടുകൂടിയ മനുഷ്യനാണ് ഞാൻ. ഞാൻ വേദിയിലേക്ക് പോയി വീണിട്ട്, കർത്താവേ, ഞാൻ ശുദ്ധിയില്ലാത്ത അതരങ്ങളോടുകൂടിയ മനുഷ്യനാണ്. എനിക്കെന്ത് ചെയ്യാൻ കഴിയും? എനിക്കെന്ത് ചെയ്യാൻ കഴിയും? നീ ഇവിടെ തന്നെ പ്രത്യക്ഷപ്പെട്ട് ഞാൻ കണ്ടിരിക്കുന്നു. ഒരു ദൂതനെ തിളക്കുന്നത് ഞാൻ കണ്ടു. അവൻ സംസാരിക്കുന്നത് ഞാൻ കാണുകയും എന്തോ ഒന്ന് പിന്നിലേക്ക് മാറുകയും ചെയ്തു. ആമേൻ. I hope you're not asleep. നിങ്ങൾ ഉറങ്ങിയല്ലെന്ന് ഞാൻ ആശിക്കുന്നു. ഓ, Speak and something happened. സംസാരിക്കുകയും എന്തോ ഒന്ന് സംഭവിക്കുകയും ചെയ്തു. സ്തോത്രം. എന്താണ് സംഭവിച്ചത്? അതിനുശേഷം അവന്റെ പാപങ്ങളെ അവൻ ഏറ്റുപറയുന്നത് നാം കാണുകയും അങ്ങനെ അവർ ചെയ്ത ഉടനെ This great voice that had been speaking സംസാരിച്ചു കൊണ്ടിരുന്നതായി ഈ മഹാശബ്ദം തന്റെ കൈകളിൽ took the tongs, picked up a കൊടിൽ കൊണ്ടൊരു തീക്കനലെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ടുവന്ന് യെശയ്യാവിന്റെ ആദരങ്ങളെ തൊടുകയും അവനെ വെടിപ്പാക്കുകയും ചെയ്തു. Notice, he never ശ്രദ്ധിക്കുക, sent off to get ഒരു a PhDയുടെ ബിരുദമെടുക്കാൻ വേണ്ടി ഒരിക്കലും അവനെ അയച്ചില്ല. ചട്ടങ്ങളുടെ ഒരു പുസ്തകം പഠിക്കുവാൻ വേണ്ടി ഒരിക്കലും അവന് കൊടുത്തില്ല. But God was showing the prophet. എന്നാൽ വെടിപ്പാക്കുന്നതിനുള്ള ശക്തി യാഗപീഠത്തിലുള്ള തീ കൊണ്ടാണ് എന്ന് ദൈവം തന്റെ പ്രവാചകനെ കാണിക്കുകയായിരുന്നു. ആമേൻ. God
ഇന്ന് ദൈവത്തിന്റെ വെളിപ്പാക്കുന്നതിനുള്ള ശക്തി ഒരു മതവിശ്വാസത്തെ ഉരുവിടുകയോ അല്ലെങ്കിൽ ഒരു സഭയിൽ ചേരുകയോ അല്ല. അത് പരിശുദ്ധാത്മാവിന്റെ തീയുടെ ശക്തിയാണ് ഒരു മനുഷ്യനെ അവന്റെ എല്ലാവിധമായ അവിശ്വാസങ്ങളിൽ നിന്നും വെടിപ്പാക്കുന്നത്. ആമേൻ. പ്രവാചകനെ വെടിപ്പാക്കുന്നതിനുള്ള ദൈവത്തിന്റെ വഴി തീയാണ്, ഒരു മതസംഹിതയല്ല. ഒരു പ്രവാചകൻ എന്ത് ചെയ്യും? അവൻ ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്നവനാണ്. അവനിൽ കൂടി വചനം വെളിപ്പെടാൻ പോകുകയായിരുന്നതിനാൽ അവനൊരു മതസംഹിത അവന് കൊടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. അവൻ പിന്നെ ആ മതസംഹിതയെ തന്നെ പിടിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് യാഗപീഠത്തിൽ നിന്നും തീയെടുത്ത് പ്രവാചകനെ വെടിപ്പാക്കി. ആദ്യം ഏറ്റുപറയലും പിന്നെ തീ കൊണ്ട് വെടിപ്പാക്കലുമാകുന്നു. ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ. ഓ, ശ്രദ്ധിക്കുക. ആദ്യം ഏറ്റുപറയലും രണ്ടാമത് വെടിപ്പാക്കലും മൂന്നാമത് ഉത്തരവാദിത്വം നൽകുന്നതുമാകുന്നു. ആമേൻ. അവിടെയാണ് നിങ്ങളും. ഞാൻ തെറ്റുകാരനെന്ന് ആദ്യം ഏറ്റുപറയുകയും രണ്ടാമത് വെടിപ്പാക്കലുമാകുന്നു. നീതീകരണവും ശുദ്ധീകരണവും പിന്നെ പരിശുദ്ധാത്മാഭിഷേകവുമാകുന്നു. അനുതാപവും വെടിപ്പാക്കലും ഉത്തരവാദിത്വം കൊടുക്കലുമാകുന്നു. നിങ്ങൾ ഭൂലോകമൊക്കെയും പോയി സുവിശേഷം പ്രസംഗിപ്പീൻ. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. ആമേൻ. ഏറ്റുപറയലിന് ശേഷം വെടിപ്പാക്കലാകുന്നു. വെടിപ്പാക്കലിന് ശേഷം ഉത്തരവാദിത്വം നൽകപ്പെടുന്നു. സുവിശേഷം പ്രസംഗിക്കുക, രോഗികളെ സൗഖ്യമാക്കുക. ജനങ്ങൾ എന്ത് പറയുന്നു അത് കാര്യമല്ല. അവസാനം ഈ വിലയേറിയ പ്രവാചകൻ ഒരു വാളാൽ തുണ്ടം തുണ്ടമായി മുറിക്കപ്പെട്ടിട്ട് മരണശിക്ഷ നൽകപ്പെടുകയും ചെയ്തു. ഓർക്കുക, ഇത് യെശയ്യാവ് താൻ തെറ്റുകാരനെന്ന് ഏറ്റു പറഞ്ഞതിന് ശേഷമായിരുന്നു. അവൻ ആകപ്പാടെ തെറ്റായിരുന്നു. തന്റെ മതസംഹിയുടെ മേൽ അവൻ ചാരിയിരുന്നു. മതനിർമ്മിതമായ ബന്ധത്തിൽ അവൻ ചാരിയിരുന്നു. ഒരു മഹാനായ വ്യക്തിയായ രാജാവിനെ അവൻ കണ്ടിരുന്നു. അവനൊരു ഈശ്വരഭക്തനായിരുന്നു. എന്നാൽ എല്ലാ മനുഷ്യരും പരാജയപ്പെടുമെന്ന് അവൻ കണ്ടിരുന്നു. എന്നാൽ അവൻ അതിൽ നിന്നും മാറി മേലേക്ക് നോക്കിയപ്പോൾ ദൈവം ആരായിരുന്നുവെന്ന് ഒരു ദർശനം കാണുകയും ഞാൻ തെറ്റുകാരനാണെന്ന് ഏറ്റു പറയാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുകയും ചെയ്തു. ആ പഴയ മതസംഹിതകൾ ഇനിയും പ്രാവർത്തികമാകിയില്ല. കാരണം അത് നിർജീവവും പരാജയപ്പെട്ടതുമായിരിക്കുന്നു. അത് കുഷ്ഠരോഗമായി തീർന്നിരിക്കുന്നു. എന്നാൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുന്നത് ഞാൻ കണ്ടിരിക്കുന്നു. ഒരു മതവിശ്വാസത്തിന് അത് വെളിപ്പെടുത്താൻ കഴിയുകയില്ല. അപ്രകാരം ഒരു മതവിശ്വാസത്തിന് പറയാനും കഴിയുകയില്ല. ഒരു മതവിശ്വാസത്തിന് ചെയ്യാനും കഴിയുകയില്ല. അത് അപ്രകാരം ചെയ്യുന്നതിന് ക്രിസ്തുവാകേണ്ടിയിരിക്കുന്നു. അവനത് കണ്ട ഉടനെ തന്നെ കർത്താവേ, ഞാൻ ആകപ്പാടെ എല്ലാം തെറ്റായിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ വെടിപ്പാക്കപ്പെടുകയും അതിനുശേഷം ഉത്തരവാദിത്വം കൊടുക്കപ്പെടുകയും ചെയ്തു. അതിനുശേഷമാണ് യെശയ്യാവ് വെടിപ്പാക്കപ്പെട്ടതും പിന്നെ ആർ നമുക്ക് വേണ്ടി പോകുമെന്ന് ദൈവം ചോദിച്ചതും. കർത്താവെ, അടിയനിതാ, അടിയനെ അയക്കണമെന്ന് യെശയ്യാവ് പറഞ്ഞു. അത് പാപപരിഹാരം നടത്തപ്പെട്ട പ്രവാചകനായിരുന്നു. ഓ, നിങ്ങൾ സ്വാധീനതയെ കാണുന്നില്ലേ? മാർത്താലയുടെ സ്വാധീനത എടുക്കരുത്. അങ്ങനെ ഒരു പേര് ഇവിടെ ആർക്കുമില്ലെന്ന് ഞാൻ ആശിക്കുന്നു. ഒരു സാധാരണ സ്കൂളിലോ അല്ലെങ്കിൽ ഒരു ഹൈസ്കൂളിലോ നിങ്ങളോടൊപ്പം പോകുന്ന ചില പെൺകുട്ടികളുടെ സ്വാധീനതയിൽ പെടരുത്. അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത വീട്ടിലുള്ള മുടി കത്തിരിക്കുകയും നിക്കർ ധരിക്കുകയും ചെയ്യുന്ന ഒരുവളുടെ സ്വാധീനതയിൽ പെടരുത്. ഏതെങ്കിലും മതസംഹിതയിലുള്ള ദൈവത്തിന്റെ വചനത്തെ നിഷേധിച്ച് നിങ്ങൾക്കൊരു മതവിശ്വാസത്തെ തരുന്ന പാസ്റ്ററിന്റെ സ്വാധീനത എടുക്കരുത്. എന്നാൽ ദൈവത്തിന്റെ മഹിമ അവിടെ വീഴുന്നത് വരെ നിങ്ങൾ അവിടെ തന്നെ നിൽക്കുകയും അതിന്റെ പ്രഭാവത്താൽ എന്തെങ്കിലും മാറ്റങ്ങൾ നിങ്ങൾ കാണുകയും അത് ദൈവം പറഞ്ഞിരിക്കുന്ന രീതിയിൽ തന്നെയാണോ എന്ന് നോക്കുക. അതിനുശേഷം അയ്യോ കഷ്ടം, കർത്താവെ, ഞാൻ തെറ്റുകാരനാകുന്നു എന്ന് പറയുക. കർത്താവെ, എന്നെ വെടിപ്പാക്കണമേ, എന്നെ ഇപ്പോൾ വെടിപ്പാക്കണമേ. ജീവനുള്ള ദൈവത്തിന്റെ ആത്മാവ് എന്റെ മേൽ വീണ് എന്നെ പുതുക്കണമേ. ഈ കനൽ പ്രവാചകനെ തൊട്ടപ്പോൾ അതവനെ പരിപൂർണമായും ശുദ്ധനാക്കി. ആർ നമുക്ക് വേണ്ടി പോകുമെന്ന് കർത്താവിന്റെ ശബ്ദം ചോദിച്ചപ്പോൾ അടിയനിതാ, അടിയനെ അയക്കണമേ എന്നവൻ ഉത്തരം പറഞ്ഞു. അവൻ തയ്യാറായിരുന്നു. അവൻ എന്തോന്ന് കണ്ടിരുന്നു. അതെ ശ്രീമാൻ, കോടിക്കണക്കിന് ജനങ്ങൾ പാപത്തിലും ലജ്ജയിലും ഇന്ന് മരിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെ ദുഃഖവും വേദനയും നിറഞ്ഞ കരച്ചിൽ കേൾക്കുക. എളുപ്പം സഹോദര, എളുപ്പം അവരുടെ രക്ഷയ്ക്ക് വേണ്ടി. സ്വാമി, അടിയനിതാ എന്ന് എളുപ്പം ഉത്തരം കൊടുക്കൂ. എന്തെങ്കിലും ഒന്ന് ചെയ്യേണ്ടിയിരിക്കുന്നു. നാം വിചാരിക്കുന്നതിലും താമസിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ ദർശനം അത്രമാത്രം ജനങ്ങളുടെ മേൽ സ്വാധീനപ്പെട്ടിട്ട് യെശയ്യാവിനോടൊപ്പം ആലയത്തിൽ ഉണ്ടായിരുന്ന അതേ ദൈവം തന്നെയാണ് തന്റെ വിശുദ്ധ സ്ഥാനത്ത് നിന്നായിരിക്കുന്നതെന്ന് അവർ കാണാനിടയാക്കണമേ. അവൻ പരിശുദ്ധാത്മാവായ വിശുദ്ധ സ്ഥാനത്താകുന്നു. അവൻ പരിശുദ്ധാത്മാവാകുന്നു. ഒരിക്കൽ അവൻ ജഡമായിരുന്നു. ഇപ്പോൾ അവൻ ആത്മാവിൽ ജനങ്ങളുടെ ഇടയിലായിരിക്കുകയും സ്വയം അവനെ തന്നെ ജീവിച്ചിരിക്കുന്നുവെന്ന് കാണിക്കുകയും ചെയ്യുന്നു. ഒരു മരിച്ച മതവിശ്വാസമല്ല, എന്നാൽ ഒരു ജീവനുള്ള യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു. ഓ, യെശയ്യാവ് പെട്ടെന്ന് ഉത്തരം കൊടുത്തിട്ട് ആടിയനിതാ, ആടിയനെ അയക്കണമേ എന്ന് പറഞ്ഞു. നമുക്ക് പ്രാർത്ഥിക്കാം. When the coal of fire had touched the prophet, making him as pure could be,
When the voice of God said, "Who'll go for us?" Then he answered, "Here am I, send me." Together, "Speak, my Lord, speak, my Lord, speak, and I'll be quick to answer thee. Speak, my Lord, speak, my Lord, speak, and I will answer, Lord, send. ഇത് ചിലപ്പോൾ നിങ്ങളുടെ അയൽക്കാരനായിരിക്കാം, നിങ്ങളോട് ജോലി ചെയ്യുന്ന സ്ത്രീ ആയിരിക്കാം, നിങ്ങളോടുകൂടി ജോലി ചെയ്യുന്ന മനുഷ്യനുമാകാം. But there millions now in sin and shame are dying. In creeds and denominations. Oh, listen to their sad and bitter cry. Hasten, brother, hasten to their rescue. Quickly answer, Master, here am I. Speak, my Lord, speak. ഞാൻ കർത്താവിൽ നിന്നും ഒരു ദർശനം കണ്ടിരിക്കുന്നു, അത് സംഭവിച്ചു ഞാൻ കണ്ടു. Can I'll be quick to answer. He's already spoke now. അവൻ സംസാരിച്ചു കഴിഞ്ഞിരിക്കുന്നു. Speak, my Lord. Speak, my Lord. Speak, and I will answer, Lord, send me. ഇപ്പോൾ നമ്മുടെ തലകളെ വണങ്ങിയിരിക്കുമ്പോൾ, ഞാൻ ഇവിടേക്ക് വന്നപ്പോൾ നിങ്ങളോട് പറഞ്ഞിരുന്നതുപോലെ ഞാൻ എന്തെങ്കിലും പഠിപ്പിക്കാൻ ശ്രമിക്കുകയും അത് നിങ്ങളെ സഹായിക്കുന്നതിനു വേണ്ടിയും ആകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ആ പ്രവാചകനെ കണ്ടിരിക്കുന്നു. അദ്ദേഹം ഒരു മഹാനായ മനുഷ്യനായിരുന്നു. അവനൊരു പ്രവാചകനായിരിക്കേണ്ട ഉദ്ദേശത്തോടെ ജനിക്കപ്പെട്ടിരുന്നു. താൻ തെറ്റായ വഴിയെടുത്തിരിക്കുന്നുവെന്ന് അവൻ കണ്ടുപിടിക്കുകയും ഒരു രാജാവായ ഉസ്യാവിന്റെ മേൽ ചാരുകയും ചെയ്തിരുന്നു. ശാരീരികമായ കരങ്ങളിൽ നിങ്ങൾക്ക് ചാരുവാൻ കഴിയില്ലെന്ന് അവൻ കണ്ടറിഞ്ഞു. അത് നശിക്കുന്നതാണ്, അത് തെറ്റാണ്. എന്നാൽ ദൈവം ഉയർന്നും പൊങ്ങിയതുമായ തന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് അവൻ കണ്ടു. ഉയരങ്ങളിലായിരിക്കുന്ന യേശുവിനെ നോക്കുക. അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്. അവൻ നിങ്ങളെ ആത്മാവിലെടുക്കട്ടെ. അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണോ എന്ന് ശ്രദ്ധിച്ചു കാണുക. ആ മന്ദിരത്തിലേക്ക് ദൈവത്തിന്റെ ദർശനം വരുന്ന യേശയ്യാവ് കണ്ടപ്പോൾ തന്റെ തെറ്റുകളെ തിരുത്താൻ അവൻ തയ്യാറായിരുന്നു. അവൻ ശരിയായിട്ടുള്ള യാതൊന്നും ചെയ്തിട്ടില്ല എന്ന് തന്റെ കുറ്റങ്ങളെ ഏറ്റുപറയാൻ അവൻ തയ്യാറായിരുന്നു. അതിനുശേഷം അവൻ ദേശത്തേക്ക് പറന്നുപോയി. അതിനുശേഷം അവൻ ശരിയായിട്ടുള്ളത് ചെയ്തു. അവന് ചെയ്യാവുന്നതായിട്ടുള്ള എല്ലാം തന്റെ സാക്ഷ്യത്തെ തന്റെ രക്തം കൊണ്ട് അവസാനം മുദ്ര ചെയ്യുന്നത് വരെ അവൻ ചെയ്തു. നമ്മുടെ എല്ലാവരുടെയും അനുഭവങ്ങളും അതായിരിക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ അനുഭവപ്പെടുന്നവരായ എത്ര പേർ ദൈവത്തോട് നിങ്ങളുടെ കൈകളെ ഉയർത്തിക്കൊണ്ട് അടിയനിതാ, അടിയനെ അയക്കണമെന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. അടിയനിതാ, ഞാനൊരു പാലുകാരനോട് സാക്ഷ്യം പറയാനിടയാകട്ടെ. എനിക്ക് കഴിയാവുന്ന ആരോടും എന്തെങ്കിലും സാക്ഷ്യം പറയാനിടയാകട്ടെ. കർത്താവേ, ഞാൻ എന്തെങ്കിലും ചെയ്യാനിടയാകട്ടെ. ഒരു പ്രാസംഗികനായിരിക്കാൻ ഞാൻ ചോദിക്കുന്നില്ല, അങ്ങനെ ഇതായിരിക്കാനും ഞാൻ ചോദിക്കുന്നില്ല. എന്നാൽ കർത്താവെ, ഞാനൊരു കൃഷിക്കാരനാണെങ്കിൽ എന്റെ അയൽക്കാരനായ കൃഷിക്കാരനോട് സാക്ഷീകരിക്കാൻ എന്നെ ഇടയാക്കണമേ. ഒരു കൃഷിക്കാരനായിരിക്കെ ഞാൻ എന്റെ ധാന്യം വിൽക്കുമ്പോൾ ധാന്യത്തിന്റെ പ്രവർത്തനങ്ങളോട് സാക്ഷീകരിക്കാൻ ഇടയാകട്ടെ. ഞാനൊരു കൃഷിക്കാരനായിരിക്കട്ടെ. ഞാനൊരു സ്ത്രീയാണെങ്കിൽ ഞാൻ ഇൻഷുറൻസുകാരനോട് സാക്ഷീകരിക്കാൻ ഇടയാകട്ടെ. ഞാൻ പാലുകാരനോടും പത്രക്കാരനോടും സാക്ഷീകരിക്കാൻ ഇടയാകട്ടെ. കർത്താവെ, ഞാൻ എന്തെങ്കിലും ചെയ്യട്ടെ. ഞാൻ എന്റെ അയൽവക്കത്ത് പോയിട്ട് എന്റെ അടുത്ത വീട്ടിൽ തെറ്റായും ദുഷ്ടതയിലും ജീവിക്കുന്ന സഹോദരിയിൽ നിന്നും കൃപയെ പ്രാപിക്കുവാനിടയാകട്ടെ. മാധുര്യതയോട് ഞാൻ അവൾക്ക് സാക്ഷ്യം കൊടുക്കാനിടയാകട്ടെ. താഴ്മയോടുകൂടിയ ചിറകുകളുമായിട്ട് ഞാൻ എന്റെ മുഖം മൂടട്ടെ, അതുപോലെ എന്റെ കാലുകളും മൂടട്ടെ. നിന്റെ സന്നിധിയിൽ ഞാൻ ആദരവോടുകൂടി നിൽക്കട്ടെ. എന്നാൽ രണ്ട് ചിറകളോടുകൂടി എളുപ്പം എന്നെ കർത്താവെ ആരുടെയെങ്കിലും അടുക്കൽ അയക്കണമേ. അടിയനിതാ, എന്നെ അയക്കണമേ, എന്നെ അയക്കണമേ. ഇതേ ആദരവോടെ നാം എല്ലാവരും എഴുന്നേറ്റിട്ട് നമ്മെ തന്നെ സ്വയമായിട്ട് ദൈവത്തിന് ഒരു വിശുദ്ധ സേവയായിട്ട് കൊടുക്കാം. സർവശക്തനായവൻ ഇവിടെ ആയിരിക്കുന്നു. നിങ്ങൾ അത് വിശ്വസിക്കുന്നുണ്ടോ? നാം അവന്റെ ദിവ്യ സന്നിധിയിലായിരിക്കുന്നു. അതിപ്പോൾ മറക്കരുത്. അവന്റെ സന്നിധി അതേപോലെ തന്നെ ഇവിടെ ആയിരിക്കുന്നു. തുറന്നു പറയുകയാണെങ്കിൽ, ഞാനിവിടെ നിൽക്കുമ്പോൾ തൊട്ട് 4-5 ദർശനങ്ങൾ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നത് ഞാൻ കണ്ടിരിക്കുന്നു. അത് ശരിയാണ്, അത് ശരിയാണ്. ഈ സഭയിൽ തന്നെ ഉൾപ്പെടുന്നതായ 2-3 പേരുടെ മേൽ അവർ യാതൊന്നും പറയാതെ തന്നെ അതായിരിക്കുന്നു. എന്നാൽ അതിപ്പോഴും അവിടെ തന്നെ അതേപോലെ തന്നെയാകുന്നു. ഇപ്പോൾ നാം എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്നാൽ, നാം ഓരോരുത്തരും നമ്മുടേതായ രീതിയിൽ നമുക്ക് ദൈവത്തോട് നമ്മെ തന്നെ സമർപ്പിക്കാം. അവന്റെ വാഴ്ത്തപ്പെട്ട വരവിന്റെ പ്രത്യക്ഷതയുടെ അടയാളത്തെ നാം കാണുന്നു. ലോ, ഇതാ അത്തിയിലകൾ പച്ച പോലെയാകുന്നു. രാജ്യത്തിന്റെ സുവിശേഷം എല്ലാ ദേശത്തും എത്തിയിരിക്കുന്നു. നാം അടുത്തു കഴിഞ്ഞിരിക്കുന്നു. അവസാനം കാണപ്പെടുന്നു. അത് ശരിയാണ്, അത് ശരിയല്ലേ? അതിനുശേഷം സന്തോഷത്തോടെ നമുക്ക് പോകാം. അവന്റെ വാഴ്ത്തപ്പെട്ട വരവിന്റെ പ്രത്യക്ഷതയുടെ സന്ദേശത്തെ നാം വിളംബരം ചെയ്യും.
അവൻ മഹത്വത്തിൽ എല്ലാവരോടും പറയുന്നതിനായി ഉടനെ വരുന്നു. കർത്താവിന്റെ വിശുദ്ധന്മാരെ എഴുന്നേൽക്കുക, അവസാനം അടുത്തുകൊണ്ടിരിക്കുമ്പോൾ എന്തിനാണ് ഉറക്കം തൂങ്ങുന്നത്? അവസാനത്തെ വിളിക്ക് വേണ്ടി നമുക്ക് തയ്യാറാകാം. ആമേൻ. രാജ്യങ്ങൾ തകരുന്നു, ഇസ്രായേൽ ഉണരുന്നു, അതിപ്പോൾ ഒരു ദേശമായിരിക്കുന്നു. പ്രവാചകന്മാരാൽ മുൻചെന്ന അടയാളങ്ങളാൽ അന്യജാതികളുടെ ദിവസങ്ങൾ എണ്ണപ്പെട്ടിരിക്കുന്നു. ഭീതിയുടെ ദിവസങ്ങൾ ചുമത്തപ്പെടുന്നു. അതടുത്തു വരുന്നതായി നിങ്ങൾ കാണുന്നു. രാജ്യങ്ങൾ മാത്രമല്ല, എന്നാൽ സഭകളും. ചിതറിപ്പോയവരെ നിങ്ങളുടെ സ്വന്തത്തിലേക്ക് തിരികെ പോകൂ. വീണ്ടെടുപ്പിനാൾ അടുത്തിരിക്കുന്നു. ഭീതിയാൽ മനുഷ്യന്റെ ഹൃദയം തകരുമ്പോൾ നീ ദൈവാത്മാവിൽ നിറയപ്പെട്ട് നിന്റെ വിളക്കിലെ തിരിവെടിപ്പാക്കി ഉയരെ നോക്കുക, ഇതാ വീണ്ടെടുപ്പടുത്തിരിക്കുന്നു. കള്ളപ്രവാചകർ ഭോഷ്ക്ക് സംസാരിക്കുന്നു. ദൈവസത്യത്തെ അവർ നിരാകരിക്കുന്നു. അതായത് ക്രിസ്തുവായ യേശു നമ്മുടെ ദൈവമാകുന്നു. അവർ അങ്ങനെ ചെയ്യുന്നുവെന്ന് നിങ്ങൾക്കറിയാമല്ലോ. എന്നാൽ അപ്പോസ്തലന്മാർ പിന്നിട്ട കാലടികളെ നാം തുടരും. വീണ്ടെടുപ്പിനാൽ അടുത്തിരിക്കുന്നു. ഭീതിയാൽ മനുഷ്യന്റെ ഹൃദയം തളരുന്നു. നീ ആത്മാവിൽ നിറയപ്പെട്ട് നിന്റെ വിളക്കിലെ തിരിവെടിപ്പാക്കി ഉയരെ നോക്കുക, ഇതാ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നു. സ്ഥാപിത സഭാ സംഘടനകളുടെ പുകയെ തുടച്ചു കളയുക. ആ ലൗകിക കാര്യങ്ങളെ തുടച്ചു കളയുക. യേശു ക്രിസ്തുവിന്റെ രക്തം നിങ്ങളെ വെടിപ്പാക്കാൻ ഏറ്റവും മതിയായതാകുന്നു. ഉയരെ നോക്കുക, നിങ്ങളുടെ വിളക്കുകൾ തെളിയട്ടെ. ആ ചിറകൾ എടുത്തുകൊണ്ട് ആരുടെയെങ്കിലും അടുക്കിലേക്ക് പറന്നു പോകുക. നമ്മുടെ കൈകളെ ഉയർത്തിക്കൊണ്ട് അടിയനിതാ, അടിയനെ അയക്കണമെന്ന് നമുക്കിപ്പോൾ പറയാം. സ്വർഗീയ പിതാവേ, ഇന്ന് രാത്രിയിൽ ഈ സഭയോടൊപ്പം എന്നെ തന്നെ കർത്താവെ നിനക്ക് സമർപ്പിക്കുന്നു. ഈ കർക്കശവും കഠിനവുമായ സന്ദേശത്തിന് ശേഷം അടിയനിതാ, കർത്താവെ അടിയനെ അയക്കണമേ. കർത്താവെ, എന്റെ സഭ ഇതാ ഇവിടെയാകുന്നു. ആദരവ് കൊണ്ട് അവരുടെ മുഖം മറക്കാൻ ഇടയാക്കണമേ. താഴ്മ കൊണ്ട് അവരുടെ കാലുകളെ മറക്കാൻ ഇടയാക്കണമേ. കർത്താവെ, ഈ സന്ദേശവുമായിട്ട് പെട്ടെന്ന് പറന്നുപോയി ആരുടെയെങ്കിലും അടുത്തെത്തുന്നതിനുള്ള ശക്തി നീ നൽകണമേ. അവർ മാധുര്യത്തോടെ സാക്ഷീകരിക്കുകയും ഈ ഭൂമിയിലെ ഉപ്പായിട്ട് രക്ഷിതാവ് അതിലായിരിക്കാനും ഇടയാക്കണമേ. ദൈവമായ കർത്താവെ, ഇത് ഞങ്ങളുടെ ബലിയാകുന്നു, ഇത് ഞങ്ങളുടെ അർപ്പണമാകുന്നു, ഇത് ഞങ്ങളുടെ കൃതജ്ഞതയാകുന്നു. കർത്താവെ, ഇതായിരുന്നു ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നത്. ഇന്ന് രാത്രിയിൽ നഷ്ടപ്പെട്ടവരായ ആരുടെയെങ്കിലും അടുക്കലേക്ക് ഞങ്ങളെ അയക്കണമേ. നാളെ അവരെ എവിടെയെങ്കിലും പള്ളിയിലേക്ക് കൊണ്ടുവരാൻ ഞങ്ങളെ ഇടയാക്കണമേ. കർത്താവിന്റെ വഴികളെ ഞങ്ങൾ അവർക്ക് പഠിപ്പിക്കാൻ ഇടയാക്കണമേ. അവർ രക്ഷിക്കപ്പെടാൻ ഇടയാക്കണമേ. കർത്താവ്, ഇത് ഞങ്ങൾ വിചാരിക്കുന്നതിലും താമസിച്ചിരിക്കുന്നു, അനുവദിച്ചു തരണമേ. കർത്താവ്, ഇതിനെക്കുറിച്ച് ഞങ്ങൾ പറയുമ്പോൾ ഇത് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അർത്ഥമാക്കുവാൻ ഞങ്ങളെ ഇടയാക്കണമേ. കാലവരിയിലെ യാഗപീഠത്തിൽ നിന്നും പരിശുദ്ധാത്മാവിന്റെ ഒരു തീക്കനലെടുത്ത് ഞങ്ങളുടെ ഹൃദയത്തെയും ചുണ്ടുകളെയും തൊട്ടിട്ട് ഞങ്ങൾ കള്ളം പറയാതെ സത്യം പറയാനിടയാക്കണമേ. ഞങ്ങൾ എന്തായിരിക്കുന്നുവോ ഇന്ന് രാത്രിയിൽ ഞങ്ങളെ അതുപോലെ എടുക്കണമേ. ഞങ്ങളെല്ലാവരും പ്രാസംഗികരല്ല, ഞങ്ങളെല്ലാവരും പ്രവാചകന്മാരല്ല, ഞങ്ങളെല്ലാവരും അന്യഭാഷ പറയുന്നവരുമല്ല, ഞങ്ങളെല്ലാവരും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവരല്ല. എന്നാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാനായിട്ട് എന്തെങ്കിലും കാര്യങ്ങളുണ്ട്. കർത്താവെ, അതെവിടെയാണെന്ന് കാണിക്കണമേ. സാക്ഷീകരിക്കാനും നിന്റെ സ്തുതിയെ പാടുവാനും ഇടയാക്കണമേ. അത് വെള്ളത്തിന്മേൽ അപ്പം എന്ന പോലെ ഏതെങ്കിലും മഹത്തായ ദിവസം അത് തിരികെ എത്തും. കർത്താവെ, അനുവദിക്കണമേ. ഇതാ ഞങ്ങൾ ഇവിടെ ആയിരിക്കുന്നു. ഞങ്ങളുടെ അയൽക്കാരോടും ഞങ്ങൾക്ക് കഴിയുന്ന എല്ലാവരോടും ഞങ്ങളോട് കൂടെയുള്ളവരോടും കർത്താവിന്റെ വരവിനെ കുറിച്ച് പറയാൻ ഞങ്ങളെ അയക്കണമേ. പിതാവെ, അനുവദിച്ചു തരണമേ. ഇപ്പോൾ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഇന്ന് രാത്രി ഞങ്ങളുടെ ശരീരങ്ങൾക്ക് നല്ല വിശ്രാമം നൽകണമേ. രാവിലെ എഴുന്നേറ്റ് പള്ളിയിലേക്ക് വരാൻ ഞങ്ങളെ ഇടയാക്കണമേ. നാളെ അത്രമാത്രം ശക്തിയോടെ നീ സംസാരിച്ചിട്ട് ഒരാൾ പോലും വ്യർത്ഥമാകാതെ എല്ലാ മനുഷ്യരും ഇതിലേക്ക് പ്രവേശിക്കുന്നത് എങ്ങനെയെന്ന് അറിയാൻ ഇടയാക്കണമേ. കർത്താവെ, ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങൾ കാത്തിരിക്കുന്നു. ദൈവത്തിന്റെ പുത്രന്മാരും പുത്രിമാരുമായിട്ട് എത്തുന്ന പൂർണ്ണ അളവിലേക്ക് എങ്ങനെയാണ് വരുന്നതെന്ന് ഞങ്ങളെ രാവിലെ പഠിപ്പിക്കണമേ. ഞങ്ങൾ നിനക്കായി കാത്തിരിക്കുന്നു. കർത്താവെ, തീക്കനൽ ഞങ്ങളുടെ നാവുകളിൽ തൊട്ടുകൊണ്ട് ഞങ്ങൾ തയ്യാറായിരിക്കുന്നു. പിതാവെ, യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ കാത്തിരിക്കുന്നു. ഇപ്പോൾ നമ്മുടെ തലകൾ വണങ്ങിയിരിക്കുക. യോഗത്തെ പിരിച്ചുവിടുന്നതിന് വേണ്ടി കടന്നു വരാൻ ഞാൻ പാസ്റ്ററിനോട് അപേക്ഷിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നാളെ രാവിലെ നിങ്ങളെ കാണാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവം നിങ്ങളോട് കൂടെയായിട്ട് നമ്മുടെ ഇടയിൽ രോഗികളായും പീഡിതരായുമുള്ള എല്ലാവരെയും സുഖപ്പെടുത്താൻ ഇടയാകട്ടെ. ആത്മാവിൽ നിറഞ്ഞിരിക്കുന്നതായി ഞാനിപ്പോൾ അനുഭവപ്പെടുന്നു. ഞാൻ പരിശുദ്ധാത്മാവിനെ അനുഭവപ്പെടുന്നു. അവന്റെ സാന്നിധ്യത്തെ അനുഭവപ്പെടുന്നു. അവൻ ഇവിടെ ഉണ്ടെന്ന് ഞാൻ അറിയുന്നു. അവൻ ഇവിടെ ഉണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. ഞാൻ അവനെ കാണുന്നു. അവൻ ഇവിടെയാണെന്ന് ഞാൻ അറിയുന്നു. ആ മഹത്തായ അഗ്നിസ്തംഭം നീങ്ങുന്നത് ഞാൻ കാണുന്നു. സ്തോത്രം. അവന്റെ വെളിപ്പെടുത്തലും അവന്റെ സാന്നിധ്യത്തിന്റെ ദിവ്യതയും അവന്റെ മഹനീയതയും ദൈവമേ ജനങ്ങളുടെ മേൽ വട്ടമിട്ട് പറക്കണമേ. അവരിൽ ഒരുവൻ പോലെ നശിച്ചു പോകാൻ ഇടയാകരുതേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ.